Start ചെയ്തോ? Hello everybody, good morning. Good morning everybody. Good morning. So welcome back to Physics Wala. Yes. അപ്പോൾ രാവിലെ 10 മണിക്ക് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? വെയിറ്റ് ഒരു സെക്കൻഡ്, നിങ്ങളുടെ കമന്റ്സ് ഒന്ന് എടുത്തോട്ടെ. എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഓക്കെ, സോ ഹലോ. അപ്പൊ എന്ത് പറയുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? Good morning everybody. Yes, good morning. User Meetu, Suresh, Babu. Yes, hello. Hi everybody. Okay, അപ്പൊ എങ്ങനെ പോകുന്നു നിങ്ങളുടെ റീനീറ്റ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ എല്ലാം? നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം എങ്ങനെ പോകുന്നു? അപ്പൊ ഡെയിലി ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ നമ്മൾ ഓൾറെഡി ഈ ഒരു റീനീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് 100 questions from +1 ഡിസ്കസ് ചെയ്തു, 100 questions from +2 ഡിസ്കസ് ചെയ്തു, ആൻഡ് എഗെയിൻ നമ്മൾ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 questions ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ സൗണ്ട് ഇസ് ലിറ്റിൽ ഡിഫറെന്റ് ടുഡേ. കുറച്ചൊരു കോൾഡ് ഉണ്ട്, ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം സോറി ഫോർ ദാറ്റ്. ചിലപ്പം നിങ്ങൾക്ക് ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, ഇടയ്ക്ക് ചുമയ്ക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, സോ യെസ്, ഗുഡ് മോർണിംഗ്. ഹായ് ശ്വേത. ഓ, ഇറ്റ്സ് നോട്ട് സുരേഷ്, ഇറ്റ്സ് ശ്വേത. ഓക്കെ, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓഡിബിൾ അല്ല, അമ്മ ഓഡിബിൾ? ഒന്നും കേൾക്കുന്നില്ല എന്ന് യൂസർ മീതു പറയുന്നുണ്ട്. ഇപ്പൊ ഓഡിബിൾ ആണോ? ഇപ്പൊ ഓഡിബിൾ ആണോ? ഇപ്പൊ കേൾക്കാമോ? അപ്പം നമ്മുടെ ലൈവില് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും ഓഡിയോ, വീഡിയോ, സ്ക്രീൻ ഷാറ്റ്, കമന്റ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്യാ. ഇപ്പൊ നമ്മളുടെ ആരായിരുന്നു യൂസർ ഓൾറെഡി പറഞ്ഞിരുന്നു കേൾക്കുന്നില്ല എന്ന്, അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഓക്കെ ആണോ? ഇസ് എവറിത്തിങ് ഓക്കെ? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ട്, ഫൈൻ. ഓക്കെ ഓക്കെ, സോ നമ്മൾ സുവോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 questions ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ റീനീറ്റ് എക്സാമിനേഷൻ ആണ്. ലൈക്ക് ഇനി നമ്മുടെ മുൻപിൽ ഓൾമോസ്റ്റ് ഒരു 3 weeks ആണല്ലേ ബാക്കിയുള്ളത്. ഓൾമോസ്റ്റ് ഒരു 3 weeks കൂടെ ബാക്കിയുണ്ട്. നമുക്ക് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. വി ഹാവ് ടു യൂട്ടിലൈസ് ദിസ്. ഫൈൻ. യെസ്, ഇപ്പൊ കേൾക്കാം. എവറിത്തിങ് ഓൾ റൈറ്റ്. അപ്പൊ നമ്മൾക്കൊരു 100 questions ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 3 hours ഒക്കെ എടുക്കുമായിരിക്കും കേട്ടോ. ഓക്കെ, ഓക്കെ ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് ഒരു 3 hours ഒക്കെ എടുക്കുമായിരിക്കും. ഫൈൻ, ഇപ്പോ കേൾക്കാം. സോ എല്ലാ ആളുകളും ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇന്ന് കുറച്ച് ആൾക്കാരെ ഉള്ളല്ലോ, ഓൾമോസ്റ്റ് ഒരു 7 people. എനിക്ക് തോന്നുന്നു എല്ലാവരും ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ വീണ്ടും നിങ്ങളുടെ മുൻപിൽ സെക്കൻഡ് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഡെയിലി ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ, പോസിറ്റീവ് മൈൻഡോടുകൂടെ ആ ദിവസത്തെ നോക്കി കാണണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുൻപിൽ ഇനി ബാക്കിയുള്ള 3 weeks എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹിയർ വി ഹാവ് എ ദുൽഖർമോൻ. ഹായ് ദുൽഖർമോൻ. ഹലോ അനന്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം എങ്ങനെ പോകുന്നു എല്ലാവരുടെയും പ്രിപ്പറേഷൻസ്? നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം എങ്ങനെ പോകുന്നു? ഡു യു ഹാവ് എനി കൺസേൺസ്? നിങ്ങൾക്ക് ലൈക്ക് അക്കാഡമിക്സ് റിലേറ്റ് ചെയ്തോ അല്ലാതെയോ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അറ്റ് എനി ടൈം യു ക്യാൻ കോൺടാക്ട് അസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രൂ കമന്റ് ബോക്സ് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. യെസ്, ഹലോ എവ്രിബഡി. എനിക്ക് നിങ്ങളുടെ മെസ്സേജസ് കാണാം. അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഷാൽ വി സ്റ്റാർട്ട്? റെഡി ആണല്ലോ? ഓക്കെ, റെഡി ആണല്ലോ? റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻ. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ കുറച്ച് ഓക്കെ അല്ല, ഞാൻ കുറച്ച് ഓക്കെ അല്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ ഫോർ മീ. ഞാൻ ഓക്കെ അല്ലെങ്കിലും ഞാനത് മാനേജ് ചെയ്തോളാം. I have like problem in my throat and like ഞാൻ സീരിയസ്ലി സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്റെ ഈ ഒരു സൗണ്ട് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല? യെസ്, യു ആർ റെഡി. ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ നമ്മളുടെ വിലയേറിയ സമയം കളയുന്നില്ല. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഒറ്റ സെക്കൻഡ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, യെസ്. അപ്പം
അതിന് ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ എൻഷുർ ചെയ്യുക, നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് 3 വീക്സിന് ശേഷം ഒരു ഡ്രീം ഉണ്ട്, നിങ്ങൾക്ക് രണ്ടാമതായിട്ട് വീട് കിട്ടിയ ഡ്രീം ആണ് അല്ലെ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ചാൻസ് ആണ്. മേ ബി നിങ്ങൾക്ക് നല്ല മാർക്സ് കഴിഞ്ഞ എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മളുടെ റാങ്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് കോളേജിൽ, ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾക്ക് നമ്മളെ തന്നെ പ്ലേസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. അതേപോലെ ചെറിയ മാർക്സിനൊക്കെ ചിലപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞ തവണ നഷ്ടമായേക്കാവുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സാം ടഫ് ആയിരുന്നവരുണ്ടായിരിക്കും, എക്സാം എഴുതാൻ പറ്റാതായിരുന്നവരുണ്ടായിരിക്കും, പല രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. എനിവേ സംഭവിച്ചതെല്ലാം നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഈ ഒരു മൊമെന്റ് തൊട്ട് ഇനിയും നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മൊമെന്റ് തൊട്ടെങ്കിലും ഇനി ബാക്കിയുള്ള 3 വീക്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊന്ന് യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഈ ലൈവ് സെഷനിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി മുൻപോട്ടേക്കുള്ള 3 അവേഴ്സ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് മെനക്കെടുക. അതായത് ആ 3 അവേഴ്സ് വെറുതെ ഇവിടെ ഇരുന്ന് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കേട്ട് അതിന്റെ ആൻസർ ഞാൻ എന്താണ് പറയുന്നത് നോക്കി പഠിക്കാൻ ശ്രമിക്കല്ലാണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്യൂ. ബിക്കോസ് നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബാക്കി ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി ഞാൻ യെസ് ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. താങ്ക് യു അനന്യ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ ദൈവത്തിന്റെ രണ്ടാമത്തെ അവസരം, ഓക്കെ മേ ബി ഓക്കെ. അപ്പൊ എനിവേ ഇനി നമ്മൾ 3 മണിക്കൂർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ആളുകളും നിങ്ങൾ അവസാനം വരെ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഇവിടെ ഉണ്ടായിരിക്കും എന്നത് നിങ്ങളൊന്ന് എൻഷുർ ചെയ്യുക. Okay, so we are going to start. Okay, so the first question, the joint between atlas and axis end of joint ആണെന്നുള്ളതാണ്. Okay, fine, everything all right. Now concentrate on these questions. നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യൂ കേട്ടോ. ഒന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൂ. വാട്ട് ബഫറിംഗ് എന്ത് പറ്റി അനന്യ? വാട്ട്സ് ദി പ്രോബ്ലം? എനിത്തിങ് റോങ്? യെസ്, സുരേഷ് നെയിം ഞാൻ മറന്നുപോയി. ക്യാൻ യു സേ ഇറ്റ് വൺസ് മോർ? ശ്വേത എന്നല്ലായിരുന്നു, ശ്വേത. ഓക്കെ, നൗ ഓക്കെ ആണ്. അപ്പൊ ഒന്ന് ആൻസർ ചെയ്യൂ കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യൂ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യൂ. പ്ലീസ് ആൻസർ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യൂ. യെസ് ശ്വേത, ഐ റിമെമ്പർ. ഐ വിൽ ബി കഫിംഗ്, സോറി ഫോർ ദാറ്റ് ട്ടോ. അപ്പം ആൻസർ. യെസ് ശ്വേത, യുവർ ആൻസർ ഇസ് ഡി. only ശ്വേത. എല്ലാവരും ആൻസർ ചെയ്യണം. ആര്യ ഡി. ഓക്കെ, യെസ്. അപ്പൊ നമ്മളുടെ അറ്റ്ലസ് ആൻഡ് ആക്സിസിന്റെ ഇടയിലുള്ള ജോയിന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പിവോട്ട് ജോയിന്റ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഫൈബ്രസ് ജോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ സ്കള്ളിലൊക്കെയാണ് പ്രസന്റ്. അപ്പൊ ബാക്കി ജോയിന്റ്സിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാം. ഗ്ലൈഡിംഗ് മൂവ്മെന്റ് നമുക്ക് അറ്റ്ലസ് ആൻഡ് ആക്സിസിന്റെ ഇടയിൽ പോസിബിൾ അല്ല. അതേപോലെ പെർമിറ്റ്സ് ഓൺലി ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ അറ്റ്ലസ് ആൻഡ് ആക്സിസിന്റെ ഇടയിൽ പോസിബിൾ അല്ല. സോ ദീസ് 3 ഓപ്ഷൻസ് ആർ wrong and the correct answer is option D. Very good, very good, very good. Yeah, user Ananya, all of you. Yes, miss. 4 days ഉള്ളൂ. 2 solve 1 road. We will start. എല്ലാ ലൈവിലും വന്നിട്ട് 2 solve 1 road ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡോണ്ട് വറി, we will start. വെയിറ്റ് കറൂ, വെയിറ്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, partial pressure of oxygen in alveoli is lower than in atmospheric air. Partial pressure of carbon dioxide in alveoli is higher than in atmospheric air. Oxygen diffuses from blood to alveoli. And option D, carbon dioxide diffuses from alveoli to blood. 4 ഓപ്ഷൻസും കൃത്യമായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു പാറ്റേണിലായിരിക്കും പോവുക. അതായത് അറ്റ് ഫസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചു തരും, നിങ്ങൾ അതിനനുസരിച്ച് തിങ്ക് ചെയ്യുക. യു വിൽ ബി ആൻസറിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ. ആൻഡ് നിങ്ങൾ ആൻസർ പറഞ്ഞതിന് ശേഷം ഞാൻ ആൻസർ റിവീൽ ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഗിവ് എ ലൈറ്റ് എക്സ്പ്ലനേഷൻ. ദാറ്റ് വിൽ ബി അവർ മെക്കാനിസം ഓർ മോഡ് ഓഫ് എക്സ്പ്ലനേഷൻ വൈൽ ഡിസ്കസിങ് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്. അല്ല സോറി, ഗുഡ് ഈവനിങ് അല്ല, ഗുഡ് മോർണിംഗ്. ഔട്ട് തനേശ്വര, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ തനേശ്വരയൊക്കെ എല്ലാ ലൈവിലും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കാറുള്ള സ്റ്റുഡന്റ് ആണ്. ഓക്കെ, കീപ് ഗോയിങ്, കീപ് വർക്കിംഗ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആൽവിയോളി. ഇത് ആൽവിയോളി ആണെന്ന് വിചാരിക്കുക.
ആൽവിയോളയുടെ ഉള്ളിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഇസ് ലോവർ ദാൻ ഇൻ അറ്റ്മോസ്ഫെറിക് എയർ. അറ്റ്മോസ്ഫെറിക് എയറിൽ ഉള്ളതിനേക്കാൾ കുറവാണ് എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പാർഷ്യൽ പ്രഷർ ഓഫ് carbon dioxide in alveoli is higher than in atmospheric air. Oxygen diffuses from blood to alveoli. Bloodil ninnu alveoli-lekana oxygen diffuse cheya. Carbon dioxide diffuses from alveoli to blood. Alveoli ninnu blood-lekana carbon dioxide diffuse cheya. Okay, please try to attend. Onnu attend cheyidu nokku. Idendana onnu mindunnillalo. What happened? What's wrong? Please try to answer. Please answer, please answer. ഒന്ന് അറ്റൻഡ് ചെയ്യൂ കേട്ടോ. പെട്ടെന്ന് ആൻസർ ചെയ്യണേ, പെട്ടെന്ന് ആൻസർ ചെയ്യണം. എന്താ റീസൺ? ഒരുപാട് കുട്ടികൾ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് ആരും ആൻസർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അതായത് നീറ്റ് എക്സാമില് നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. യു നോ ദാറ്റ്. സോ ഒന്ന് അറ്റൻഡ് ചെയ്യൂ, ഒന്ന് അറ്റൻഡ് ചെയ്യൂ, ഒന്ന് ട്രൈ ചെയ്യൂ. ഒന്ന് ട്രൈ ചെയ്യാമോ? ക്യാൻ യു പ്ലീസ് ട്രൈ? പി how can I read this? P Sharunidenia Chaku. I don't know to read. What's that name? It's a big name. Okay. അപ്പൊ ആ എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻസർ എ ആണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? എ ആണ് എന്നാണോ പറഞ്ഞിരിക്കുന്നത്? യെസ്, എ കറക്റ്റ് ആണ്. എ ആൻഡ് ബി ആണ് റൈറ്റ് ഓപ്ഷൻ. കാരണം നമുക്കറിയാം ബ്ലഡിൽ നിന്ന് ആൽവിയോലേക്ക് ഓക്സിജൻ ആണ് പോകുന്നത്. സോറി, ബ്ലഡിൽ നിന്ന് ആൽവിയോളയിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പോകുന്നത്, ഓക്സിജൻ അല്ല. സോ ദിസ് ഇസ് റോങ്. കാർബൺ ഡൈ ഓക്സൈഡ് അതേസമയം ബ്ലഡിൽ നിന്ന് ആൽവിയോളയിലേക്കാണ് പോകുന്നത്. സോ ദിസ് ഇസ് ഓൾസോ റോങ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആൽവിയോള ഈസ് ലോവർ ദാൻ ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ. യെസ്, കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ ഓക്സിജന് ആൽവിയോയുടെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ആൽവിയോളയിൽ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് എക്സ്ഹലേഷന്റെ സമയത്ത് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാൻ പറ്റുന്നത്. ഫൈൻ. യെസ്, ഷാറു എന്ന് വിളിക്കും മിസ്. ഓക്കെ, ഷാറു. Now onwards, Shahrukh Khan എന്ന് വിളിക്കണോ? ഷാറു എന്ന് വിളിച്ചാൽ മതിയോ? Do I want to call you Shahrukh Khan? No. Sharu is enough. Okay, so the next question. During muscle contraction, the A band remains unchanged because. Muscle contraction അറിയാം, സാർക്കോമിയറിന്റെ സ്ട്രക്ചർ അറിയാം, എ ബാൻഡ് ഐ ബാൻഡ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം. ആദ്യം എന്തുണ്ടായിരിക്കും? അതായത് നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സാർക്കോമിയർ ആണ്. അത് സെഡ് എവിടെ ഇരിക്കുന്നു, ഐ എവിടെ ഇരിക്കുന്നു, എ എവിടെ ഇരിക്കുന്നു, എച്ച് എവിടെ ഇരിക്കുന്നു, എം എവിടെ ഇരിക്കുന്നു, എല്ലാം പ്രോപ്പർ ആയിട്ട് അറിയാം. സോ അത് വെച്ചിട്ട് ഒന്ന് പ്ലീസ് ട്രൈ ടു അറ്റൻഡ്. അപ്പം ആക്ടിൻ ഫിലമെന്റ്സ് ഷോർട്ടൻ. ആക്ടിൻ ആൻഡ് മയോസിൻ ആണുള്ളത്. അതിൽ ആക്ടിൻ ഫിലമെന്റ്സ് ഷോർട്ടൻ ചെയ്യും. കാൽഷ്യം അയോൺസ് ആബ്സെന്റ് ആണ്. ATP is not used. Myosin filaments do not change length. Okay. അപ്പം ഇതിൽ ഏത് റീസൺ കാരണമാണ് A band remains unchanged? Okay. നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു യൂണിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഇവരിങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഏറ്റവും ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, അല്ലെ? മസിൽ കൺട്രാക്ഷൻ അല്ല, റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. പക്ഷെ കൺട്രാക്ഷൻ നടക്കുന്നതോടെ എന്ത് സംഭവിക്കും? കൺട്രാക്ഷൻ നടക്കുന്നതോടെ ഈ ഒരു സ്പേസ് ഡിസപ്പിയർ ആകും, അല്ലെ? ഈ ഒരു സ്പേസ് ഡിസപ്പിയർ ആയിട്ട് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ആകും, ഇങ്ങനെ ഫുള്ളി ഒരുമിച്ചിരിക്കുന്ന പോലെ ആകും. എന്താണ് അതിന്റെ റീസൺ? What is the reason? Yes, very good, very good, very good. Shweta, very good. Sharu, very good. Arya, very good. User, okay. Ashwin, hi. Ashwin Appus, hello. Okay, so the answer is right. നിങ്ങൾക്കറിയാം മയോസിൻ ഫിലമെന്റ്സ് അവിടെ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ മയോസിൻ ഫിലമെന്റ്സ് അവിടെ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നില്ല. ഈ മയോസിൻ പോയിട്ട് ആക്ടിനെ പോയിട്ട് ഹോൾഡ് ചെയ്യും, എന്നിട്ട് ആക്ടിനെ ഇങ്ങനെ പുഷ് ചെയ്യും, റൈറ്റ്? ആക്ടിനെ ഇങ്ങനെ പുഷ് ചെയ്യും. പക്ഷെ ഇവിടെ മയോസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അതിലൊരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല. ATP is used. Calcium ions are present. Okay, actin filaments shorten. ആക്ടിൻ ഫിലമെന്റ്സ് ഷോർട്ടൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ റോങ് ആണ്. മയോസിൻ ഫിലമെന്റ്സ് ലെങ്ത് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് എ ബാൻഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അനന്യ ഡി കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ,
So here you have a diagram. Identify the given below diagram. ഇവിടെ ഒരു diagram തന്നിട്ടുണ്ട് and select the correct option. ആദ്യം ഇവിടെ എന്തിനാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ത്രോട്ട് പോർഷൻ ആണ് കാണിച്ചിരിക്കുന്നത്, ബാക്ക് സൈഡ് ആണ് കാണിച്ചിരിക്കുന്നത്, ആൻഡ് ഇവിടെ 4 ബട്ടൺ പോലെ കാണിച്ചിരിക്കുന്ന ഗ്ലാൻഡ് ഏതാണ്, അത് നമ്മൾ എക്സ് എന്ന ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ഗ്ലാൻഡ് ആക്ച്വലി. അപ്പം മിസ്സേ സിദ്ധാർത്ഥിനൊരു ഹായ് കൊടുക്കുമോ? ഹായ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ആരാണ്? സിദ്ധാർത്ഥ് ഹായ്. എനിവേ സിദ്ധാർത്ഥ് ഹായ് ട്ടോ. ഓക്കെ, സോ പറയുന്നു എക്സ് എന്ന് പറയുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. സെക്രീറ്റ് പെപ്റ്റൈഡ് ഹോർമോൺ കോൾഡ് ടെട്രാഐഡോതൈറോണിൻ. ടെട്രാഐഡോതൈറോണിൻ എന്ന് പറയുമ്പോഴത്തേക്ക് T4 ആണ് അല്ലെ, T4. ഓക്കെ, ഇനി പറയുന്നു എക്സ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അവിടെ തൈറോക്സിനെ ആണ് റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നു എക്സ് എന്ന് പറയുന്നത് അഗെയിൻ പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ആണ്. അവിടെ ഡിക്രീസ് ദ കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് എന്ന് വെച്ചാൽ പാരാത് ഹോർമോണിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഡിക്രീസ് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് പറയുന്നു എക്സ് എന്ന് പറയുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. സെക്രീറ്റ് ഹോർമോൺ വിച്ച് ഇൻക്രീസസ് കാൽഷ്യം അബ്സോർപ്ഷൻ ഫ്രം ദ ഡൈജസ്റ്റഡ് ഫുഡ്. കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ആയിരിക്കുന്നു, ആ ഡൈജസ്റ്റഡ് ഫുഡിന് കാൽഷ്യം അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ, അൾട്ടിമേറ്റ്ലി അവിടെ എന്താണ് റിസൾട്ടൻസ് ആയിട്ട് നമുക്ക് അവിടെ സംഭവിക്കുന്നത്? റിസൾട്ട് ആയിട്ട് അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ കാൽഷ്യം അബ്സോർപ്ഷൻ ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കാൽഷ്യം ലെവൽ വിൽ ഇൻക്രീസ്, റൈറ്റ്? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഗ്ലാൻഡ് ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ട്രൈ ടു അറ്റൻഡ്. ഒന്ന് ആൻസർ ചെയ്യൂ. ഒന്ന് ആൻസർ ചെയ്യൂ ട്ടോ, ഒന്ന് ആൻസർ ചെയ്യൂ. ഒന്ന് ആൻസർ ചെയ്യാമോ? Ha, yes, Shweta is telling the answer is option D. Then Arya D. Next. Arya D, Shweta D, Taneshwar D, Navya D. So all of you is telling the answer is D. Yes, right ആണ്. ഒരുപാട് ആൻസേഴ്സ്, എല്ലാ ആൻസറും ഓപ്ഷൻ ഡി പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് എന്ന് പറയുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്, പാരാത് ഹോർമോണിനെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് റോങ് ആക്കാം. ആൻഡ് പാരാത് ഹോർമോൺ ഒരിക്കലും T4 അല്ല റിലീസ് ചെയ്യുന്നത്, സോ അതും റോങ് ആണ്. ഇനിയിപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ സി പറയുന്നു പാരാത് ഹോർമോണിന്റെ ജോലി എന്ന് പറയുന്നത് ഡിക്രീസ് ദ കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്, ആൻഡ് ഇൻഡയറക്ട്ലി ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസ് ചെയ്യും എന്നതാണ്. സോ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ഡി. ഫൈൻ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു. ഫസ്റ്റ് യു ക്യാൻ റീഡ് ദ അസേർഷൻ ആൻഡ് റീസൺ. ആഫ്റ്റർ ദാറ്റ് റീസൺ വായിച്ചുകൊണ്ട് റീസൺ ഇതായതുകൊണ്ട് ഇങ്ങനെയാണ് അസേർഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നൊന്ന് കൺക്ലൂഡ് ചെയ്ത് നിങ്ങൾ തന്നെ ആലോചിക്കണം. സോ ജസ്റ്റ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. അസേർഷൻ പറയുന്നു ഫോസിൽസ് പ്രൊവൈഡ് എവിഡൻസ് ഫോർ എവല്യൂഷണറി ട്രാൻസിഷൻസ്. ഫോസിൽ എവിഡൻസ് എന്ന് പറയുന്നത് എവല്യൂഷണറി ട്രാൻസിഷൻസിന്റെ ഒരു സോഴ്സ് ആണ്. റീസൺ പറയുന്നു ദേ ഷോ മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് അമംഗ് അൺറിലേറ്റഡ് സ്പീഷീസ് ഓൺലി. റിലേറ്റഡ് അല്ലാത്ത അൺറിലേറ്റഡ് സ്പീഷീസിന്റെ ഇടയിലുള്ള സിമിലാരിറ്റീസ്, മോർഫോളജിക്കൽ സിമിലാരിറ്റീസിനാണ് ഫോസിൽ കാണിക്കുന്നത്. ഓക്കെ, ആൻസർ നോക്കിക്കോളൂ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. നവ്യ, ഫോസിൽ പ്രൊവൈഡ് എവിഡൻസ് ഫോർ എവല്യൂഷണറി ട്രാൻസിഷൻസ്. എവല്യൂഷണറി ട്രാൻസിഷൻസിന്റെ എവിഡൻസ് ഫോസിൽ തരുന്നുണ്ടോ? നമ്മൾ ഫോസിൽ എവിഡൻസ് നോക്കുകയാണെങ്കിൽ സെഡിമെന്ററി റോക്സിന്റെ ഇടയിലുള്ള ഫോസിൽസിന്റെ പാറ്റേൺ, ഓരോ സ്ട്രാറ്റയിലുള്ള ഫോസിൽ എവിഡൻസ് നോക്കുകയാണെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഓരോ ഓർഗാനിസം ഫോം ചെയ്തത്, ഓരോ ഓർഗാനിസം എവിടെ വെച്ച് എക്സ്റ്റിങ്ക്ട് ആയി, അല്ലെങ്കിൽ എവിടെ തൊട്ടാണ് ഒരു ജീവിയുടെ ഫോസിൽ കാണാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ അവർ എവിടെ വെച്ചിട്ടാണ് ആ ഒരു ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കുറെ ഇൻഡിക്കേഷൻസ് നമുക്ക് കിട്ടൂല്ലേ. സോ ജസ്റ്റ് തിങ്ക്. സോറി. Aesthetic Suresh, Shweta, Taneshwar, D. Yes, D ആണ് ആൻസർ. കാരണം എന്താ? ഫോസിൽസ് എവല്യൂഷണറി ട്രാൻസിഷൻസിന്റെ എവിഡൻസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഓരോ സ്ട്രാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓരോ ലെയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ജീവിയുടെയും ഫോസിലെ എവിടെ തൊട്ടാണ് കാണാൻ തുടങ്ങിയത്,
അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജീവിയുടെ ഫോസിൽ എവിടെ വെച്ചിട്ടാണ് കാണുന്നത് സ്റ്റോപ്പ് ചെയ്തത് എന്ന് വെച്ചാൽ അവിടെ എവല്യൂഷണറി ട്രാൻസിഷൻസ് ആണ് ഇൻഡിക്കേറ്റ് ആവുന്നത്. സോ ദാറ്റ് ഇസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് മാത്രമൊന്നുമല്ല ഫോസിൽ കാണിക്കുന്നത്, അൺറിലേറ്റഡ് സ്പീഷീസിന്റെ ഇടയിലുള്ള മോർഫോളജിക്കൽ സിമിലാരിറ്റീസ്. ഇറ്റ്സ് റോങ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, എ ഇസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫോൾസ്. ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. So here we have the next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Which of the following statements are correct? ഈ താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മൈലിൻ ഷീത്ത് ഇൻക്രീസസ് സ്പീഡ് ഓഫ് കണ്ടക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ന്യൂറോണിന്റെ കേസിൽ. ഓക്കെ, നിങ്ങൾക്ക് ന്യൂറോൺ എങ്ങനെ അറിയാം അല്ലെ? ഞാൻ ജസ്റ്റ് ചുമ്മാ വരച്ചെന്നേ ഉള്ളൂ. അപ്പം ന്യൂറോൺസിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിയർ വി ഹാവ് myelin sheath formed of Schwann cells, right? Yes. അപ്പൊ myelin sheath increases speed of conduction. ഈ പറഞ്ഞ myelin sheath കണ്ടക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. നോഡ്സ് ഓഫ് റാൻവിയർ ഫെസിലിറ്റേറ്റ് സോൾട്ടേറ്ററി കണ്ടക്ഷൻ. ഈ ഒരു ഇടയിലുള്ള നോഡ്സ് എന്ന് പറയുന്നത് സോൾട്ടേറ്ററി കണ്ടക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇമ്പൾസ് ട്രാൻസ്മിഷൻ കെമിക്കൽ സൈനാപ്സിസ് ബൈ ഡയറക്ഷണൽ. രണ്ട് ഡയറക്ഷനിലും ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ് അറ്റ് സൈനാപ്റ്റിക് ക്ലെഫ്റ്റ്. സൈനാപ്റ്റിക് ക്ലെഫ്റ്റിന്റെ അവിടെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഷാറു ആൻസർ പറയുന്നുണ്ട്. ഹി ഈസ് ടെല്ലിംഗ് ഇറ്റ് ആസ് ആൻസർ ബി ആൻഡ് ഈസ്തെറ്റിക് ഈസ് ടെല്ലിംഗ് ഇറ്റ് ആസ് ആൻസർ എ. ഒന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്ത, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നത്. നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്ത്. ബിയും ഡിയും സിയും ഒക്കെ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യാമോ? പ്ലീസ് റിപ്ലൈ. ഐ മീൻ പ്ലീസ് ഡ്രോപ്പ് യുവർ കമന്റ്സ്. നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ ഫാസ്റ്റ്. പെട്ടെന്ന് പറയൂ. ബി പറഞ്ഞിരിക്കുന്നു. വേറെ ആൻസേഴ്സ് ഇല്ല. ഷാറു മാത്രമേ ആൻസർ പറയുന്നുള്ളൂ. എടാ സീരിയസ് ആയിട്ട് എടുക്കൂ, നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ നീറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഫൈൻ, അറ്റൻഡ് ചെയ്യൂ. കറക്റ്റ് ആണെങ്കിലും തെറ്റാണെങ്കിലും ഡോണ്ട് വറി, നിങ്ങൾ അതൊന്ന് അറ്റൻഡ് ചെയ്യൂ കേട്ടോ. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, വി കൻ കറക്റ്റ് ദാറ്റ്. എന്തുകൊണ്ടാണ് തെറ്റിച്ചു കഴിഞ്ഞാലാണല്ലോ എന്തുകൊണ്ടാണ് തെറ്റിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യൂ. ഒന്ന് ആൻസർ ചെയ്യൂ. എ ഷംന ഫാത്തിമ, എ. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ നോക്കാൻ പോവാണേ. എന്താണെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ല. എടാ ധൈര്യമായിട്ട് തെറ്റിക്കോട്ടെ, ഡോണ്ട് വറി, നോ പ്രോബ്ലം, ജസ്റ്റ് ട്രൈ ടു അറ്റൻഡ്. ആ ആൻസർ അവിടെ ഡ്രോപ്പ് ചെയ്യൂ. ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? തെറ്റിക്കോട്ടെ, ധൈര്യമായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ഒരു ആൻസർ അങ്ങ് അവിടെ ഡ്രോപ്പ് ചെയ്യുക. യെസ്, ശുഭം. ഹായ് ശുഭം. ഫൈൻ. ശുഭം വന്ന പാടെ ഈ ആൻസർ അങ്ങ് ചെയ്തു നോക്കൂ. ആര്യ എ. ഓക്കെ, ഞാൻ നോക്കട്ടെ. myelin sheath increases speed of conduction. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന myelin sheath സ്പീഡ് ഓഫ് കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യും. കറക്റ്റ് ആണ്. നോട്ട്സ് ഓഫ് റാൻവിയർ ഫെസിലിറ്റേറ്റ് സോൾട്ടേറ്ററി കണ്ടക്ഷൻ. സോൾട്ടേറ്ററി കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇപ്പുറത്തേക്ക് ഈ ഒരു സ്പേസ് ഫുൾ ഇങ്ങനെ പോകാണ്ട് ജമ്പ് ചെയ്തിട്ട് കണ്ടക്ഷൻ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെ ജമ്പ് ചെയ്ത് സ്പീഡിൽ കണ്ടക്ഷൻ നടത്തുന്ന ഒരു പരിപാടി. ആക്ച്വലി നമ്മളുടെ നോട്ട്സ് ഓഫ് റാൻവിയർ ഈ പറഞ്ഞ സോൾട്ടേറ്ററി കണ്ടക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പൾസ് ട്രാൻസ്മിഷൻ കെമിക്കൽ സൈനാപ്സിസ് ബൈ ഡയറക്ഷണൽ. എന്തൊരു മണ്ടത്തരമാണല്ലേ. നമുക്കറിയാം സൈനാപ്സ് ട്രാൻസ്മിഷൻ ഏത് ഡയറക്ഷനിൽ മാത്രമേ നടക്കുള്ളൂ? ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഈ ഡയറക്ഷനിലേ നടക്കുള്ളൂ. അല്ലാതെ തിരിച്ചിങ്ങനെ നടക്കുമോ? ഇല്ല, ഇറ്റ്സ് റോങ്. ഒറ്റ ഡയറക്ഷനിലേ നടക്കുള്ളൂ. യൂണി ഡയറക്ഷണൽ ആണ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേപോലെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുമോ? നോ, ദിസ് ഇസ് റോങ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ് അറ്റ് സൈനാപ്റ്റിക് ക്ലെഫ്റ്റ്. യെസ്, ഈ സൈനാപ്റ്റിക് നോബിന്ന് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവിടെയുള്ള സൈനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അതും കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് എ, ബി ആൻഡ് ഡി. ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ഫൈൻ. യെസ്, എ ആണ്. വെരി ഗുഡ് ശുഭ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓക്കെ, joint diastole is the longest phase.
Atrial systole contributes maximum ventricular filling. AV valves close at beginning of ventricular systole. Semilunar valves close at beginning of ventricular systole. Okay. Body fluids and circulation relate ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്, റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജോയിന്റ് ഡയസ്റ്റോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ജോയിന്റ് ആയിട്ടുള്ള റിലാക്സേഷൻ, അത് ഏട്രിയം കൺട്രാക്ട് ചെയ്തു, ഏട്രിയം റിലാക്സ് ചെയ്തു, അതിനുശേഷം വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്തു, വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്തു. ഈ സമയത്ത് ഏട്രിയം ഓൾറെഡി റിലാക്സ് ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ടുഗദർലി അവർ റിലാക്സ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് ജോയിന്റ് ഡയസ്റ്റോൾ. അതാണ് ലോങ്സ്റ്റ് ഫേസ് ഇൻ contraction of the heart എന്ന് പറയുന്നു. ഇനി അടുത്തത് atrial systole contributes maximum ventricular filling. രണ്ട് ഏട്രിയം രണ്ട് വെൻട്രിക്കിൾ, റൈറ്റ്? ഈ ഒരു ഏട്രിയത്തിന്റെ സിസ്റ്റോൾ നടക്കുമ്പോൾ ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് വെൻട്രിക്കിള് മാക്സിമം ഫില്ലിംഗ് നടത്തുക എന്നതാണ് പറയുന്നത്. AV walls close at beginning of ventricular systole. ഈ വെൻട്രിക്കുലർ സിസ്റ്റോൾ, വെൻട്രിക്കിൾസിന്റെ കൺട്രാക്ഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗിലായിട്ട് ഇവിടെയുള്ള AV വാൾവുകൾ, ഏട്രിയോ വെൻട്രിക്കുലർ വാൾവുകൾ ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്നു. സെമിലൂണാർ വാൾസ് ക്ലോസ് അറ്റ് ബിഗിനിങ് ഓഫ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. ഈ വെൻട്രിക്കിൾസിന്റെ കൺട്രാക്ഷന്റെ സമയത്തിൽ തന്നെ ഇവിടെയുള്ള സെമിലൂണാർ വാൾസും ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്നു, വിച്ച് ഇസ് ദ ആൻസർ. ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത്ര ഈസി ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. സോ ദിസ് വിൽ ഹെൽപ്പ് യു ആക്ച്വലി. നിങ്ങൾക്ക് നല്ലൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു പ്രാക്ടീസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട്, ഒരു ഈസി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ അത് മനസ്സിലാക്കുക, ഇത് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ശുഭം ഹായ്. ഓക്കെ, ഷാറുഡി നോക്കണേ. ഏട്രിയൽ സിസ്റ്റോൾ ഇസ് ദ ലോങ്സ്റ്റ് ഫേസ്. കറക്റ്റ് ആണ്. ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ഫേസ് ആണ്. നമ്മുടെ ടോട്ടൽ ഒരു കൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്ന 0.8 സെക്കൻഡ്സ് ആണ് അല്ലെ? അതിൽ തന്നെ നമ്മളുടെ ജോയിന്റ് സിസ്റ്റോൾ എന്ന് പറയുന്നത് 0.4 സെക്കൻഡ് വരും. ബാക്കി 0.4 ആണ് രണ്ട് കൺട്രാക്ഷനും കൂടി ഉള്ളത്. 0.1 ഫോർ ഏട്രിയൽ സിസ്റ്റോൾ ആൻഡ് 0.3 ഫോർ വെൻട്രിക്കുലർ സിസ്റ്റോൾ. അതില് ജോയിന്റ് ഡയസ്റ്റോൾ ആണ് ഏറ്റവും കൂടുതൽ 0.4 എടുക്കുന്ന 0.4 സെക്കൻഡ് എടുക്കുന്ന ലോങ്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഏട്രിയൽ സിസ്റ്റോൾ കോൺട്രിബ്യൂട്ട്സ് മാക്സിമം വെൻട്രിക്കുലർ ഫില്ലിംഗ്. തെറ്റാണ്. ഏറ്റവും ആദ്യം ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്ത് തന്നെ, അതായത് ഡയസ്റ്റോൾ ഇരിക്കുന്ന സമയത്ത് തന്നെ 70% ഓഫ് ദ ഫില്ലിങ്ങും വെൻട്രിക്കിൾസിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെയുള്ള വാൽവുകൾ ഓപ്പൺ ആണ്, AV വാൽവുകൾ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ 70% ഓഫ് ദ ബ്ലഡും ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്ത് തന്നെ നമ്മുടെ വെൻട്രിക്കിൾസിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം ഏട്രിയത്തിന്റെ സിസ്റ്റോളിന്റെ സമയത്ത് ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ റിമൈനിങ് ഓൾമോസ്റ്റ് ഒരു 30% മാത്രമാണ് സിസ്റ്റോളിന്റെ സമയത്ത് ഫിൽ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി wrong. AV walls close at beginning of ventricular systole. കറക്റ്റ് ആണ്. ഇവിടുന്ന് ബ്ലഡ് ഇവിടെ എത്തി, അടുത്തത് വെൻട്രിക്കുലർ സിസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ AV വാൾവുകൾ ക്ലോസ് ചെയ്യും. കാരണം എന്താ? ടു അവോയ്ഡ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. ബ്ലഡ് പിന്നെ തിരിച്ച് ബാക്കിലേക്ക് പോകാൻ പാടില്ല, ഫ്ലോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ബിഗിനിങ്ങിൽ തന്നെ എന്താണ്? AV വാൾവുകൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് സെമിലൂണാർ വാൾസ് ക്ലോസ് അറ്റ് ബിഗിനിങ് ഓഫ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. ഓക്കെ, അപ്പൊ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ വെൻട്രിക്കിൾസിന്റെ കൺട്രാക്ഷൻ ആണ് അല്ലെ? അപ്പൊ അതിനു മുൻപായിട്ട് സെമിലൂണാർ വാൾവുകൾ ക്ലോസ് ആവുന്നു. ഇവിടെയുള്ള സെമിലൂണാർ വാൾവുകൾ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ കൺട്രാക്ഷന്റെ സമയത്ത് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വെസലിലേക്ക് ഫ്ലോ ചെയ്യോ? ഇല്ല. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് എന്താ? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോറി, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ? എയും സിയും ആണല്ലേ വരേണ്ടത്. എയും സിയും വരുന്ന ഓപ്ഷൻ സി ആണ്. ഹായ് ചിന്നു, ഹലോ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഷാറു, ചിന്നു, ഷംന, ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പൊ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. A person exposed to prolonged darkness shows increased secretion of melatonin, which primarily affects. എന്താണ്? ഒരുപാട് സമയം പ്രൊലോങ്ഡ് ഡാർക്ക്നെസ്സുമായിട്ട് ഇരുട്ടുമായിട്ട് ഒരു പേഴ്സൺ എക്സ്പോസ്ഡ് ആയി, അപ്പം സെക്രീഷൻ ഓഫ് മെലാറ്റോണിൻ ഇൻക്രീസ് ആയി. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? അതായത് ഒരു ഇരുട്ടാകുമ്പോഴേക്കും, ഈവനിങ് ഒരു രാത്രി ആകുമ്പോഴേക്കും മെലാറ്റോണിൻ കൂടി വരും. മോർണിംഗ് പകലാവുമ്പോൾ വെളിച്ചം വരുമ്പോഴത്തേക്കും ആ മെലാറ്റോണിന്റെ അളവ് കുറയുകയാണല്ലേ ചെയ്യുന്നത്. ഇത് എന്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ, calcium metabolism, reproductive hormone secretion, biological rhythms and sleep wake cycle. Okay,
Okay. Padmanabh. Hello, Padmanabh. Hi. Shifa. Yes, Miss Seno. Sharu, yes എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? Okay. ആര്യ, സുരേഷ്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ആൻസർ തന്നു അല്ലെ? കറക്റ്റ് ആൻസർ ആണ് നമ്മളുടെ മെലറ്റോണിൻ വിച്ച് ഇസ് റിലീസ്ഡ് ഫ്രം ദി പീരിയൽ ഗ്ലാൻഡ്. ഇതെന്താണ്? നമ്മളുടെ ഡേ നൈറ്റ് സൈക്കിൾ, ഡയൂർണൽ ആ ഒരു സംഭവമാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സ്ലീപ്പ് വേക്ക് സൈക്കിൾ, ബയോളജിക്കൽ ഋതമാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ചോദ്യമേ, which feature is correctly matched with the phylum Aschelminthus? Okay, question from Animal Kingdom. ഇതിലെ Aschelminthusമായിട്ട് മാച്ച് ആയിരിക്കുന്ന ഫീച്ചർ ഏതാണ്? Pseudoxylom and complete digestive system, segmentation and metamerism, radial symmetry and diploblastic organization, true coelom and closed circulation. What is your name? Hi Padmanabh, my name is Blessy Maria Biju. Okay, my name is Blessy Maria Biju. B-L-E-S-S-Y, Blessy. Okay. Blessy എന്നാണ് പേര്. Okay, blessed enough to take use zoology portions. D. ഷിഫ് ആൻസർ ഡി പറയുന്നു. ഒന്നുകൂടെ നോക്കണേ. Aschelminthus ട്രൂ സീലോം ആണോ എന്നത് ഒന്ന് എൻഷുർ ചെയ്യണേ. ഒന്നെടുത്ത് നോക്കിക്കേ, ഒന്ന് ബുക്ക് എടുത്ത് നോക്കിക്കേ. ഐ വിൽ നോട്ട് ബി ആൻസറിങ് യു ദിസ് ക്വസ്റ്റ്യൻ. ഞാനിത് ആൻസർ ചെയ്യില്ല. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഫോർ യു. ദിസ് ഇസ് ആക്ച്വലി എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഫോർ യു. അപ്പൊ ഇതിന് ശേഷം നമ്മുടെ ലൈവ് കാണുന്ന കുട്ടികളെല്ലാം എന്ത് ചെയ്യാ? ഇതിന് ശേഷം ലൈവ് കാണുന്ന കുട്ടികളെല്ലാം ഓക്കെ, നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ യെസ് പറഞ്ഞതാണ്. ഓക്കെ, യെസ്, നിങ്ങൾ ആൻസേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിവേ നിങ്ങൾ എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, മിക്കവാറും റെഫർ ചെയ്തിട്ടുണ്ടാവും. എനിവേ യെസ് യെസ്, ഓൾ ഓഫ് യു ആർ ടെല്ലിംഗ് ദ ആൻസർ ഞാൻ കാണുന്നുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ്. ഇറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ? അത് ശരി, ഇപ്പൊ ആൻസർ ഞാൻ ഹോംവർക്ക് തരാന്ന് പറഞ്ഞപ്പോ കംപ്ലീറ്റ്ലി സ്പാം ചെയ്യാണ് അല്ലെ? ഓക്കെ, അപ്പൊ എനിവേ നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ശേഷം നമ്മുടെ ലൈവ് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഈ ആൻസർ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ വെച്ചത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ ദിസ് ഇസ് എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ പോലും. കാരണം ഡയറക്റ്റ്ലി ടെക്സ്റ്റ് എടുത്തിട്ട് തുറന്നു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഫൈൻ. അപ്പൊ അടുത്ത ചോദ്യം കഴിഞ്ഞു കേട്ടോ. പത്മനാഭ്, ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി. ഡോണ്ട് സ്പാം, ഇനഫ്, ഡോണ്ട് മേക്ക് ഫൺ. ഫൈൻ. അപ്പൊ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? ഇൻകറക്റ്റ് മാച്ച്. ഇവിടെ 4 ഓപ്ഷൻസ് ഓരോന്ന് മാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഇൻകറക്റ്റ് മാച്ച് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സെഫാലോകോഡേറ്റ, നോട്ടോകോഡ് എക്സ്റ്റൻഷൻ ത്രൂ ഔട്ട് ലൈഫ്, കംപ്ലീറ്റ് ലൈഫിൽ നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരിക്കുന്നു. വെർട്ടിബ്രേറ്റ, നോട്ടോകോഡ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. ഓക്കെ, യൂറോകോഡേറ്റ, നോട്ടോകോഡ് പ്രസന്റ് ഓൺലി ഇൻ ലാവൽ ടെയിൽ. ഹെമികോഡേറ്റ, നോട്ടോകോഡ് പ്രസന്റ് ഇൻ അഡൽട്ട് സ്റ്റേജ്. ഓക്കെ, ലേറ്റർ പോള് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. കാരണം ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. നിങ്ങൾ അധികം പാർട്ടിസിപ്പൻസ് ഇല്ല. കുറെ പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിലാണ് പോള് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുള്ളൂ. കുറച്ച് പേരെ വെച്ചിട്ട് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി. ഓക്കെ, യെസ് പത്മനാഭ്, ബാക്കിയുള്ളവരെ ആൻസർ ചെയ്യാൻ അനുവദിക്കൂ. ബാക്കിയുള്ളവർക്ക് കൂടെ നീതി കൊടുക്കൂ. ഓക്കെ, ഞാൻ പത്മനാഭന്റെ ആൻസേഴ്സ് കാണുന്നുണ്ട്. ബാക്കിയുള്ളവര് ജസ്റ്റ് കമന്റ് ചെയ്യൂ. ബാക്കിയുള്ളവര് ഷാറുവിന്റെ ആൻസർ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ കണ്ടു. പത്മനാഭ്, മോനാണോ മോളാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്റെ ആൻസർ കണ്ടു. അപ്പൊ നോക്കൂ, അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? ഇത് ശരിയായിട്ടല്ലാതെ മാച്ച് ചെയ്തിരിക്കുന്നത്. ഷംന, യെസ്. സെഫാലോകോഡേറ്റ ത്രൂ ഔട്ട് ദ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. വെർട്ടിബ്രേറ്റ എന്ന് പറഞ്ഞാൽ നോട്ടോകോഡ് വെർട്ടിബ്രൽ കോളം വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് വെർട്ടിബ്രേറ്റ എന്ന പേര് വന്നിരിക്കുന്നത്. യൂറോകോഡേറ്റ, യൂറോ എന്ന് പറഞ്ഞാൽ ടെയിലാണ്. നോട്ടോകോഡ് പ്രസന്റ് ഓൺലി ലാവൽ ടെയിൽ, കറക്റ്റ് ആണ്. ഹെമികോഡേറ്റ, നോട്ടോകോഡ് പ്രസന്റ് ഇൻ അഡൽട്ട് സ്റ്റേജ്. നോട്ടോകോഡ് ഒന്നും ഇല്ല ഹെമികോഡേറ്റയ്ക്ക്. ദേ ആർ നോട്ട് ബിലോങ്ങിങ് ടു ദ ഗ്രൂപ്പ് ഓഫ് കോഡേറ്റ്സ്. അവർ കോഡേറ്റ്സിലല്ല, നോൺ കോഡേറ്റ്സിലാണ് പെടുന്നത്. സോ ദ ആൻസർ ഇസ് റോങ് ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻ. അപ്പൊ അടുത്ത ചോദ്യമേ,
A couple opts for a method where semen is artificially introduced into female reproductive tract without coitus. This technique is അതായത് ഒരു കോയിറ്റസ് ഇല്ലാണ്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ഇല്ലാണ്ട് എന്താ ഇവിടെ സംഭവിച്ചത്? കപ്പിള് സെമൻ ഡയറക്റ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ട് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓഫ് ദ ഫീമെയിലേക്ക് ഇൻജക്ട് ചെയ്തു. ഓക്കെ, ഈ ടെക്നിക്കിന് ARTയിലെ ഏത് ടെക്നിക്കാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ? ഈസ് ദാറ്റ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ? ഈസ് ദാറ്റ് സിഫ്റ്റ്, ദാറ്റ് ഇസ് സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ? ഓർ ഈസ് ദാറ്റ് ഗിഫ്റ്റ്, ഗമീറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ? ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? എ പറയുന്നുണ്ട്. യെസ്, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. അവിടെ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ആയിരിക്കും മേ ബി അല്ലെങ്കിൽ മോസ്റ്റ്ലി ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ ദാറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഓക്കെ 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 പത്മനാഭ്. അപ്പൊ അടുത്ത ചോദ്യമേ, which structure in Rana tigrina is responsible for producing sound in males? Okay, sexual dimorphism in frog ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മെയിൽസിന് സൗണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇതിൽ ഏത് സ്ട്രക്ചർ ആണ് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത്? ലാരിങ്സ് ആക്ടിംഗ് as sound receptor, vocal sacs connected by buccal cavity, tympanum vibrating externally, tongue movement. Hi. എന്റെ കഫ് നിങ്ങളെ ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. ബി, യെസ്, വോക്കൽ സാക്സ് കണക്റ്റഡ് ടു ബക്കൽ ക്യാവിറ്റി. വോക്കൽ സാക്സ് ആണ് സൗണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ബ്രീഡിംഗ് സീസൺ ആകുമ്പോഴത്തേക്കും അതിങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് പ്ലാസെന്റ? പ്ലാസെന്റ ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇപ്പൊ പ്ലാസെന്റ എന്താണെന്നറിയാം. ഇറ്റ് പ്രൊഡ്യൂസസ് നോ ഹോർമോൺസ്. പ്ലാസെന്റ ഒരു ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് അലൗസ് ഫ്രീ മിക്സിംഗ് ഓഫ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ബ്ലഡ്. ഫീറ്റൽ ബ്ലഡിനെയും മെറ്റേണൽ ബ്ലഡിനെയും ഈസി ആയിട്ട് പരസ്പരം ചുമ്മാ അങ്ങ് മിക്സ് ചെയ്യിപ്പിക്കുന്നു. ഇറ്റ് ഫങ്ഷൻസ് ഓൺലി ആസ് എ ഫിസിക്കൽ ബാരിയർ. അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ ബാരിയർ മാത്രമായിട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ് വിത്തൗട്ട് ഡയറക്റ്റ് മിക്സിംഗ് ഓഫ് ബ്ലഡ്. It facilitates exchange of materials between mother and fetus without direct mixing of blood. അപ്പം നിങ്ങൾക്ക് അറിയാം, പ്രഗ്നൻസിയുടെ സമയത്ത് മദറിന്റെയും ഫീറ്റസിന്റെ ബ്ലഡ് തമ്മിൽ മിക്സ് ആവുന്നുണ്ടോ എന്നതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ പ്ലാസിന്റെ ഇടയിൽ ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് എന്താണ്, ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഈ ഓപ്ഷൻസ് വെച്ചിട്ട് ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. നോ മാം, ഇറ്റ്സ് ഓക്കെ, ബട്ട് ടു സ്പാം പത്മനാഭ് സ്പാം ചെയ്യല്ല. നീ ഒരൊറ്റ തവണ, അല്ലെങ്കിൽ നിനക്ക് ആഗ്രഹമാണെങ്കിൽ ഒരു 2-3 തവണ നീ സെയിം ആൻസർ പറഞ്ഞു. അതിൽ കൂടുതൽ നീ പറയരുത്. ഓക്കെ, ഓക്കെ, യു ആർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ചുമയൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. ഇങ്ങനെ ചുമയുള്ള എത്ര പേഷ്യൻസിനെ കാണാൻ ഇരിക്കുന്നതാണല്ലേ. അപ്പൊ ഈ ചുമച്ചുകൊണ്ട് പഠിക്കുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് നമ്മളുടെ ഷാരു പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഡോക്ടേഴ്സ് ഒക്കെ ആയിക്കണ്ട് ഞാനിങ്ങനെ ചുമച്ചുകൊണ്ട് വരുമ്പോൾ യു വിൽ ഗിവ് മീ മെഡിസിൻസ്, ഐ തിങ്ക്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഏതാണ് വരാ? ഓക്കെ, ഇതിന്റെ ആൻസർ എന്താ പറയുക? ഡിയും ബിയും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇറ്റ് പ്രൊഡ്യൂസസ് നോ ഹോർമോൺസ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം HCG HPL ഒക്കെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാസിന്റെ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് അലൗസ് ഫ്രീ മിക്സിംഗ് ഓഫ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ബ്ലഡ്. മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ബ്ലഡ് ചുമ്മാ അങ്ങ് മിക്സ് ചെയ്യില്ല. ഓക്കെ, വെറുതെ അത് തമ്മിൽ അങ്ങ് ഇപ്പം ഒരു ലേഡി പ്രഗ്നന്റ് ആണെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ ബ്ലഡും അമ്മയുടെ ബ്ലഡും തമ്മിൽ ചുമ്മാ അങ്ങ് മിക്സ് ആവത്തില്ല. So it is wrong option. It functions only as a physical barrier. Just ഒരു barrier മാത്രമായിട്ടല്ല അവർ ആക്ട് ചെയ്യുന്നത്. And it facilitates exchange of materials between mother and fetus without direct mixing of blood. പ്ലാസിന്റയുടെ ജോലി തന്നെ അതാണ്, പരസ്പരം ബ്ലഡ് മിക്സ് ആക്കരുത്. ബ്ലഡ് മിക്സ് ആകുന്നുണ്ടെങ്കിൽ പ്ലാസിന്റയുടെ ഒരു ആവശ്യമില്ലല്ലോ. സോ പ്ലാസിന്റെ എന്നൊരു സ്ട്രക്ചർ ത്രൂ എന്താണ്, വരുന്ന ബ്ലഡിൽ നിന്ന്, അമ്മയുടെ ബ്ലഡിൽ നിന്ന് വസ്തുക്കൾ എടുത്തിട്ട് കുട്ടിയുടെ ബ്ലഡിലേക്ക്, ഫീറ്റസിന്റെ ബ്ലഡിലേക്ക് കൊടുക്കും. ആൻഡ് ദ മിക്സിംഗ് ഓഫ് ബ്ലഡ് ഇസ് നോട്ട് allowed there. Okay, so the answer is D. അപ്പൊ അടുത്ത ചോദ്യം, which of the following statement correctly reflects human evolution? ഇതിൽ ഹ്യൂമൻ എവല്യൂഷൻ റിഫ്ലക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. Neanderthals are direct ancestors of modern humans.
മോഡേൺ ഹ്യൂമൻസ് ഹോമോസാപ്പിയൻസ് നമ്മളുടെ ഡയറക്റ്റ് ആൻസസ്റ്റേഴ്സ് ആണ് നിയാണ്ടർത്തൽ മാൻ എന്ന് പറയുന്നു. എവല്യൂഷൻ സ്റ്റോപ്ഡ് ആഫ്റ്റർ അപ്പിയറൻസ് ഓഫ് ഹോമോസാപ്പിയൻ. ഇവിടെ ഹോമോസാപ്പിയൻ ദ പ്രസന്റ് ഹ്യൂമൻ ബീങ് വന്ന ഓൺ ദ സ്പോട്ടിൽ ഇവിടെ എവല്യൂഷൻ പരിണാമം സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയുന്നു. മോസ്റ്റ് ഹ്യൂമൻസ് ഇവോൾവ് ഫ്രം ആഫ്രിക്കൻ ആൻസസ്റ്റേഴ്സ് വിത്ത് ഗ്രാജുവൽ ചേഞ്ചസ്. ആഫ്രിക്കൻ ആൻസസ്റ്റേഴ്സ് എന്നാണ് എല്ലാ ഹ്യൂമൻസ് മോസ്റ്റ് ഓഫ് ദ മോഡേൺ ഹ്യൂമൻസും ഇവോൾവ് ചെയ്തത് വളരെ ഗ്രാജുവൽ ആയിട്ട് ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട്. ഹ്യൂമൻസ് ഇവോൾവ് ഇൻഡിപെൻഡന്റ്ലി ഇൻ ഡിഫറെന്റ് കോണ്ടിനെന്റ്സ്. നമ്മൾ കംപ്ലീറ്റ് വേൾഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല കോണ്ടിനെന്റ്സിലും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഹ്യൂമൻ എവല്യൂഷൻ നടന്നിരിക്കുന്നത് എന്ന് പറയുന്നു. വിച്ച് ഇസ് റൈറ്റ് ആൻസർ. ഏതാണ് ആൻസർ? ആൻസർ ഏത് വരും? ഹിലാൽ, I was damn sure about what? ഏത് കറക്റ്റ് ആൻസർ എന്നാണ് ഡാം ഷുവർ ആയിട്ടിരിക്കുന്നത്? ഡി ഫോർ. ഓക്കെ, ഡി ഫോർ ഡിയർ മാം. ഓക്കെ, ഒന്നുകൂടെ നോക്കുക കേട്ടോ. ഡാം ഷുവർ ഒക്കെ പറയുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക. A. A. Okay, so let me discuss. Neanderthals are direct ancestors of modern humans. Option തെറ്റാണ് കേട്ടോ. നിങ്ങൾ ആദ്യം ഓസ്ട്രലോപിത്തസിൻസ് വന്നു, പിന്നെ ഹോമോ ഹാബിലിസ് വന്നു, പിന്നെ ഹോമോ ഇറക്ടസ് വന്നു, പിന്നെ നിയാണ്ടർത്തൽ മാൻ വന്നു, പിന്നെ സാപ്പിയൻസ് വന്നു. ആ ഓർഡർ ബേസ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞത്. നമുക്ക് പഠിക്കാനുള്ള ആളുകൾ മാത്രമാണിത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നിയാണ്ടർത്തൽ മാൻ ഡയറക്ട്ലി കുറച്ച് കഴിഞ്ഞപ്പം സാപ്പിയൻസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ നിയാണ്ടർത്തൽ മാനിൽ നിന്ന് സാപ്പിയൻസ് വന്നു. അങ്ങനെയല്ല നമ്മൾ എവല്യൂഷനെ മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഇടയിൽ ഈവൻ നിയാണ്ടർത്തൽ മാൻ തൊട്ട് ഹോമോ സാപ്പിയൻ വരെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരുപാട് ഹ്യൂമൻ സ്പീഷീസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് സ്പീഷീസ് ഓഫ് ഹ്യൂമൻ ഉണ്ട്. ഹോമോജീനസിൽ വരുന്ന ഒരുപാട് സ്പീഷീസ് അതിന്റെ ഇടയിലുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത്ര പേരെ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഓപ്ഷൻ ഇസ് റോങ് കേട്ടോ. എവല്യൂഷൻ സ്റ്റോപ്ഡ് ആഫ്റ്റർ അപ്പിയറൻസ് ഓഫ് ഹോമോസാപ്പിയൻ. എവല്യൂഷൻ അങ്ങനെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹോമോസാപ്പിയൻസ് ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മോഡേൺ ഹ്യൂമൻസ് ഇവോൾവ് ഫ്രം ആഫ്രിക്കൻ ആൻസെസ്റ്റേഴ്സ് വിത്ത് ഗ്രാജുവൽ ചേഞ്ചസ്. കറക്റ്റ് ആണ്. എന്നുവെച്ചാൽ ഓരോ സ്പീഷീസിലും വളരെ വളരെ ചെറിയ ഗ്രാജുവൽ ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഇസ് എവല്യൂഷൻ അല്ലെ? അങ്ങനെ ഗ്രാജുവൽ ചേഞ്ചസ് ആയിട്ടുള്ള എവല്യൂഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും പുതിയ പുതിയ സ്പീഷീസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഹ്യൂമൻ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്നാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദർ ആർ മെനി ഹൈപ്പോത്തസിസ്, ബട്ട് വൺ ഓഫ് ദ ഹൈപ്പോത്തസിസ് ഇസ് ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി. ഓക്കെ, അപ്പം അത് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. ഹ്യൂമൻസ് ഇവോൾവ് ഇൻഡിപെൻഡന്റ്ലി ഇൻ ഡിഫറെന്റ് കോണ്ടിനെന്റ്സ്. അത് വർക്ക് ആവില്ല. എന്ന് വെച്ചാൽ ഓരോരോ ഡിഫറെന്റ് കോണ്ടിനെന്റ് എല്ലായിടത്തും സെപ്പറേറ്റ് ആയിട്ട് ഹ്യൂമൻ എവല്യൂഷൻ നടന്നു. ഓരോരുത്തും പല രീതിയിൽ ഹ്യൂമൻസ് ഉണ്ടായി എന്നത് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നതല്ല. സോ ദിസ് ഇസ് റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഫൈൻ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡി അല്ലേ? ഓക്കെ ട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ദ പ്രസൻസ് ഓഫ് ഫ്ലെയിം സെൽസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലെയിം സെൽസ്. ഫ്ലെയിം സെൽസ് എവിടെയാണ് ഒരു കൈൻഡ് ഓഫ് ഓർഗൻ ആയിട്ട്, ഏതോ ഒരു ലൈഫ് പ്രോസസ്സിന്റെ ഒരു പെർട്ടിക്കുലർ ഓർഗൻ ആണ്, ഏതോ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിൽ. സോ ഫ്ലെയിം സെല് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നു? ഡൈജഷൻ ഇൻ മൊലസ്ക, respiration in arthropoda, circulation in annelida, excretion and osmoregulation in platyhelminthes. Okay. എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നു? എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നു എന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ആയിക്കോട്ടെ ഹിലാൽ, താങ്ക്സ് ഫോർ യുവർ കമന്റ്സ്. താങ്ക്സ് ടോ.
Let me have some water. Yes. Yeah, flame cells. Answer പറയുന്നുണ്ട്. Platyhelminthes D. Late ആയി. Okay. Gorgeous girl. എനിക്കും ഫീവർ ആണ്. Don't worry. Okay, take care. അപ്പൊ കുഴപ്പമില്ല, ലേറ്റ് ആയി, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അത് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ബാക്കി ഇത് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ. യെസ്, ഡൈജഷൻ ഇൻ മൊളസ്ക. പ്ലെയിൻ സെൽസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്ക്രീഷൻ, ഓസ്മോ റെഗുലേഷൻ, പ്ലാറ്റിഹെൽമിന്തസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊന്നും ഉപയോഗിക്കുന്ന അവയവങ്ങളല്ല. സോ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. പ്ലെയിൻ സെൽസ് ഉപയോഗിച്ചാണ് പ്ലാറ്റിഹെൽമിന്തസ് എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ പെർഫോം ചെയ്യുന്നത്. ഫൈൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്ട്ലി മാച്ച്ഡ് റിഗാർഡിംഗ് ഫ്രോഗ്. അഗെയിൻ ഫ്രോഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള മാച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് മാച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ക്യാരീസ് ബ്ലഡ് ഫ്രം ലിവർ ടു ഇൻറ്റസ്റ്റൈൻ. ലിവറിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന പോർട്ടൽ സിസ്റ്റം ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഇൻ കേസ് ഓഫ് ഫ്രോഗ്സ്. ടിംപാനം ഹിയറിംഗ് ഓർഗൻ ആണ്. ക്ലോയിക്ക എന്ന് പറയുന്നത് കോമൺ ചേംബർ ഫോർ ഡൈജസ്റ്റീവ്, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മീസോനെഫ്രിക് കിഡ്നി ആണ് ഫ്രോഗിന് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. ആൻഡ് മീസോനെഫ്രിക് കിഡ്നിനെ അവരെ എക്സ്ക്രീഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഹിലാൽ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് എ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ആൻസർ ചെയ്യണം. കാരണം നമുക്ക് നമ്മളുടെ സ്പീഡ് പ്രിസൈസ് ആയിട്ട് ആൻസർ ചെയ്യണം, അക്യുറേറ്റ് ആയിരിക്കണം. പക്ഷെ ആ ഒരു സ്പീഡ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്യാ. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആൻസർ ഫൈൻഡ് ചെയ്താൽ മാത്രം പോരാ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ ഒരു ബബിള് ചെയ്യാനുള്ള സമയം കൂടെ നിങ്ങൾ മുന്നിൽ കാണണം അല്ലെ. അപ്പൊ പെട്ടെന്ന് ആൻസർ അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഡി പറയുന്നു. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രദ്ധിച്ചു നോക്കുക. ഇത് അശ്രദ്ധ മൂലമാണ് തെറ്റിക്കുന്നത്. നോ, ഡി അല്ല ആൻസർ. ഡി കറക്റ്റാ. കിഡ്നി എക്സ്ക്രീഷന് വേണ്ടിയിട്ടല്ലേ? മീസോനെഫ്രിക് കിഡ്നി ആണ്. ഓക്കെ, നോക്കിക്കേ. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് ഓർഗൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർട്ടൽ സിസ്റ്റം ആണ്. ക്യാരീസ് ബ്ലഡ് ഫ്രം ലിവർ ടു ഇൻറ്റസ്റ്റൈൻ. അല്ല, തല തിരിഞ്ഞു പോയി. ലിവറിന്ന് ഇൻറ്റസ്റ്റൈനിലേക്ക് ബ്ലഡ് പോകുന്നത്. ലിവറിന്ന് ഇൻറ്റസ്റ്റൈനിന്ന് ലിവറിലേക്കാണ് പോകുന്നത്. ഇൻറ്റസ്റ്റൈനിന്ന് ലിവറിലേക്ക് പോകും. ഓക്കെ, എന്നിട്ടാണ് അത് എങ്ങോട്ടേക്ക് പോവുക? ഒരുമിച്ച് ഹാർട്ടിലേക്ക് പോവുക. ഓക്കെ, ഫൈൻ. സോ ഇതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ച് വായിക്കണം. ക്ലിയർ? യെസ്. ഓക്കെ, നമുക്ക് ബ്രേക്ക് എടുക്കാം. അപ്പൊ ഞാൻ റെസ്റ്റ് എടുത്തോളാം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് എടുക്കാം. ഫൈൻ. അപ്പൊ അടുത്ത ചോദ്യമേ മെന്റൽ. ഓക്കെ, മെന്റൽ. അടുത്ത ചോദ്യം, മെന്റൽ സെൽഫ് F2 homozygous dominant plants and analyzed progeny till F1 primarily 2. നോക്ക്, മെന്റൽ എന്ത് ചെയ്തു? F2 homozygous dominant എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി അല്ലെ. F2 കിട്ടിയ ഹോമോസൈഗസ് ഡോമിനന്റിനെ എന്ത് ചെയ്തു? മെന്റൽ സെൽഫ് ചെയ്തുകൊണ്ടിരുന്നു, സെൽഫ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നു. സെൽഫ് ക്രോസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി ക്രോസ് ക്യാപിറ്റൽ ടി ക്രോസ് ക്യാപിറ്റൽ ടി അല്ലെ. എന്നിട്ട് എവിടം വരെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു? F4 വരെ അനലൈസ് ചെയ്തു. ഇത് F2 ആണ്. ഓക്കെ, F3 കിട്ടി കഴിയുമ്പോൾ ഇതിന് എങ്ങനെയൊക്കെ ക്രോസ് ചെയ്താലും ക്യാപിറ്റൽ ടി തന്നെയാണ് കിട്ടുക. ഇനിയിപ്പോ അതിനെ വീണ്ടും സെൽഫ് ചെയ്തു, F4 പ്രൊഡ്യൂസ് ചെയ്തു. അവിടെയും എന്ത് തന്നെയാണ് കിട്ടുക? ക്യാപിറ്റൽ ടി അല്ലെ. എത്ര തവണ ചെയ്താലും ക്യാപിറ്റൽ ടി തന്നെ കിട്ടുക. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തത്? വെരിഫൈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, confirm true breeding nature of dominant plant, check presence or absence of linkage, verify law of segregation. A ഉണ്ട്, B ഉണ്ട്. Okay, expecting more answers. Come on. ഓക്കെ, എയും ബിയും ഒക്കെ പറയുന്നുണ്ട്. നോക്ക്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ഡൈഹൈബ്രിഡ് ക്രോസിലല്ലേ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നമ്മൾ ആലോചിക്കേണ്ടത് തന്നെ ആവശ്യമുള്ളൂ. സോ നമുക്ക് ഇവിടുന്ന് തന്നെ ഒഴിവാക്കാം. അപ്പൊ എ അല്ല കേട്ടോ ആൻസർ. എ അല്ല.
ഇത് ആലോചിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ലോ ഓഫ് സെഗ്രിഗേഷൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോമിനന്റ് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഹെട്രോസൈഗസ് ആണെങ്കിലും ഹോമോസൈഗസ് റെസസീവ് ആണെങ്കിലും അവിടെ ലോ ഓഫ് സെഗ്രിഗേഷൻ ഈക്വലി പാലിക്കപ്പെടും. യൂണിവേഴ്സൽ ലോ ആണ്, ഒരു എക്സെപ്ഷനും ഇല്ല. അപ്പൊ ഇതും തെറ്റാണ്. ചെക്ക് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ലിങ്കേജ്. ലിങ്കേജ് ചെക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരൊറ്റ ജീൻ കൺസിഡർ ചെയ്താൽ പോരെ. 2 പേരാണ് ലിങ്കേജിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ്. അപ്പൊ 2 എണ്ണമെങ്കിലും കൺസിഡർ ചെയ്യണം. അപ്പൊ അതും അല്ല. കൺഫേം ട്രൂ ബ്രീഡിംഗ് നേച്ചർ ഓഫ് ഡോമിനന്റ് പ്ലാന്റ്. ട്രൂ ബ്രീഡിംഗ് ആണ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാ. എന്ന് വെച്ചാല് നോക്ക്, ഹോമോസൈഗസ് ഡോമിനന്റ് പ്ലാന്റ്സിനെ സെൽഫ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മെന്റൽ കാണുമ്പോൾ ഫീനോട്ടിപ്പിക്കലി നോക്കുകയാണെങ്കിൽ അതെന്താണ്, ടോൾ ആണ്. അപ്പം മെന്റലിന് മനസ്സിലായി ഇറ്റ്സ് ഹോമോസൈഗസ് ഡോമിനന്റ്. പക്ഷെ എന്നാലും മെന്റലിന് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ ക്യാപിറ്റൽ ഡി മാത്രമേ കിട്ടുമെങ്കിൽ അവിടെ ഷുവർ ആക്കാം അത് ട്രൂ ബ്രീഡിംഗ് ആണ്, പ്യുവർ ലൈൻ ആണെന്ന് അല്ലെ. അപ്പൊ ഇൻ കേസ് എങ്ങാനും മിസ്റ്റേക്ക് വന്നു പോയതാണെങ്കിലോ, എങ്ങാനും ഹെട്രോസൈഗസ് ഡോമിനന്റ് ആണോ അല്ലയോ എന്നത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, സെൽഫിങ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലിയർ ആണോ? സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിന്റെയും കോൺസെപ്റ്റ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അത് എൻഷുർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നത് ഇപ്പോഴേ മനസ്സിലാക്കുക. കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക കേട്ടോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which situation best supports Darwinian natural selection rather than Lamarckism? നോക്ക്, ലാമാർക്കിസവും ഡാർവിനിയൻ നാച്ചുറൽ സെലക്ഷനും. അപ്പൊ ഇതിലെ ഏത് സിറ്റുവേഷൻ ആണ് ഡാർവിനിയൻ നാച്ചുറൽ സെലക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത് ദാൻ ലാമാർക്കിസം എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അക്വയർഡ് ട്രേറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഓഫ് സ്പ്രിംഗ്, അത് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ലാമാർക്കിസം ഓർ ഡാർവിനിസം. പ്രീ എക്സിസ്റ്റിംഗ് വേരിയേഷൻസ് ബിക്കം അഡ്വാൻറ്റേജസ് അണ്ടർ എൻവയോൺമെന്റ് പ്രഷർ. Continuous use strengthens organ which are inherited. Organisms develop traits in response to need and pass them on. Okay da, ഹിലാൽ, എല്ലാത്തിനും ഹിലാലിന് കിട്ടിയിട്ടുണ്ട്. B for beautiful, C for cute, D for dear. You got എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? എന്ത് പറഞ്ഞാലും ഹിലാലിന്റെ ആൻസേഴ്സ് എല്ലാം റൈറ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യൂ. യെസ്, കറക്റ്റ്. ഓക്കെ, അക്വയർഡ് ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ലാമാർക്കിസം ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് യൂസ്, വീണ്ടും ആ ഓർഗന്റെ ഏതെങ്കിലും കണ്ടിന്യൂസ് യൂസ് സ്ട്രെങ്തൻ ചെയ്യാന്ന് പറയുമ്പോൾ അഗൈൻ ലാമാർക്കിസം ആണ്. ഓർഗാനിസംസ് ഡെവലപ്പ് ട്രേറ്റ്സ് ഇൻ റെസ്പോൺസ് ടു നീഡ് ആൻഡ് പാസ് ദം ഓൺ. ആവശ്യമനുസരിച്ചാണ് ഓർഗാനിസംസ് ട്രേറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് തെറ്റാണ്. പ്രീ എക്സിസ്റ്റിംഗ് വേരിയേഷൻസ്, ഓൾറെഡി വേരിയേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ ഏത് വേരിയേഷൻ ആണോ ആ വേരിയേഷൻ ഉള്ളവർക്ക് അഡ്വാൻറ്റേജസ് ആയി മാറുന്നത്, അതനുസരിച്ച് മുൻപോട്ടേക്ക് എവല്യൂഷൻ ആയിട്ട് മാറും. അതായത് അവരവിടെ സർവൈവ് ചെയ്യും, ആ കോമ്പറ്റീഷനിൽ അവർ വിജയിക്കും, ദേ വിൽ പ്രൊഡ്യൂസ് മോർ. അത് നേച്ചർ സെലക്ട് ചെയ്യുന്നു, ആ രീതിയിലാണ് നാച്ചുറൽ സെലക്ഷൻ നമ്മൾ പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഫൈൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. സോ വി ഹാവ് അസേർഷൻ ആൻഡ് റീസൺ ഹിയർ. അസേർഷൻ പറയുന്നു ജനറ്റിക് കോഡ് ഇസ് നോൺ ആസ് ഡീജനറേറ്റ്. ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണ്. സോറി. റീസൺ പറയുന്നു മൾട്ടിപ്പിൾ കോഡോൺസ് ക്യാൻ എൻകോഡ് ദ സെയിം അമിനോ ആസിഡ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക. റീസൺ ആദ്യം വായിച്ചിട്ട് അസേർഷനിലേക്ക് ഒന്ന് പോയി നോക്കുക. മൾട്ടിപ്പിൾ കോഡോൺസ് ക്യാൻ എൻകോഡ് ദ സെയിം അമിനോ ആസിഡ് എന്ന് വെച്ചാൽ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഒന്നിലധികം കോഡോൺസ് ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ജനറ്റിക് കോഡ് ഇസ് നോൺ ആസ് ഡീജനറേറ്റ്. ഡീജനറസി പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ആൻസർ ചെയ്യൂ. അസേർഷൻ ഇസ് കറക്റ്റ് ബട്ട് റീസൺ ഇസ് ഇൻകറക്റ്റ്. അതെന്താ റീസൺ ഇൻകറക്റ്റ് ആയത്? ഒരു അമിനോ ആസിഡ് ഒറ്റ കോഡോണെ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുള്ളോ? അല്ല, ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഒന്നിലധികം കോഡോണുകൾ ഉണ്ട്. ഓക്കെ, ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുള്ളൂ. പക്ഷെ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഒന്നിലധികം കോഡോണുകൾ ഉണ്ട്. അതിനാണ് നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്.
സോ എന്താണ് assertion reason correct? Okay. അല്ല, ഇത് രണ്ടും കറക്റ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, മൾട്ടിപ്പിൾ കോഡോൺസ് കോഡ് സെയിം അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഒന്നിലധികം അമിനോ ആസിഡുകൾ ഉണ്ട്. അതുകൊണ്ട് ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണ് നമ്മൾ പറയുന്നു അല്ലേ. ഡീജനറസി പ്രോപ്പർട്ടിയുടെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിരിക്കുന്നത്. സോ അസേർഷൻ ആൻഡ് റീസൺ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഗിവൺ അസേർഷൻ. ഫൈൻ. അപ്പൊ എ ആൻസർ ആയിക്കൂടെ? എ ആൻസർ ആയിക്കൂടെ? ഓക്കെ. സോ അടുത്ത ചോദ്യം, മാം പ്ലീസ് ടേക്ക്. ഓക്കെ, താങ്ക് യു ഹിലാൽ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, a muscle tissue shows striations but involuntary control and branched fibers. This combination indicates, അതായത് സ്ട്രയേറ്റഡ് ആയിട്ടുള്ള മസിൽ ടിഷ്യൂ ആണ്, പക്ഷെ ഇൻവോളണ്ടറി കൺട്രോൾ ആണ്, വോളണ്ടറി അല്ല. ഇൻവോളണ്ടറി കൺട്രോൾ ആൻഡ് ബ്രാഞ്ച്ഡ് ഫൈബേഴ്സ്, ഈ കോമ്പിനേഷൻ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? നമുക്ക് സ്ട്രയേറ്റഡ് ആയിട്ട് നമ്മുടെ സ്കെലിറ്റൽ മസിൽ ആണെങ്കിൽ അവരെന്തല്ല, ഇൻവോളണ്ടറി അല്ല, അവർ വോളണ്ടറിയാ. പക്ഷെ ഇവിടെ സ്ട്രയേറ്റഡ് ആണ്, പക്ഷെ ഇൻവോളണ്ടറി ആണ്. അപ്പൊ ഇത് ആരായിരിക്കും? അപ്പോൾ ഇത് ആരായിരിക്കും? ഓർമ്മിക്കാൻ ഈസി ട്രിക്ക് പറയുമോ മിസ്? ഏത് ഓർമ്മിക്കാനാണ്? നമ്മള് മെമ്മറി ബേസ് ചെയ്തിട്ടുള്ള കാര്യമൊന്നും ഈ അടുത്ത് ഡിസ്കസ് ചെയ്തില്ലല്ലോ. ഓക്കെ, എല്ലാം കോൺസെപ്റ്റ്സ് അല്ലേ പറഞ്ഞത്. മെമ്മറി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ കോഡ് പറയാറുണ്ട് കുറച്ചൊക്കെ. ഓക്കെ, കാർഡിയാക്, യെസ്. കണക്റ്റീവ് ടിഷ്യൂ അല്ല, മസിൽസിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മൂത്ത് മസിൽ അല്ല, കാരണം സ്മൂത്ത് മസിൽസിൽ എന്തില്ല, സ്ട്രയേഷൻസ് ഇല്ല. സ്കെലിറ്റൽ മസിൽ ഡ്യൂ ടു വോളണ്ടറി കൺട്രോൾ അല്ല, സ്കെലിറ്റൽ മസിൽ വോളണ്ടറി ആണ്. ഇവിടെ ഇൻവോളണ്ടറി നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ എന്താ വരിക? കാർഡിയാക് മസിൽ ഡ്യൂ ടു ഇന്റർകലേറ്റഡ് മസിൽ ആൻഡ് റിത്മിക് കൺട്രാക്ഷൻ. ഇവിടെ കാർഡിയാക് മസിൽ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫൈൻ. ഡീജനറസി, അതിപ്പോ നമ്മൾ എങ്ങനെ ഓർക്കുക? ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ, ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അമിനോ ആസിഡിനെ ഒന്നിലധികം കോഡോൺസ് കോഡ് ചെയ്യുന്നു, അതാണ് ഡീജനറസി എന്ന് പറയുന്നത്. സിമ്പിൾ. അപ്പൊ അടുത്ത ചോദ്യം, which of the following were some important goals of human genome project? നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ഗോൾസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ഗോൾ? To identify approximately 20,000 to 25,000 genes in human DNA, to determine the sequence of 3 billion chemical base pairs, to improve tools for data analysis, all of these. Okay. Hilal, please do come to Kashmir. I wish so. Okay, I like to visit Kashmir. Some of the states I had visited, some of the states in India, not much of the states in North India, but few. Okay, and I will try to come to Kashmir also because I love to visit that place. Fine. Okay, അപ്പം യെസ്, ഓപ്ഷൻ ഡി പറയുന്നുണ്ട്, ടു ഐഡന്റിഫൈ അപ്രോക്സിമേറ്റ്ലി ഇത്ര ജീൻസ് ഇൻ ഹ്യൂമൻ DNA. കറക്റ്റ്. 3 billion കെമിക്കൽ ബേസ് പെയർ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്, ഓൾ ഓഫ് ദിസ്. റൈറ്റ്, എല്ലാം ഗോൾസ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫൈൻ. അപ്പൊ അടുത്ത ചോദ്യം, അപ്പാർട്ട് ഫ്രം പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോൺഡ്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺഫേഴ്സ് സ്റ്റെബിലിറ്റി ടു ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA? നമ്മുടെ DNA സ്ട്രക്ചർ എന്താണ്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പം എന്താണ്? അപ്പാർട്ട് ഫ്രം പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോൺഡ്സ്, നമുക്കറിയാം രണ്ട് സ്ട്രാൻഡിലെയും ബേസുകളുടെ ഇടയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോൺഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഹൈഡ്രജൻ ബോൺഡ്സിന്റെ പ്രസൻസ് ആക്ച്വലി നമ്മുടെ DNA സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് ഇവരിങ്ങനെ ഫിക്സ് ആയിട്ട് ഇരിക്കുകയാണ്, അത് സ്റ്റേബിൾ ആക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു എൻറ്റയർ സ്ട്രക്ചറിനെ. അപ്പൊ ഇതിനപ്പുറം ഇതിൽ ഏതാണ് ഈ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA സ്റ്റെബിലിറ്റി കൺഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 strands of DNA have anti-parallel polarity. കറക്റ്റ് ആണ്. ഒന്ന് 5' 3' 5' 3' ആണ് പൊളാരിറ്റി വരുന്നത്.
അപ്പം ആന്റി പാരലൽ പൊളാരിറ്റി കാരണം ഇവിടെ എന്താ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടോ എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതേപോലെ ടു ചെയിൻസ് ആർ കോയിൽഡ് ഇൻ എ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. ഇപ്പൊ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടോ? അതെങ്ങാനും ലെഫ്റ്റ് ഡയറക്ഷൻ ആയി പോയിരുന്നെങ്കിൽ സ്റ്റെബിലിറ്റി കുറയുമായിരുന്നോ? ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദ അതർ ഇൻ ഡബിൾ ഹെലിക്സ്. നോക്ക്, ഒരെണ്ണത്തിന്റെ പ്ലെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിപ്പം ഒരു ബുക്ക് ഇങ്ങനെ 10 ബുക്ക് ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്തിട്ട് അടുക്കി വെക്കില്ലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നിന്റെ മുകളിൽ അടുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കോയിൻസ് ഒരു കോയിന്റെ മുകളിൽ അടുത്ത കോയിൻ വെച്ചിരിക്കുന്നത് ഒന്നിന്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ആക്കി വെക്കത്തില്ലേ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദ അതർ ഇൻ ഡബിൾ ഹെലിക്സ്. ഇതിൽ നമുക്കറിയാം ഇവിടെയുള്ള ബേസ് പെയറിനെ നമ്മൾ തൊട്ട് താഴെയുള്ളതിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പം ഈ ഒരു സ്റ്റാക്കിംഗ് ഇത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. ബേസ് സ്റ്റാക്കിംഗ് ഇന്ററാക്ഷൻ എന്നാ പറയാ. ബേസ് സ്റ്റാക്കിംഗ് ഇന്ററാക്ഷൻ എന്നാട്ടോ പറയാ. ഇതൊരു ഭയങ്കര ലൈറ്റ് കൈൻഡ് ഓഫ് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ ആണ് ബേസ് സ്റ്റാക്കിംഗ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ there are roughly 10 base pairs in each turn of DNA helix. ഓരോ ടേണിലും എന്താണ് 10 base pairs ആണുള്ളത്. അത് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യൂ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, yes Hilal, I will come for sure, one day I will come. അപ്പൊ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് DNA ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA സ്റ്റെബിലിറ്റി കൺഫർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. You are confused? The right answer is option C ട്ടോ. ഞാൻ പറഞ്ഞു നമ്മളുടെ ബേസ് സ്റ്റാക്കിംഗ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് നോൺ കോവാലന്റ് ബോണ്ട് ആണ്. അപ്പം ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ബോണ്ടിങ് അല്ലേ, ഒരു കൈൻഡ് ഓഫ് നോൺ കോവാലന്റ് ബോണ്ടിങ് അല്ലേ. അതേപോലെ തന്നെ അത്രയും പവർ ഉണ്ടായിരിക്കില്ല, എന്നാലും കുറച്ചുകൂടെ പവർ കുറഞ്ഞ ഒരു കൈൻഡ് ഓഫ് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ ആണ് ബേസ് സ്റ്റാക്കിംഗ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മളൊരു 50 ബുക്ക് ഒന്നിന്റെ മുകളിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക അല്ലെ. അപ്പൊ ആ 50 മുകളില് നമ്മൾ നടുക്കുള്ള ഒരു ബുക്ക് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. കാരണം അതിന്റെ ഇടയിൽ എന്തുണ്ട്, ഒരു സ്റ്റെബിലിറ്റി. അവരിങ്ങനെ കറക്റ്റ് ഒന്നിന്റെ മുകളിൽ ഒന്നായി വെച്ചത് കൊണ്ട് ആ ഒരു സ്ട്രക്ചർ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുക. അവിടെ ഒരു എന്തുണ്ട്, ഫോഴ്സ് ഉണ്ട്. നമുക്ക് ഒരു ബുക്ക് അതിന്റെ ഇടയിൽ നിന്ന് എടുക്കണമെങ്കിൽ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യണം, റൈറ്റ്. അപ്പൊ അവിടെ ആ സ്ട്രക്ചറിന് ഈ ഒരു ബേസ് സ്റ്റാക്കിംഗ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ഇങ്ങനെ DNA ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു ബേസ് പെയറിന്റെ മുകളിൽ അടുത്തതായിട്ട് ഇങ്ങനെ കറക്റ്റ് ഇരിക്കുന്നത് കൊണ്ട് ദ എൻറ്റയർ സ്ട്രക്ചറിന് ഒരു കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റി അവിടെ കിട്ടുന്നുണ്ട്, റൈറ്റ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചോളൂ, ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, ഓൾ റൈറ്റ്. ഇത് ക്ലിയർ ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇത് ക്ലിയർ ആണെങ്കിൽ we will move on to the next question. കുഴപ്പമില്ല, നമ്മളൊന്ന് ചെക്ക് സബ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി സബ്മിറ്റ് ചെയ്ത് നോക്കട്ടെ. തന്നെ സബ്മിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോ മനസ്സിലാക്കി. യെസ്, മുഹമ്മദ് ആണെന്ന് തോന്നുന്നു. പനിയാണോ എന്ന് ചോദിച്ചാൽ ജലദോഷമാണ്, ത്രോട്ടിന് ഇൻഫെക്ഷൻ ആണ്. യെസ്, ഹൈഡ്രജൻ ബോണ്ട് സ്റ്റേബിൾ ആക്കുന്നു, ഹൈഡ്രജൻ ബോണ്ടിന് അപ്പുറം സ്റ്റേബിൾ ആക്കുന്ന 4 ഓപ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ഇസ് ഓപ്ഷൻ സി ട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് പ്രൊജസ്ട്രോൺ ലെവൽസ് റിമെയിൻ ഹൈ throughout the menstrual cycle without decline, the most likely effect would be. എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രൊജസ്ട്രോൺ ലെവൽ റിമെയിൻസ് ഹൈ ത്രൂ ഔട്ട് ദ മെൻസ്ട്രൽ സൈക്കിൾ വിത്തൗട്ട് ഡിക്ലൈൻ, ദ മോസ്റ്റ് ലൈക്ലി ഇഫക്റ്റ് വുഡ് ബി. അതായത് മെൻസ്ട്രൽ സൈക്കിളിൽ നമുക്കറിയാം പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുന്നില്ല, പ്രൊജസ്ട്രോൺ അങ്ങനെ കൂടി തന്നെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ് ഓവുലേഷൻ, ഡീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം, ഇൻക്രീസ്ഡ് FSH സെക്രീഷൻ, സപ്രഷൻ ഓഫ് മെൻസ്ട്രേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എൻഡോമെട്രിയം. Okay, Hilal, thank you. Hilal, thanks.
അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? നിങ്ങൾക്കറിയാം കോർപ്പസ് ലൂട്ടിയം അല്ലെ? കോർപ്പസ് ലൂട്ടിയം എന്തിനെ സെക്രീറ്റ് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ? എൻഡോമെട്രിയം മെയിൻറ്റെയിൻഡ് ആവും, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണ് അല്ലെ? അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് ഈ ഒരു പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുന്നുണ്ട്, എൻഡോമെട്രിയം റപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എൻഡോമെട്രിയം ലെവല് ഹൈ ആയിട്ട് തന്നെ നിൽക്കുക, എൻഡോമെട്രിയത്തിന്റെ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുന്നില്ല, അത് ഹൈ ആയിട്ട് തന്നെ നിൽക്കുകയാണ്, അത് ഡിക്ലൈൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കണ്ടിന്യൂസ് ആയിട്ട് ഓവുലേഷൻ നടന്നുകൊണ്ടിരിക്കും, എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്യും, എഫ്എസ്എച്ച് സെക്രീഷൻ ഇൻക്രീസ് ചെയ്യും, സപ്രഷൻ ഓഫ് മെൻസ്ട്രേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എൻഡോമെട്രിയം അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും, മെൻസ്ട്രേഷൻ അവിടെ സപ്രസ്ഡ് ആകും. യെസ്, വെരി ഗുഡ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി അല്ലെ? അപ്പൊ എൻഡോമെട്രിയം അവിടെ നിൽക്കുന്നു എന്നതിനർത്ഥം എൻഡോമെട്രിയം റപ്ചർ ചെയ്യുന്നില്ല, അതേപോലെ മെൻസ്ട്രേഷൻ അവിടെ സപ്രസ് ചെയ്യപ്പെടും. ആക്ച്വലി എന്തിന്റെ കേസിൽ സംഭവിക്കുന്നതാണ്? പ്രഗ്നൻസിയുടെ കേസിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ഇൻ ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസ് ഡിഫറൻസ് ഇൻ A ആൻഡ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഇസ് ഡ്യൂ ടു. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസിൽ A ബ്ലഡ് ഗ്രൂപ്പും B ബ്ലഡ് ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്തിന്റെ ബേസിസിലാണ്? A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? IA അല്ലെങ്കിൽ ഇതാണല്ലേ സിറ്റുവേഷൻ. ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സിറ്റുവേഷൻ. ഫൈൻ. ഓക്കെ, ഇനി നോക്കിക്കോ, ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് പ്രോട്ടീൻസ് ഇൻ RBC. RBCയിൽ ഡിഫറെന്റ് പ്രോട്ടീൻസിന്റെ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് ഷുഗർ പോളിമേഴ്സ് അറ്റാച്ച്ഡ് ടു പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് RBC. പ്ലാസ്മ മെംബ്രെയിൻ്റെ RBCയിൽ ഡിഫറെന്റ് ഷുഗർ പോളിമേഴ്സിന്റെ പ്രസൻസ്, കോഡോമിനൻസ് ഓഫ് ജീൻസ്, രണ്ടുപേരും കോഡോമിനന്റ് ആയിട്ടിരിക്കുന്നു, ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയസ് ഇൻ മെച്യൂർ RBC. മെച്യൂർ RBCയിൽ ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഡിഫറെന്റ്? ഇതൊന്ന് ആൻസർ ചെയ്യൂ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡി ഓപ്ഷൻ, ഡാം ഷുവർ, ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയസ് ഇൻ മെച്യൂർ RBC. നോക്ക്, RBCയിൽ ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റാ. അത് കാരണമാണോ A ബ്ലഡ് ഗ്രൂപ്പും B ബ്ലഡ് ഗ്രൂപ്പും ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്? അതും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? A ബ്ലഡ് ഗ്രൂപ്പും B ബ്ലഡ് ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത്. A ആൻഡ് B ബ്ലഡ് ഗ്രൂപ്പ് നോക്കുമ്പോൾ RBC ന്യൂക്ലിയസ് ഇല്ല, ദാറ്റ്സ് ഓക്കെ. അത് ഏത് RBCയുടെ കേസിലും അങ്ങനെ തന്നെയാണ്, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുടെ RBCയുടെ കേസിലും അത് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് A ആൻഡ് B ബ്ലഡ് ഗ്രൂപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, വെരി ഗുഡ്. ആൻസർ ബി ആണ്. കാരണം RBCയുടെ മുകളിലുള്ള പെർട്ടിക്കുലർ ഷുഗർ പോളിമേഴ്സ്, അതായത് A ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുന്ന A ആന്റിജൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഷുഗർ പോളിമർ, അതേപോലെ B ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുന്ന B ആന്റിജൻ എന്ന് പറയുന്നത് വേറെ രീതിയിലുള്ള ഷുഗർ പോളിമർ ആണ്. ആ ഒരു A ആൻഡ് B കൊടുക്കുന്ന ആന്റിജൻ എന്ന് പറയുന്നത് ഷുഗർ പോളിമർ ആണ്, അല്ലാതെ പ്രോട്ടീൻ അല്ല. സോ ദിസ് ഇസ് സ്ട്രോങ് ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. 5. അടുത്ത ചോദ്യം, കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആർ ഇഫക്റ്റീവ് ബിക്കോസ് ദേ. കമ്പൈൻഡ് ആയിട്ടുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഇഫക്റ്റീവ് ആണ്, കാരണം ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്താണ് ചെയ്യുന്നത്? ഡിസ്ട്രോയ് സൈഗോട്ട് ആഫ്റ്റർ ഫോർമേഷൻ. ഓറൽ കോൺട്രാസെപ്റ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ സൈഗോട്ട് ഫോർമേഷൻ നടക്കുവോ? അല്ലെങ്കിൽ ദേ കിൽ സ്പേംസ് ഡയറക്ട്ലി. ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പോയിട്ട് സ്പേമിനെ കില്ലിയാണോ ചെയ്യുന്നത്? ദേ ഇൻഹിബിറ്റ് ഓവുലേഷൻ ബൈ അഫക്റ്റിംഗ് ഹോർമോണൽ ബാലൻസ്. ഹോർമോണൽ ബാലൻസ് ഒന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യാണോ അവർ ചെയ്യുന്നത്? പ്രിവെന്റ് എൻട്രി ഓഫ് സ്പേം ഫിസിക്കലി. സ്പേമിന്റെ എൻട്രി ഫിസിക്കലി എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. ഇതിൽ എന്താണ് അവർ ചെയ്യുന്നത്? കറക്റ്റ്, ഇൻഹിബിറ്റ് ഓവുലേഷൻ ബൈ ഹോർമോൺ ഡീവിയേഷൻ ആണ് അവർ ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ കേട്ടോ. റൈറ്റ് ആൻസർ. ഞാൻ എല്ലാവരുടെയും ആൻസേഴ്സ് കാണുന്നുണ്ട്. ആര്യ, നസി, MD, സുരേഷ് മീൻ ശ്വേത. എനിക്ക് വീണ്ടും പേരെടുത്ത് വിളിച്ച് കുറച്ചുകൂടി സംസാരിച്ച് ത്രോട്ട് ബാഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരുടെയും ആൻസേഴ്സ് ഞാൻ കാണുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കവറപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, ബിക്കോസ് മൈ ത്രോട്ട് ഇസ് ബിക്കമിങ് ബാഡ്. വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, ആൻസർ പെട്ടെന്ന് പറയും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഫൈൻ. ഓക്കെ, അപ്പൊ വിച്ച് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് ഇൻ ടേംസ് ഓഫ് ഫംഗ്ഷൻ? ഇതിന് കറക്റ്റ് മാച്ചാ ചോദിച്ചിരിക്കുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സ്പേം ട്രാൻസ്പോർട്ട്, ടെസ്റ്റിസ്, സ്പേം സ്റ്റോറേജ്, എപ്പിഡിഡൈമസ്, സ്പേം മച്ചുറേഷൻ, വാസ്റ്റ് ഡിഫറൻസ്, സ്പേം പ്രൊഡക്ഷൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് ആൻസർ ചെയ്യൂ.
ഒന്ന് ആൻസർ ചെയ്യൂ, ആൻസർ ചെയ്യൂ, ആൻസർ ചെയ്യൂ, ആൻസർ ചെയ്യൂ. വേഗം ആൻസർ ചെയ്യൂ. ഡി പറയുന്നുണ്ട്. കറക്റ്റ് മാച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കട്ടെ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സ്പേം ട്രാൻസ്പോർട്ട്. നോ, അവിടെ ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ് കുറച്ച് കാര്യങ്ങൾ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. റോങ്. ടെസ്റ്റ് സ്പേം സ്റ്റോറേജ്, സോറി, സ്പേം പ്രൊഡക്ഷൻ ആണ്. എപ്പിഡൈമസ് സ്പേം മെച്ചുറേഷൻ. എപ്പിഡൈമസിൽ വെച്ചിട്ട് സ്പേം സ്റ്റോറും ചെയ്യപ്പെടുന്നുണ്ട്, മെച്ചുവറും ചെയ്യപ്പെടുന്നുണ്ട്. വാസ്റ്റ് ഡിഫറൻസ് സ്പേം പ്രൊഡക്ഷൻ. വാസ്റ്റ് ഡിഫറൻസ് ആണോ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെസ്റ്റസ് അല്ലേ. വാസ്റ്റ് ഡിഫറൻസ് ട്രാൻസ്പോർട്ടിനല്ലേ സഹായിക്കുന്നത്? ആക്സസറി ഡക്ട് ആണ്. സോ ദിസ് ഇസ് റോങ്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സി ആണ് റൈറ്റ് ആൻസർ. കറക്റ്റ് മാച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, സ്പേം പ്രൊഡക്ഷൻ നടത്തുന്ന വാസ്റ്റ് ഡിഫറൻസ് ആണോ? അല്ല, ടെസ്റ്റസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഓപ്ഷൻ റോങ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം. ഡ്യൂറിംഗ് ടെയിലിംഗ് പ്രോസസ് ഓഫ് mRNA in eukaryotes, adenylate residues are added at a 3' end. ടെയിലിംഗിന്റെ സമയത്ത് പോളിയെ പോളിമറൈസ് വന്നിട്ട് ഓൾമോസ്റ്റ് 300 അഡിനിൻ റെസിഡ്യൂസിനെ 3' end ഓഫ് ദ RNA-യിലേക്ക്, HNRNA-യുടെ എൻഡിലേക്ക്, 3' എൻഡിലേക്ക് ആഡ് ചെയ്യും. അപ്പോഴാണ് ഇത് mRNA ആയിട്ട് മാറുന്നത് അല്ലെ. ഓക്കെ, അപ്പം അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആഡിങ് നടക്കുന്നത്, അഡിനിലേറ്റ് റെസിഡ്യൂസിന്റെ അഡിനിലേഷൻ നടക്കുന്നത് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനറിലാണോ ടെംപ്ലേറ്റ് ഡിപെൻഡന്റ് മാനറിലാണോ യൂസിങ് RNA പോളിമറൈസ്, RNA പോളിമറൈസ് ഉപയോഗിച്ചാണോ? ഓൾവേസ് ആഫ്റ്റർ സ്പ്ലൈസിങ്. അപ്പം സ്പ്ലൈസിങ്ങിന് ശേഷമാണോ എപ്പോഴും ടെയിലിംഗ് നടക്കുന്നത്? അപ്പൊ ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കൂ. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ആൻസർ പറയൂ, ആൻസർ പറയൂ. QT ഓപ്ഷൻ അല്ലടാ, QT ഓപ്ഷൻ അല്ല. RNA പോളിമറൈസ് അല്ല അഡിനിൻ റെസിഡ്യൂസിനെ ആഡ് ചെയ്യുന്നത്. അഡിനിൻ റെസിഡ്യൂസ് ആഡ് ചെയ്യുന്നത് പോളി എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാ. പോളി എ പോളിമറൈസ്. ഓക്കെ, പോളി എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ് ആഡ് ചെയ്യുക. ഫൈൻ. വേറെ ആരും ആൻസർ ചെയ്യുന്നില്ലല്ലോ, വേറെ ആരും ആൻസർ ചെയ്യുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യൂ, ജസ്റ്റ് ആൻസർ ചെയ്യൂ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോട്ടോ, നോ പ്രോബ്ലം. സി ഓപ്ഷൻ അല്ല, സി ഓപ്ഷൻ അല്ല. നോക്ക്, ഞാൻ പറഞ്ഞല്ലോ പോളിയെ പോളിമറൈസ് ആണ് ആഡ് ചെയ്യുന്നത്, RNA പോളിമറൈസ് അല്ല. ടെംപ്ലേറ്റ് ഡിപെൻഡന്റ് മാനറിലാണോ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനറിലാണോ? നിങ്ങൾക്ക് അറിയാം, നമ്മളുടെ DNA-യിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? RNA പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ, HNRNA. അപ്പൊ HNRNA-ക്ക് 5' എൻഡും 3' എൻഡും ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള ഒരു ടെംപ്ലേറ്റ് ബേസ് ചെയ്തിട്ടല്ല ഇവിടെ വീണ്ടും അഡിനിൻ റെസിഡ്യൂസ് ആഡ് ചെയ്യുന്നത്. ഇവിടെ അഡിനിൻ ആഡ് ചെയ്യുന്നത് ഒരു ടെംപ്ലേറ്റിന്റെ സഹായത്തോടെയല്ല, ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനറില. ഇവിടെ ഒരു ടെംപ്ലേറ്റ് വന്ന് ഇവിടെ, അതായത് നമ്മുടെ DNA-യിലുള്ള ടെംപ്ലേറ്റിന്റെ ബേസ് ചെയ്തിട്ടാണോ? അല്ല. ഓക്കെ, അപ്പൊ എന്താണ്? ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനർ ആണ് ആൻസർ എന്ന് പറയുന്നത്, എപ്പോഴും സ്പ്ലൈസിങ്ങിന് ശേഷമൊന്നും അല്ല. ഓക്കെ, ബി ടെംപ്ലേറ്റ് ഡിപെൻഡന്റ് മാനർ അല്ല, ടെംപ്ലേറ്റ് ഡിപെൻഡന്റ് മാനർ അല്ല. അതായത് നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ DNA അല്ലെ. അപ്പൊ DNA-യുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ RNA-യുടെ 3' എൻഡിൽ ബാക്കി അഡിനിൻ റെസിഡ്യൂസ് ആഡ് ചെയ്യുന്നത് ഇവിടെയുള്ള DNA-യുടെ ബാക്കി ടെംപ്ലേറ്റിന്റെ ബാക്കി പോർഷൻ ബേസ് ചെയ്തിട്ടില്ല. ഈ HNRNA കംപ്ലീറ്റ്ലി അവിടുന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് എക്സ്ട്രാ ഒരു ടെംപ്ലേറ്റും ഇല്ലാണ്ട് അഡിനിൻ റെസിഡ്യൂസിന് പോളിമറൈസ് ആഡ് ചെയ്യാണ്. സോ ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനർ. ഓക്കെ, ഫൈൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെഡി? റെഡി ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണേ. റെഡി ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്യാൻ ഐ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം. A disease is transmitted by a snake biting mosquito and involves a protozoan infecting RBC. This distinguishes it from dengue or chikungunya because. Okay, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസീസ് ഡെങ്കിൽ നിന്നും ചിക്കൻ കുനിയയിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ഡിസീസ് ഉണ്ട്, ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം
ഡെങ്ക് ആൻഡ് ചിക്കൻ കുനിയ. ഇനി ആ ഡിസീസിന്റെ പ്രത്യേകത എന്താണ്? അതൊരു വൈകുന്നേരം ആകുമ്പോൾ ബൈറ്റ് ചെയ്യുന്ന മൊസ്കിറ്റോ ബൈറ്റ് ചെയ്തിട്ടാണ് ആ ഡിസീസ് ട്രാൻസ്മിറ്റ് ആവുന്നത്. ആൻഡ് അവിടെ RBCനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടോസോവൻ ആണ് ഇൻഫെക്ഷന് കാരണമായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡെങ്ക് ഇസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവൻ സ്പ്രെഡ് അറ്റ് നൈറ്റ്. ഡെങ്ക് എന്ന് പറയുന്ന പ്രോട്ടോസോവൻ ആണ് കോസ് ചെയ്യുന്നത്, രാത്രിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ചിക്കൻ ഗുനിയ ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്, മെയിൽ മൊസ്കിറ്റോ ആണ് അതിനെ സ്പ്രെഡ് ചെയ്യുക. മലേറിയ കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം ആണ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് അതിനെ സ്പ്രെഡ് ചെയ്യുക. ഓൾ ആർ കോസ്ഡ് ബൈ വൈറസസ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡിസീസും വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? എഫറോസും. ഓക്കെ, so finally you got okay, Hilal, Sophie, you think you something. Okay, what are you telling, guys? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരാ? വിച്ച് ഇസ് ആൻസർ? ഇതിൽ ആൻസർ ഏതാണ് വരാ? Can you find an answer for this question? ഈ ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? Can you find? So any answers? Any answers? Any answers? Any answers? See, Shweta. Yes, correct ആണ്. മലേറിയ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസീസ്. പ്രോട്ടോസോവൻ ആയിട്ടുള്ള പ്ലാസ്മോഡിയം ആണ് കോസ് ചെയ്യുന്നത്, അനോഫിലസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഡെങ്ക് ആൻഡ് ചിക്കൻ കുനിയ എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബാക്കി 3 ഓപ്ഷൻസും തെറ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, യെസ്. അപ്പൊ ഓക്കെ ശ്വേത, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ, 2 സ്റ്റേറ്റ്മെന്റ്സ്. RNA polymerase is only capable of catalyzing the process of elongation during transcription. ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് നമ്മുടെ RNA പോളിമറേസിന് ഇലോങ്ങേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്കറിയാം ഇനീഷ്യേഷൻ ഉണ്ട്, ഇലോങ്ങേഷൻ ഉണ്ട്, ടെർമിനേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഇലോങ്ങേഷൻ മാത്രമേ RNA പോളിമറേസിന് capable ആയിട്ടുള്ളൂ ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് അസോസിയേറ്റ്സ് permanently with the sigma and rho factor to initiate and terminate transcription respectively. Initiation and termination possible ആകാൻ വേണ്ടിയിട്ട് RNA polymerase respectively sigma factorനെയും rho factorനെയും കൂടെ കൂട്ടുന്നു. sigma and yes, രാജ് ബാലഗോപാൽ, ഹായ്. അപ്പം രണ്ടുപേരെയും കൂട്ടുന്നു. അപ്പം നോക്കൂ, ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? Both statements are true, both statements are false. 1 is true, 2 is false, 2 is true, 1 is false. ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ഇതാണോ നിങ്ങൾ ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത്? മുൻപത്തെ ചോദ്യത്തിനാണ് ഓപ്ഷൻ സി പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ റൈറ്റ് ആൻസർ പറയൂ, ഇതിന്റെ റൈറ്റ് ആൻസർ പറയൂ. പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് മോർ. എന്നിട്ട് ആൻസർ പറയൂ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് അതിന്റെ ആൻസർ ഒന്ന് പറയൂ. ഹായ് രാജ് ബാൽഗോപാൽ. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് പറയൂ. ഒന്ന് ട്രൈ ചെയ്യൂ. ബി, യെസ്. RNA പോളിമറേസ് ഒറ്റയ്ക്ക് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇലോങ്ങേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഇനീഷ്യേഷൻ ആൻഡ് ടെർമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് സിഗ്മ ആൻഡ് റോ ഫാക്ടർ വേണം. പക്ഷെ എന്താണ്, പെർമനന്റ് അവർ സിഗ്മ ആൻഡ് റോ ഫാക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നില്ല. സിഗ്മ ഫാക്ടർ ഇനീഷ്യേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ, പിന്നെ ഇലോങ്ങേഷൻ ഒറ്റയ്ക്ക് RNA പോളിമറൈസ് ചെയ്യും, പിന്നെ ടെർമിനേഷൻ ആകുമ്പോഴത്തേക്കും റോ ഫാക്ടർ വരും. ഓക്കെ, എന്നിട്ട് ആ റോ ഫാക്ടർ പിന്നെ പുറത്തേക്ക് പോകും. റൈറ്റ്, പിന്നെ പുറത്തേക്ക് പോയാലും അകത്തേക്ക് വന്നാലും ഒരേപോലെ, ബിക്കോസ് ടെർമിനേഷൻ അവിടെ കംപ്ലീറ്റ് ആയി. സോ സ്റ്റേറ്റ്മെന്റ് 1 is true and statement 2 is false. So the right answer is option B. Okay. So next question. അടുത്ത ചോദ്യം. The primary structure of protein is determined by.
പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഇസ് ഡിറ്റർമൈൻഡ് ബൈ. 4 സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആർ ഗ്രൂപ്പ്സ് ഫോമിംഗ് 3D shape. The primary structure of protein is determined by. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്, അത് 3D shape ആണോ, അതായത് ടെർഷറി സ്ട്രക്ചറിലേക്കാണോ പോകുന്നത്? ഫോൾഡിംഗ് ഇൻടു ഹെലിക്സ് ആൻഡ് പ്ലീറ്റഡ് ഷീറ്റ് സെക്കൻഡറി സ്ട്രക്ചർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. ഓരോ അമിനോ ആസിഡ് സീക്വൻസ് പെപ്റ്റൈഡ് ബോണ്ട് വെച്ചിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അസോസിയേഷൻ ഓഫ് മൾട്ടിപ്പിൾ പോളിപെപ്റ്റൈഡ് ചെയിൻസ്. മൾട്ടിപ്പിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ഇവിടെ ക്വാട്ടേണറി സ്റ്റേറ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഇസ് ഡിറ്റർമൈൻഡ് ബൈ കറക്റ്റ് ആയിട്ട് മാച്ച് ആവുക? Which is the right answer? Which is the right answer? പ്രൈമറി സ്ട്രക്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ താഴെ തന്നിരിക്കുന്നതിൽ പ്രൈമറി സ്ട്രക്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? സി. യെസ്. ഇവിടെ ടെർഷറി ഉദ്ദേശിച്ചിരിക്കുന്നു, ഇവിടെ സെക്കൻഡറി ഉദ്ദേശിച്ചിരിക്കുന്നു. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ് സീക്വൻസ് എന്ന് വെച്ചാൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇവിടെ മൾട്ടിപ്പിൾ പോളിപെപ്റ്റൈഡ് അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ക്വാട്ടേണറി സ്ട്രക്ചർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹായ് Hanan, Anu, hello. So the next question, the role of vasa recta in kidney is to. നമ്മുടെ ഹെൻലീസ് ലൂപ്പിന് പാരലൽ ആയിട്ട് നിൽക്കുന്ന വാസ റെക്ട അല്ലെ. അപ്പൊ ഈ വാസ റെക്ടയുടെ റോൾ എന്താണ്? അബ്സോർബ് ഗ്ലൂക്കോസ്, സെക്രീറ്റ് ഹോർമോൺസ്, മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഇൻ മെഡുല്ല, ഫിൽട്ടർ ബ്ലഡ്. ഓക്കെ, ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു, ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു, ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യുന്നു, ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തില് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ബാലൻസ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിൽ ഏതാണ് വാസ റെക്ട ഇൻ കിഡ്നീസിന്റെ ജോലി എന്ന് പറയുന്നത്? Yes, for sure it is option C, right? Okay, very good. അപ്പം നമുക്ക് മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തില് കോൺസെൻട്രേറ്റ് ആക്കിക്കൊണ്ട് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് വാസ റെക്ടയുടെ ജോലി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ കൗണ്ടർ കറന്റ് മെക്കാനിസം ടു. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, coal deposits in the earth formed mainly by. ഭൂമിയിലെ കോൾ ഡെപ്പോസിറ്റ്സ് ഇതിൽ ആരാണ് ഫോം ചെയ്യുന്നത്? ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ബ്രയോഫൈറ്റ്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജൈന്റ് ഫേൺസ്, ടെറിഡോഫൈറ്റ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇക്തിയോസോസ്, ടിറാനോസോസ്. ഓക്കെ, ഫേൺസ് ആണോ, ബ്രയോഫൈറ്റ്സ് ആണോ, ഇക്തിയോസോസ് ആണോ, ടിറാനോസോസ് ആണോ? ബോട്ടണിയും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഡയറക്റ്റ് ലിങ്ക് പറഞ്ഞുതരാം. ആക്ച്വലി ഇത് ബോട്ടണി ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ ഇടയിൽ കയറി വന്നതാണ്. ജൈന്റ് ഫേൺസ്, ടെറിഡോഫൈറ്റ്സ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ട്ടോ. ഓക്കെ, ക്ലിയർ? ഇവരൊന്നും കോൾ ഡെപ്പോസിറ്റ്സ് ഫോം ചെയ്യുന്നവരാണോ? അല്ല, ടെറിഡോഫൈറ്റ്സ് ആണ് ചത്ത് കഴിയുമ്പം എന്തായിട്ട് മാറുന്നത്? കോൾ ഡെപ്പോസിറ്റ്സിൽ മെയിൻ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 2 സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, the 1/4 is to 1/2 is to 1/4 ratio of capital D small t is to small t is mathematically condensed to the form of binomial expression ax plus by whole square. Statement 2 പറയുന്നു, Mendel cross pollinated the F2 plants. Mendel F2 പ്ലാന്റ്സിനെ ക്രോസ് പോളിനേറ്റ് ചെയ്തു. അപ്പൊ അതായത് 1:2:1 റേഷ്യോ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏത് ആൻസർ പറയാ? ആക്ച്വലി ഇത് കറക്റ്റ് ആണ് അല്ലേ, പക്ഷെ മെൻഡൽ ക്രോസ് പോളിനേറ്റഡ് F2 പ്ലാന്റ്സ് ശരിയാണോ? മെൻഡൽ ഏറ്റവും ഫസ്റ്റ് പാരന്റൽ ജനറേഷനെ മാത്രമേ ക്രോസ് പോളിനേഷൻ നടത്തിയുള്ളൂ. പിന്നെ അതിനുശേഷം അവിടെ കിട്ടിയ F1നെ പരസ്പരം എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ നടത്തിയിട്ടാണ് അവിടെ എന്ത് കിട്ടിയിരിക്കുന്നത്? F2 കിട്ടിയിരിക്കുന്നത്, റൈറ്റ്? അതിനുശേഷം F3 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? F2 സെൽഫ് പോളിനേറ്റ് ചെയ്തു. ഇനി താഴേക്ക്, അതായത് F4 കിട്ടാനാണെങ്കിൽ F3 അഗെയിൻ സെൽഫ് പോളിനേറ്റ് ചെയ്ത് F4 പ്രൊഡ്യൂസ് ചെയ്തു. അതായത് ആക്ച്വലി എന്താണ്,
F1 F2ന്റെ പ്രൊഡക്ഷൻ ഓൺവേർഡ്സ് താഴേക്ക് കംപ്ലീറ്റ്ലി മെന്റൽ എന്താ ചെയ്തത്? സെൽഫ് പോളിനേഷൻ ആണ് ചെയ്തത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ്മെന്റ് 1 is true but statement 2 is false. Okay, very good. ശ്വേത, very good ട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം 3:1 phenotypic ratio in F2 rules out. നമ്മുടെ 3:1 ratio ഇതിൽ ഏതിനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്? ഇറ്റ് റൂൾസ് ഔട്ട് കംപ്ലീറ്റ് ഡോമിനൻസ്. എന്ന് വെച്ചാൽ 3:1 റേഷ്യോ ബേസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡോമിനൻസ് പറയാൻ പറ്റത്തില്ല. 3:1 റേഷ്യോ ബേസ് ചെയ്തിട്ട് നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ് പറയാൻ പറ്റത്തില്ല. 3:1 റേഷ്യോ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറയാൻ പറ്റില്ല. നൺ ഓഫ് ദീസ്. അപ്പം 3:1 റേഷ്യോ റൂൾ ഔട്ട് ചെയ്യുന്നത് ഇതിൽ ഏത് ഓപ്ഷനെയാണ് ഒഴിവാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഇനി നമുക്ക് 65 ക്വസ്റ്റ്യൻസ്. ടോട്ടലി വി ആർ ഡിസ്കസിങ് 100 ക്വസ്റ്റ്യൻസ്. ഇതിപ്പോ 35 ക്വസ്റ്റ്യൻ എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, 3. യെസ്, വെരി ഗുഡ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഞാൻ ഇത് ഒഴിവാക്കുന്നത്. കാരണം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വരുമ്പോഴത്തേക്ക് അവിടെ 1:2:1 ആണ് റേഷ്യോ വരുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ അടുത്ത ചോദ്യമേ, an anamnestic response is triggered under which of the following conditions? Anamnestic response എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏത് കണ്ടീഷൻസ് ആണ് anamnestic റെസ്പോൺസിനെ ട്രിഗർ ചെയ്യുന്നത്? When the pathogen enters the body for the first time, when the body fails to retain memory of a previous exposure, when the same pathogen infects the body again or second time, subsequent infection of the same pathogen ഉണ്ടാകുമ്പോൾ, when the body generates an enhanced primary immune response. Primary immune response വളരെ enhanced ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാകുമ്പോൾ. ഏതാണ് റൈറ്റ് ആൻസർ? രാജ് ബാൽ ഗോപാൽ സി പറയുന്നു. യെസ്, അതായത് അനാംനസ്റ്റിക് റെസ്പോൺസ് പറയുമ്പോൾ മെമ്മറി ബേസ് ചെയ്തിട്ട് അല്ലെ, സെക്കൻഡ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഹൈറ്റൻ ചെയ്തിട്ടുള്ള റെസ്പോൺസിനാണ് നമ്മുടെ അനാംനസ്റ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടൈം ഉണ്ടാകുമ്പോഴല്ല, ഫസ്റ്റ് ടൈം ഉണ്ടാകുമ്പോൾ മെമ്മറി സൂക്ഷിച്ചു വെക്കും. വെൻ ദ ബോഡി ഫെയിൽസ് ടു റിട്ടേൺ, മെമ്മറി സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അവിടെ സെക്കൻഡ് ടൈം റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ ഹൈറ്റൻഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ അനാംനസ്റ്റിക് റെസ്പോൺസ് ഉണ്ടാവില്ല. സെയിം പാത്തജൻ സെക്കൻഡ് ടൈം ഉണ്ടാകുമ്പോൾ സെക്കൻഡോ സബ്സിക്വന്റ് എക്സ്പോഷറിന്റെ സമയത്താണ് അനാംനസ്റ്റിക് റെസ്പോൺസ് ഉണ്ടാവുക. ബോഡി ജനറേറ്റ്സ് ആൻ എൻഹാൻസ്ഡ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ല, വെൻ ദ ബോഡി ജനറേറ്റ്സ് enhanced secondary immune response. Okay, so this is wrong. Right answer is option C. Okay, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ, which of the following statement are not correct? ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ്, നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ കൊളാജൻ ഈസ് ദി മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ബയോസ്ഫിയർ. കൊളാജൻ ആണ് ഏറ്റവും അബണ്ടന്റ് ഫ്രം the biosphere. In protein, first amino acid is also called C-terminal amino acid and the last amino acid is called the N-terminal. 2 subunits of alpha type and 4 subunits of beta type together constitute the human hemoglobin. Coenzyme nicotinamide adenine dinucleotide and NADP contain the vitamin niacin. Enzymes lower the rate of reactions and enhance activation energy of the reactions. Okay. ഈ തന്നിരിക്കുന്നതിലെ കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻ അമ്മേ. ഓക്കെ, ആ നോട്ട് oh sorry, which was not incorrect. Okay, ക്വസ്റ്റ്യനിൽ നോട്ട് ഇൻകറക്റ്റ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്വേത, ഓർമ്മിപ്പിച്ചതിന് നന്ദി, താങ്ക്സ് ടോ. അപ്പം നോട്ട് ഇൻകറക്റ്റ് എന്നാണ്. അപ്പൊ എനിവേ ആ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് ഏതൊക്കെയാണ് തെറ്റെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ നോട്ട് ഇൻകറക്റ്റ്. ഓക്കെ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്ന് ചോദിച്ചാൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ നോട്ട് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് അല്ലാത്തത് എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പം ഓപ്ഷൻ വായിച്ചോളൂ. കൊളാജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ. തെറ്റാണ്. ഏതാണ്? റുബിസ്കോ ആണ് അല്ലെ. അനിമൽ കിങ്ഡത്തിലാണ്, അനിമൽസിന്റെ കേസിലാണ് നമുക്ക് കൊളാജൻ പറയാൻ പറ്റുക. ഓക്കെ. ഇൻ പ്രോട്ടീൻ ഫസ്റ്റ് amino acid is also called C-terminal amino acid and the last amino acid is called N-terminal. Again അത് തെറ്റാണ്. കാരണം നമ്മളൊരു പോളിപെപ്റ്റൈഡ് എടുത്തു നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് എൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് വൺ, ഇത് ഫസ്റ്റ് വൺ ആണ് നമ്മൾ ലെഫ്റ്റ് ആയിട്ട് പറയുന്നത്, അത് എൻ ടെർമിനൽ, ഇത് സി ടെർമിനൽ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് CON ബോണ്ട് ആയിട്ടുള്ള പെപ്റ്റൈഡ് ബോണ്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 2 subunits of alpha and 4 subunits of beta. അപ്പൊ തന്നെ തെറ്റാണ്. 2 subunit of alpha and 2 subunit of beta ആണ് ഹീമോഗ്ലോബിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഓൾസോ റോങ്. ഇനിയിപ്പം ഡി എന്ന് പറയുന്നത് coenzyme nicotinamide adenine dinucleotide and NADP contain the vitamin niacin. രണ്ടിടത്തും vitamin niacin contain ചെയ്യുന്നു. Correct. Enzyme lower the rate of reaction and enhance activation energy of enzyme. തല തിരിഞ്ഞു പോയി. Enzymes enhance, speed up the rate of reaction and lowers the activation energy of reaction. So ഇതും wrong ആണ്. അപ്പം നോട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് മാത്രമാണ്? ഓപ്ഷൻ ഡി മാത്രമാണ് അല്ലെ. സോ ഓപ്ഷൻ സി റൈറ്റ്. ഡി ഓൺലി എന്ന് പറയുന്നതാണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യമേ, ഓപ്പർക്യുലം ആൻഡ് an air bladder are present in. ഇതിൽ ആരിലാണ് ഓപ്പർക്യുലവും എയർ ബ്ലാഡറും പ്രസന്റ് ആയിട്ടിരിക്കുന്നത്? ആരുടെ ഫീച്ചർ? കോൺട്രിക് തൈസിന്റെ ഫീച്ചേഴ്സ് ആണ് അല്ലെ. ഓപ്പർക്യുലം ഓസ്റ്റിക് തൈസിന്റെ ഫീച്ചേഴ്സ്, ബോണി ഫിഷേഴ്സിന്റെ ഫീച്ചർ ആണ് ഓപ്പർക്യുലം ആൻഡ് എയർ ബ്ലാഡറിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ലാബിയോ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, മിക്സിൻ ആൻഡ് അസീഡിയ. അസീഡിയ. ഓക്കെ. Operculum and an air bladder are present in. Yes, option A labio ആണ് റൈറ്റ് ആൻസർ. ഇത് കോൺട്രിക് തൈസ് ആണ്, മിക്സിൻ, അസീഡി ഒക്കെ കുറച്ചും കൂടി ലോവർ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഫൈൻ. ഓക്കെ, അപ്പൊ അടുത്തത്, toddy is a beverage prepared by which of the following process? ഇതിൽ ഏത് പ്രോസസ് വഴിയാണ് toddy പ്രിപ്പയർ ചെയ്യുന്നത്? കള്ള്. യെസ്, കള്ള് പ്രിപ്പയർ ചെയ്യുന്നത്. ഫെർമെന്റേഷൻ ഓഫ് bamboo shoots, fermentation of bamboo shoots in certain regions of South India, North India, fermentation of fish, soya bean and bamboo shoots, fermentation of sap obtained from palm trees. എവിടുന്നാണ് toddy പ്രിപ്പയർ ചെയ്യുന്നത്? toddy കള്ള്, പനങ്കള്ള് എന്നൊക്കെ നമുക്ക് വേണേ പറയാല്ലേ. ബാംബൂ ഷൂട്ട്സ് എന്നാണോ? ആക്ച്വലി fermentation of sap from palm trees. Palm trees എന്നുള്ള സാപ്പ് ഫെർമെന്റ് ചെയ്തിട്ടാണ് toddy പ്രിപ്പയർ ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഫൈൻ. അടുത്ത ചോദ്യം, the untranslated region in mRNA are present in. നമ്മൾ ഒരു mRNA എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ 5' and 3' എന്തിന് ഇപ്പുറത്തേക്ക് എന്തുണ്ട്? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ഉണ്ട് അല്ലെ. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ഉണ്ട്. ഓക്കെ, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്ന റീജിയൻസ് ആണ്. അപ്പൊ ഈ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് present before stop codon and after start codon, before start codon and after stop codon, before start codon and before stop codon, after start codon and after stop codon. Is the right answer? Untranslated regions എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇത് സ്റ്റാർട്ട് കോഡോൺ, ഇത് സ്റ്റോപ്പ് കോഡോൺ അല്ലെ. സോ സ്റ്റാർട്ട് കോഡോണിന്റെ മുൻപും സ്റ്റോപ്പ് കോഡോണിന് ശേഷവുമാണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് പ്രസന്റ് before start codon and after stop codon. That is option B. Yes, very good. Fine. അപ്പം സോ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം കേട്ടോ. സോ വി ഹാവ് എ ബ്രേക്ക്. സമയം എത്രയായി? കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സമയം 11:35 അല്ലേ. അപ്പം ബ്രേക്ക് അപ് ടു 12:45. ഓക്കെ, ഒരു 10 minutes ബ്രേക്ക് കേട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് റിമൈനിങ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻ, ഓക്കെ ആണോ? അപ്പൊ അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ നമ്മളൊരു 10 minutes ബ്രേക്ക് എടുക്കുന്നു. ബൈ.
I did a big mistake. നിങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ല. I did a big mistake. It was not 12:45. It was 11:45. Okay. ഇനി നിങ്ങൾ ഇത് വിചാരിച്ചിട്ട് 12:45 വരെ വരാതിരിക്കുമോ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പൊ എനിവേ ഓക്കെ. ബിഗ് മിസ്റ്റേക്ക്. നിങ്ങൾ ഇപ്പൊ ഓഡിബിൾ ആണോ? ഇപ്പൊ ഓഡിബിൾ ആണോ? Am I audible right now? ഓക്കെ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓഡിബിൾ ആണോ? അയ്യോ, ആ ഓക്കെ ഓക്കെ. ഞാൻ എഴുതിയപ്പോ മാറിപ്പോയി. ഓക്കെ ശരി. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. So the next question, from the given list of statements, select the number of correct statement. Okay, അപ്പൊ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ എത്ര എണ്ണം കറക്റ്റ് ആണ്, നമ്പർ ആണ് കേട്ടോ നോക്കേണ്ടത്, എത്ര കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന്. Replication and transcription are easy to conceptualize on the basis of complementarity. George Gabo suggested that genetic code should be made up to 3 nucleotides. Polynucleotide phosphorylase is also known as Severo-Octavo enzyme. AUG and AUC calls for methionine. UAA, UGG, UGA are stop terminator codons. Okay. ഇതിൽ എത്ര എണ്ണം കറക്റ്റ് ആണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, how many of the given statements are correct? How many number of correct statement ആ ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അറിയില്ല. നോക്ക, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് റെപ്ലിക്കേഷൻ ആർ ഈസി ടു കോൺസെപ്ച്വലൈസ് ഓൺ ദ ബേസിസ് ഓഫ് കോംപ്ലിമെന്റാരിറ്റി. അവിടെ കോംപ്ലിമെന്റാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ട്രാൻസ്ലേഷനിൽ അവർ കോംപ്ലിമെന്റാരിറ്റി ബേസ് ചെയ്തിട്ടല്ല പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ജോർജ് ഗാമോ ജനറ്റിക് കോഡ് 3 ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് നമ്മൾ സെവറോക്കാവ എൻസൈം എന്ന് പറയുന്നു. AUG മാത്രമാണ് മെഥിയോണിനെ കോഡ് ചെയ്യുന്നത്, AUC കോഡ് ചെയ്യുന്നില്ല. റോങ്. UAA, UAG, UGG ആണ് സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന UGG എന്നത് റോങ് ഓപ്ഷൻ ആണ്. ഓക്കെ, UAA, UAG, UGA ഇത് രണ്ടും കറക്റ്റ് ആണ്, ബട്ട് ദിസ് വൺ ഇസ് റോങ്, റൈറ്റ്? ഓക്കെ, അപ്പൊ സ്റ്റോപ്പ് കോഡൺസ് UAA, UAG, UGA, റൈറ്റ്? ഇതില് UGG എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് റോങ് ആണ്. സോ നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് 3, റൈറ്റ്? ഓക്കെ, യെസ്, ഓപ്ഷൻ എ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ, ടേപ്പ് വർം will exhibit all the following except tinea, അല്ലെ? അപ്പൊ ടേപ്പ് വർം will exhibit all the following except tapeworm. Platyhelminthes tapeworm, tinea എന്തൊക്കെ ഫീച്ചേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നു? സീലോമേറ്റ് ആണ്, ബൈലാറ്ററൽ സിമെട്രി ആണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇതില് ടീനിയയുടെ എക്സെപ്ഷണൽ ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ടീനിയയുടെ എക്സെപ്ഷണൽ ഓപ്ഷൻ, യെസ്, അസീലോമേറ്റ് ആണ് അല്ലെ. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. സീലോമേറ്റ് എന്ന് പറയുന്നത് ചേരത്തില്ല, ഇറ്റ്സ് അസീലോമേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യമേ, ഫീനെയിൽ കീറ്റോനൂറിയ റെപ്രസെന്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഫീനെയിൽ കീറ്റോനൂറിയ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പ്ലിയോട്രോപ്പി, പോളിജെനിക് ഇൻഹെറിറ്റൻസ്, കോഡോമിനൻസ്. എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫീനെയിൽ കീറ്റോനൂറിയ. ഫീനെയിൽ കീറ്റോനൂറിയ ഫീനെയിൽ കീറ്റോനൂറിയ, യെസ്, പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിൾ ആണ് നമ്മൾ ഫീനെയിൽ കീറ്റോനൂറിയ പറയുന്നത്. മെറ്റബോളിക് പാത്വേ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്ലിയോട്രോപ്പി. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നമ്മൾ
ഫ്ലവർ കളർ ഇൻ സ്നാപ്ഡ്രാഗൺ, മിറാബിലിസ്, ജലാപ്പയൊക്കെയാണ് പറയാ. പോളിജെനിക് ഇൻഹെറിറ്റൻസിൽ സ്കിൻ കളർ ആണ് നമ്മൾ മെയിൻലി പറയാ. കോഡോമിനൻസിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് അല്ലേ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ഓക്കെ, ഓർത്ത് വെക്കാൻ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞുതരോ മിസ്? ഓക്കെ ശ്വേത, ശ്രദ്ധിച്ചോളൂ. പോളിജെനിക് എന്ന് പറയുമ്പോൾ ടിപ്പൊന്നും അല്ല, ജസ്റ്റ് ആ ടേം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കട്ടാ. പോളിജെനിക് എന്ന് പറയുമ്പോൾ പോളി മീൻസ് മെനി അല്ലേ, മെനി ജീൻസ്. ഓക്കെ, മെനി ജീൻസ്, ഒരുപാട് ജീനുകൾ കൂടി ചേർന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്താൻ മനസ്സിലാവില്ലേ? കാരണം ഒരുപാട് ജീൻസ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് ആ ഗ്രഡേഷൻ. പല നിറം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാർക്ക് നീഗ്രോ കളേഴ്സ്, നമ്മൾ മദാമ എന്നൊക്കെ പറയുന്ന ഏറ്റവും വൈറ്റ് ആയിട്ടുള്ള കളർ, ഇടയിലുള്ള കളേഴ്സ് എല്ലാം മെനി ജീൻസ് ഉള്ളത് കൊണ്ടാണ് ഗ്രഡേഷൻ ഓഫ് കളേഴ്സ് കാണാൻ പറ്റുന്നത്. അതേസമയം നമുക്ക് പോളിജെനി, മെനി ജീൻസ് കൺട്രോളിങ് വൺ ക്യാരക്ടർ. ഒരുപാട് ജീൻസ് സ്കിൻ കളർ എന്ന് പറയുന്ന ഒറ്റ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു. പോളിജെനി, മെനി ജീൻ, വൺ ക്യാരക്ടർ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്ലിയോട്രോപ്പി. ആ പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിൾ ആണ് ഫീനെയിൽ കീറ്റോന്യൂറിയ വരുന്നത്. ഓക്കെ, അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരുന്നാ മതി നിങ്ങൾ. അപ്പൊ അടുത്ത ചോദ്യമേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചിരിക്കുന്നത്. മൈക്രോബ്സ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് മെനി ഫംഗൈ can be grown on nutritive media to form colonies that cannot be seen with the naked eyes. Okay, നമ്മളുടെ ബാക്ടീരിയം ഫംഗൈ ഒക്കെ എന്ത് ചെയ്യുന്നു? ന്യൂട്രിറ്റീവ് മീഡിയത്തിൽ ഗ്രോ ചെയ്തിട്ട് അവർ കോളനീസ് ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്യുന്ന കോളനി നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. LAB play very beneficial role in checking the disease causing microbes. Okay, microbes are present even at sites where no other life form could possibly exist. The technology of biogas production was developed in India mainly due to the efforts of Indian Agriculture Research Institute, IARI and Khadi and Village Industries Commission, KVIC. Okay, അപ്പൊ ഇതില് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് യെസ് റൈറ്റ്. നമുക്ക് ഇവര് ഫോം ചെയ്യുന്ന ഇവരെ നമുക്ക് കാണാൻ പറ്റില്ല. ദീസ് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആർ മൈക്രോസ്കോപ്പിക്. പക്ഷെ അവരുടെ കോളനി എന്ന് പറയുന്നത് എന്താ? ത്രൂ നേക്കഡ് ഐസ് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഓപ്ഷൻ ഇസ് റോങ്. അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. ഇന്ന് നമുക്ക് കുറച്ച് മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. സോ വി ഹാവ് എ match the following question here. Match list 1 with the list 2. Glycine, valine, insulin and the serine. Alcohol containing amino acid, neutral amino acid, homopolysaccharide, simplest amino acid. Okay, please match. Match you. Match you. Match you, match you, match you. Yes, ശ്വേത, ഇതൊന്ന് മാച്ച് ചെയ്യാമോ? ഇതൊന്ന് മാച്ച് ചെയ്യാമോ? സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാ? ജസ്റ്റ് ആ സൈഡ് ഗ്രൂപ്പ് ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, വേരിയബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഹൈഡ്രജൻ മാത്രമല്ല അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത്. സോ ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഇസ് ഗ്ലൈസിൻ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ഒരെണ്ണം വെച്ച് തന്നെ ചിലപ്പോ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. A4 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? A4 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ബട്ട് എനിവേ ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ആൽക്കഹോൾ കണ്ടെയ്നിങ് അമിനോ ആസിഡ്, ആ സൈഡ് ഗ്രൂപ്പിൽ OH വരുന്ന സൈഡ് ഗ്രൂപ്പ് ആണ് സെറിൻ ഉള്ളത്. സോ സെറിൻ ആൽക്കഹോൾ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആണ് D1. ഇതിൽ ആർക്കെങ്കിലും D1 വരുന്നുണ്ടോ? 2 പേർക്കും D1 ആണ്. അത് വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ ന്യൂട്രൽ അമിനോ ആസിഡ്, ഹോമോപോളിസാക്കറൈഡ്. ഓക്കെ, ഇതിൽ ആക്ച്വലി വാലിൻ എന്ന് പറയുന്ന ന്യൂട്രൽ അമിനോ ആസിഡ്, ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു എന്താണ്? പോളിമർ ആണ്. പോളിമർ ഹോമോപോളിസാക്കറൈഡ് ആണ്. ഓക്കെ, സോ ആക്ച്വലി ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, C3 ആൻഡ് B2. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ശ്വേത, ദാറ്റ്സ് കറക്റ്റ് ട്ടോ. ശ്വേത കറക്റ്റ് ആണ്. സോ അടുത്ത ചോദ്യമേ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ANF, നമ്മുടെ ഏട്രിയം റിലേറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന ഫാക്ടർ ആണ്. ഹെൽപ്സ് ഇൻ ലോവറിംഗ് ബ്ലഡ് പ്രഷർ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെക്കാനിസംസ്? ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനാണ് ഇവർ സഹായിക്കുന്നത്.
ഇതിൽ ഏത് മെക്കാനിസം ഉപയോഗിച്ചാണ് അവർ BP ലോവർ ചെയ്യുന്നത്? സ്റ്റിമുലേറ്റിംഗ് adrenal cortex to release aldosterone, inducing dilation of blood vessels, അതായത് vasodilation ആണ് ഉദ്ദേശിച്ചത്, causing constriction of blood vessels, vasoconstriction, stimulates JG cells to release renin, okay, juxtaglomerular cells to release renin മെക്കാനിസം ആണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത്. ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ വാസോ ഡൈലേഷൻ ആണോ വാസോ കൺസ്ട്രിക്ഷൻ ആണോ അവിടെ വരുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അർജുൻ, യെസ്, വാസോ ഡൈലേഷൻ ആണല്ലേ വരുന്നത്. അതായത് ബ്ലഡ് വെസൽ ഡൈലേറ്റ് ആകുന്നു, അപ്പൊ ബ്ലഡ് ഫ്ലോ എന്താണ്, പ്രഷർ കുറയുന്നു, അതെന്താണ് ബ്ലഡ് പ്രഷർ ലോവറിംഗിലേക്ക് നയിക്കുന്നു. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. കറക്റ്റ് ആര്യ. വേറെ ആരും ആൻസർ ചെയ്തിട്ടില്ലല്ലോ. സ്ലോ ആണല്ലോ ആൻസറിങ്, സ്ലോ, കുറച്ച് സ്ലോ ആണ് ആൻസറിങ് ഇന്ന്. എനിക്കറിയില്ല ഈ ഒരു സമയം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കാറുണ്ട്. ഇന്ന് ആക്ച്വലി എന്തോ ഒരു കൈൻഡ് ഓഫ് ലേസിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഇൻ എ ടെസ്റ്റ് ക്രോസ് homozygous recessive parent is always used because, നമുക്കറിയാം ടെസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഹോമോസൈഗസ് റെസസീവ് പാരന്റുമായിട്ടാണ് ബാക്ക് ക്രോസിംഗ് നടത്തുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് ഓൺലി ഡോമിനന്റ് ഓഫ് സ്പ്രിങ്സ്, ഇറ്റ് ഇൻക്രീസസ് വേരിയേഷൻ, ഇറ്റ് മാസ് ഡോമിനന്റ് അലീൽ, ഇറ്റ് റിവീൽസ് ഹിഡൻ ജീനോടൈപ്പ്. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹോമോസൈഗസ് റെസസീവ് പാരന്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഹോമോസൈഗസ് റെസസീവ് പാരന്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് നടത്തുന്നത്? ഡോമിനന്റ് ഓഫ് സ്പ്രിംഗ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അല്ല, ഒരിക്കലും ടെസ്റ്റ് ക്രോസ് നടത്തുമ്പോൾ ഡോമിനന്റ് ഓഫ് സ്പ്രിംഗ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുക, വേരിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല, ഡോമിനന്റിനെ മാസ്ക് ചെയ്യുന്നില്ല, ഇറ്റ് റിവീൽസ് ഹിഡൻ ജീനോടൈപ്പ്. നമ്മൾ അതിനു വേണ്ടിയാണ് ആക്ച്വലി ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത് തന്നെ. സോ ഹിഡൻ ജീനോടൈപ്പ് റിവീൽ ആകണമെങ്കിൽ അവിടെ റെസസീവ് ആയിട്ടുള്ള പാരന്റുമായിട്ട്, ഹോമോസൈഗസ് റെസസീവ് പാരന്റുമായിട്ട് ബാക്ക് ക്രോസ് ചെയ്തേ മതിയാവത്തുള്ളൂ. ദാറ്റ്സ് വൈ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ദാറ്റ്സ് ട്രൂ. മണി, ശ്വേത, ആര്യ, ഓൾ റൈറ്റ്, ഫൈൻ. അടുത്ത ചോദ്യം, സോഡിയം പൊട്ടാസ്യം പമ്പ് അക്രോസ് മെംബ്രെയിൻ ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ട്സ്. സോഡിയം പൊട്ടാസ്യം പമ്പിന്റെ സമയത്ത് എത്ര എണ്ണം എവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു? 2Na+ out, 3K+ into cell, 6K+ out, 4Na+ into, 3Na+ out, 2K+ in, 2Na+ out, 2K+ in. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ബട്ട് നിങ്ങൾക്കിത് അറിഞ്ഞേ പറ്റത്തുള്ളൂ, എന്നാലേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? സി. യെസ്, 3Na+ പുറത്തേക്കും 2K+ അകത്തേക്കും. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി ഉള്ളിലെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അല്ലെ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, കറക്റ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്? ഇതിൽ ഇൻകറക്റ്റ് ഓപ്ഷൻസ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് 1,50,000 to 3,50,000 mm3. ബ്ലഡ് എന്ന് പറയുന്നത് ഫോംഡ് എലമെന്റ്സ് പ്ലസ് പ്ലാസ്മയാണ്. ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് WBC പ്ലസ് പ്ലേറ്റ്ലെറ്റ്സ് പ്ലസ് RBC ആണ്. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റും മോണോസൈറ്റുമാണ്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാം. ഇൻകറക്റ്റ് വൺ ഐഡന്റിഫൈ ചെയ്യാം. ഇൻകറക്റ്റ് വൺ, ഫൈൻഡ് ദി ഇൻകറക്റ്റ് വൺ. ഹായ് ക്രിസ് ജോർജ്, ഹലോ. ക്രിസ് ജോർജ് ഏതിനാണ് ആൻസർ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന്. സോ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ ഹിയർ, ക്രിസ് ജോർജ്. ഓക്കെ, ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ, ഇടവേളകൾ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്രിസ് ജോർജിനെ പോലെയുള്ള
മഹാന്മാരായിട്ടുള്ള ആസ്പിറൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ Adharan Sari. You are telling the answer is option D. Okay, yes. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ട്രൂ. ഓക്കെ, ബ്ലഡ് എന്ന് പറയുന്നത് ഫോംഡ് എലമെന്റ്സും പ്ലാസ്മയും കൂടി ചേരുന്നതാണ്. കറക്റ്റ് ആണ്. ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് WBC പ്ലസ് പ്ലേറ്റ്ലെറ്റ്സ് പ്ലസ് RBC. ദാറ്റ്സ് ട്രൂ. ഇനിയിപ്പോ ഇവിടെ ഗ്രാനുലോസൈറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ് ആണ്. ആണോ? അല്ല. ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ് എന്ന് പറയുന്നത് അഗ്രാനുലോസൈറ്റ് ആണ്. നമുക്ക് ഇവിടെ ഗ്രാനുലോസൈറ്റ്സ് ആയിട്ട് ബേസോഫിൽ, ഈസിനോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ, ബെൻ എന്ന് നമ്മൾ കോഡ് പറഞ്ഞിരുന്നു അല്ലെ? യെസ്. അപ്പം ബേസോഫിൽ, ഈസിനോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ ആണ് ഇവിടെ ഗ്രാനുലോസൈറ്റ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ദ ഓപ്ഷൻ ഡി ഈസ് റോങ്. ഫൈൻ. ഓക്കെ Okay. So the next question ട്ടോ. അടുത്ത ചോദ്യം, which of the following plants possess hallucinogenic properties? Okay. ഇതില് hallucinogenic properties തന്നിരിക്കുന്നത് ഇതിൽ ആരാണ് ഹാലൂസിനേഷന് കാരണമായിരിക്കുന്നത്? ദത്തുര, അട്രോപ്പ ബെല്ലഡോണ, എറിത്രോക്സിലം കൊക്ക. മോർ ദാൻ വൺ ഓപ്ഷൻ ഇസ് റൈറ്റ്. ഡയറക്റ്റ് ഹാലൂസിനേഷനിൽ എഫക്റ്റ് ഉള്ളതാണ്. ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് ഇഫക്റ്റ് തരുന്നത് ഇതിൽ ആരാണ്? Dathura, Atropa belladonna, Erythroxylum coca. More than one option is correct. Okay. Coca plant ഒക്കെ ആക്ച്വലി എന്താണ്? നിക്കോട്ടിൻ ഡി ആണോ? യെസ്, വെരി ഗുഡ്. ആക്ച്വലി ഇവിടെ ഹാലൂസിനോജനിക് പ്രോപ്പർട്ടി വരുന്നത് ദത്തൂര ആൻഡ് അട്രോപ്പ ബെല്ലഡോണ ആണ് അല്ലെ? സോ മോർ ദാൻ വൺ ഓപ്ഷൻ ഇസ് റൈറ്റ്. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഫൈൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, Drosophila melanogaster show which type of sex determination mechanism? Okay, അപ്പൊ നമുക്ക് ആക്ച്വലി 3 തരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പഠിക്കാനുണ്ട്. XXXY, XX, ZZ and ZW അല്ലെ? അപ്പൊ ഇതില് ഡ്രോസോഫില ഏത് കാറ്റഗറിയിൽ വരുന്നു? XX, ZZ, ZW, XXXY, അതേപോലെ ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, ഇതിൽ ഡ്രോസോഫില മെലനോഗാസ്റ്റർ ഏത് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് കാണിക്കുന്നത്? വിച്ച് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ? ഓക്കെ, യെസ്, ഓപ്ഷൻ സി, XXXY, റൈറ്റ്. ഹ്യൂമൻ ബീങ്സിന് സെയിം ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഡ്രോസോഫിലയിലും ഉള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, what type of epithelial cell junctions facilitate the cells to communicate with each other? Okay, അപ്പം ഏത് തരത്തിലുള്ള സെൽ ജംഗ്ഷൻ? നമ്മൾ അഡ്ഹറിംഗ് ജംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്, ഗ്യാപ് ജംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്, ടൈറ്റ് ജംഗ്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിൽ ഏതാണ് സെൽ ടു സെൽ അഡ്ജസന്റ് ആയിട്ടുള്ള സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്? ഗ്യാപ് ജംഗ്ഷൻ ആണോ, അഡ്ഹറിംഗ് ജംഗ്ഷൻ ആണോ, ടൈറ്റ് ജംഗ്ഷൻ ആണോ? മോർ ദാൻ വൺ ഓപ്ഷൻ ഇസ് റൈറ്റ്. യെസ്, കറക്റ്റ് അർജുൻ. എറിത്രോക്സിലം കൊക്കൈനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊക്കൈൻ പ്രൊഡക്ഷനിലാണ് എറിത്രോക്സിലം കൊക്ക ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പറയൂ, ഇത് പറയൂ. യെസ്, അഡ്ഹറിംഗ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം സിമെന്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നതാണ്. ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിലേക്ക് ഉള്ളിൽ കൂടെ ബിറ്റ്വീൻ ടു സെൽസ് ഫ്ലോ ഓഫ് സബ്സ്റ്റൻസിനെ പെർമിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഗ്യാപ് ജംഗ്ഷൻ ആണ് കറക്റ്റ് ഒരു സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എപ്പിത്തീലിയൽ സെൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഗ്യാപ് ജംഗ്ഷൻ. മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ് അല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇസ് കൺസിഡർഡ് മോസ്റ്റ് എഫിഷ്യന്റ് അറ്റ് ലീസ്റ്റ് റിവേഴ്സിബിൾ? ഇതില് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പക്ഷേ ലീസ്റ്റ് റിവേഴ്സിബിൾ, അത്ര ഈസിലി റിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിലിറ്റി പുവർ ആയിട്ടുള്ള കോൺട്രാസെപ്ഷൻ ഏതാണ്? Ma'am, app कौन से लिपि बोल? I think you are asking me which is my language. I am speaking Malayalam from Kerala. Malayalam lipi. Okay, don't worry, you just try to understand the question and answer, because I am giving the questions and answers in English, no? So you can also attend the questions. Fine. Okay, yes.
which is considered most efficient but least reversible? Withdrawal method, it is not much efficient. Okay, physical barrier method, it's okay, but we can't say it's the best one or it's the most efficient one among the options. Okay, and it is not least reversible. Least reversible എന്ന് പറയുന്ന ഓപ്ഷൻ ഫിസിക്കൽ ബാരിയറിന് ഓക്കെ അല്ല. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ടെക്നിക്, വാസെക്ടമി ആൻഡ് ട്യൂബെക്ടമി എന്താണ് ഏറ്റവും എഫിഷ്യന്റ് ആണ്, പക്ഷേ റിവേഴ്സിബിലിറ്റി ഏറ്റവും കുറവുള്ളത് സ്റ്റെറിലൈസേഷൻ ടെക്നിക്കിലാണ്. ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് അവിടെ ഇത് റിവേഴ്സിബിലിറ്റിനെ ബാധിക്കുന്നില്ല. സോ റിവേഴ്സിബിലിറ്റിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. യെസ്, എഫക്റ്റീവ്നെസ് മാത്രമല്ല റിവേഴ്സിബിലിറ്റി പുവർ ആയതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ഓപ്ഷൻ സി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യമേ, the developing fetus becomes covered with a fine hair during which stage of pregnancy? നമ്മൾ കറക്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആ ഒരു മന്ത് വെച്ചിട്ട്, ജസ്റ്റേഷൻ പീരീഡിന്റെ മന്ത് വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നമ്മുടെ ഫീറ്റസ് ഫൈൻ ഹെയർ വെച്ചിട്ട്, ഫൈൻ ബോഡി ഹെയർസ് വെച്ചിട്ട്, മീൻസ് ഹെഡിലെ ഹെയർ മാത്രമല്ല ഫൈൻ ബോഡി ഹെയർസ് വെച്ചിട്ട്, ഫൈൻ ബോഡി ഹെയർസ് വെച്ചിട്ട്, ഫൈൻ ബോഡി ഹെയർസ് വെച്ചിട്ട്, ഫൈൻ ബോഡി ഹെയർസ്, ഓക്കെ, ഓക്കെ. അപ്പൊ ഫൈൻ ബോഡി ഹെയർസ് കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. അത് ഏത് ടൈം പീരീഡിലാണ്? ഓക്കെ, by the end of second month, by the end of first month, by the end of second trimester, by the end of 12 weeks. Yes, by the end of second trimester. Okay, second trimester complete ആവുമ്പോഴേക്കുമാണ് ബോഡി കംപ്ലീറ്റ്ലി ഫൈൻ ഹെയർസ് വെച്ച് കവേർഡ് ആവുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, next question, a person has both A and B antigens present on the surface of the RBCs. നോക്ക്, നമ്മൾ RBC എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ബോഡിയിൽ എ ആന്റിജൻ ഉണ്ട്. RBCയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ എ ആന്റിജൻ ഉണ്ട്, ബി ആന്റിജൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഡസ് നോട്ട് ഹാവ് ആന്റി എ ഓർ ആന്റി ബി ആന്റിബോഡീസ് ഇൻ ദ പ്ലാസ്മ. പക്ഷേ ബ്ലഡിന്റെ പ്ലാസ്മയിൽ രണ്ടിന് അഗൻസ്റ്റ് വർക്ക് ചെയ്യുന്ന ആന്റിബോഡീസ് ഇല്ല. രണ്ട് ആന്റിബോഡി ഇല്ല, ബട്ട് രണ്ട് ആന്റിജനും ഈ RBCയുടെ മുകളിൽ പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ടു ദിസ് പേഴ്സൺ? അങ്ങനെയാണെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ്, ഒ ബ്ലഡ് ഗ്രൂപ്പ്, എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ബ്ലഡ് ഗ്രൂപ്പ്, ഈ 4 ബ്ലഡ് ഗ്രൂപ്പും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പിന് ഈ വ്യക്തിയിലേക്ക് ബ്ലഡ് ഡൊണേഷൻ പോസിബിൾ ആണ്? നോക്ക്, RBCയുടെ മുകളിൽ എ ആന്റിജൻ ആൻഡ് ബി ആന്റിജൻ പ്രസന്റ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ദ ബ്ലഡ് ഗ്രൂപ്പ് ഹിയർ ഇസ് എ ബി ബ്ലഡ് ഗ്രൂപ്പ്, റൈറ്റ്? അപ്പൊ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തികളുമായിട്ട് ബ്ലഡ് ഡൊണേഷൻ പോസിബിൾ ആണ്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? 4, 2, 3, 1. ആൻസർ ഇസ് എ, റൈറ്റ്. കാരണം എല്ലാവരുമായിട്ട് ഇവർക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും, എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. കാരണം എന്താ? എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്, അല്ലെ? യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്. അറ്റ് ദ സെയിം ടൈം യൂണിവേഴ്സൽ ഡോണർ, ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാണ് നമ്മുടെ ഒ ബ്ലഡ് ഗ്രൂപ്പിനാണ്. ക്ലിയർ? അപ്പൊ അടുത്ത ചോദ്യമേ, ഐഡന്റിഫൈ ദ കറക്റ്റ് ലേബലിംഗ് ഓഫ് ഡയഗ്രമാറ്റിക് സെക്ഷൻ വ്യൂ ഓഫ് ഓവറി ഗിവൺ ബിലോ. നോക്ക്, എ ബി സി ഡി കാണിച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് എ, ഈ കാണിച്ചിരിക്കുന്ന ബി, ഇവിടെ കാണിച്ചിരിക്കുന്നു സി, ഇവിടെ കാണിച്ചിരിക്കുന്നു ഡി. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ലേബലിംഗ് ആ ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഗ്രാഫിയൻ ഫോളിക്കിൾ ഷോയിങ് ആൻഡ്രം, ഇത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ്രത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സി എന്ന് പറയുന്നത് ഓവം പ്രൈമറി ഊസൈറ്റ്, ഓവത്തിനെ കാണിച്ചിരിക്കുന്നത്, അതായത് പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിലുള്ള ഓവം. ഇനിയിപ്പം ബി എന്ന് പറയുന്നത് ടെർഷറി ഫോളിക്കിൾ ക്യാരക്ടറൈസ്ഡ് ബൈ എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ഓവം. ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയുടെ പേര് ഓവം, ടെർഷറി ഫോളിക്കിളാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഡി എന്ന് പറയുന്നത് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ, ഒരുപാട് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്ന കോർപ്പസ് ലൂട്ടിയത്തിനാണ് ബിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ് ആൻസർ വരാ? ഏതാണ് ആൻസർ വരാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ.
ഓക്കെ, യെസ്. അതായത് എ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ല. നോക്ക്, ഇവിടെയാണ് ആക്ച്വലി ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് നമ്മളെ കാണിച്ചിരിക്കുന്നത്. സോ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഉള്ളിലുള്ള ആൻഡ്രം നമ്മൾ ആക്ച്വലി ടെർഷറി ഫോളിക്കിളിന്റെ ഉള്ളിലാണ് ആൻഡ്രം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തെറ്റ്. ടെർഷറി ഫോളിക്കിൾ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിക് ഓവം എന്നല്ല ആൻഡ്രം എന്നാണ് പറയുന്നത്. സോ അതും തെറ്റ്. സി, ഓവം പ്രൈമറി ഊസൈറ്റ് അല്ല, ഇവിടെ റപ്ചർ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിലല്ല ഓവം റപ്ചർ ചെയ്യുന്നത്, സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലാണ്. സോ അതും റോങ് ആണ്. ഇനിയിപ്പോ ഡി എന്ന് പറയുന്നത് കോർപ്പസ് ലൂട്ടിയം കറക്റ്റ് ആണ്. കോർപ്പസ് ലൂട്ടിയം ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ചെയ്തു, അത് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറി, ലാർജ് അമൗണ്ട്സ് ഓഫ് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നത്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ചോദ്യം, 5s rRNA differs from 5' rRNA as it is transcribed by. 5s rRNA differs from 5' rRNA as it is transcribed by. 5s rRNA ആരാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്? Is that RNA polymerase 3? Is that RNA polymerase 1? Is that RNA polymerase 2? or none of these? ഇതിൽ ആരാണ് 5s rRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് 5.8s rRNA ആയിട്ട് ഡിഫർ ചെയ്തിട്ടിരിക്കുന്നത്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. എങ്ങനെ ആൻസർ ചെയ്യാം? How can we answer this question? How can we answer this question? How can we answer this question? Yes. Yes. 5s rRNA RNA polymerase 3 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. ബട്ട് 5.s rRNA RNA polymerase 1 ആണല്ലേ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം, എ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് ഇൻ DNA is formed between. ഒരു DNAയില് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ആരൊക്കെ തമ്മിലാണ് ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ 2 nucleotides on different strands, between 2 adjacent nucleotides, between 2 adjacent nucleosides, between sugar and nitrogenous based. അപ്പം 2 ഡിഫറെന്റ് സ്റ്റാൻഡിലുള്ള ന്യൂക്ലിയോടൈഡ്സ് തമ്മിലാണോ, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന 2 ന്യൂക്ലിയോടൈഡ്സിന്റെ ഇടയിലാണോ, അല്ലെങ്കിൽ ന്യൂക്ലിയോസൈഡ്സിന്റെ ഇടയിലാണോ, അല്ലെങ്കിൽ ഷുഗറിന്റെയും നൈട്രജൻ ബേസിന്റെയും ഇടയിലാണോ? ആക്ച്വലി ഷുഗറിന്റെയും നൈട്രജൻ ബേസിന്റെ ഇടയിലുള്ള ബോണ്ട് ഏതാ? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് അല്ലെ. സോ ഏതാണ് റൈറ്റ് ആൻസർ? Because it's synthesis. Yes. Okay, Arjun was Luby, right? അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ വരാ? ഇതിന്റെ കറക്റ്റ് ആൻസർ യെസ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിട്ടില്ല. ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ? Can you say the answer for this question? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറയാമോ? യെസ്. Athar Ansari. I think the name is Athar Ansari. 2 adjacent nucleosides. 2 nucleosides-ന്റെ ഇടയിലാണോ? No. It is between 2 adjacent nucleotides. 2 nucleotides-ന്റെ ഇടയിലാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതായത് ട്രൈഫോസ്ഫേറ്റ് ഫോമിലായിരിക്കും ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ ഇരിക്കുക അല്ലെ. ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്. ട്രൈഫോസ്ഫേറ്റ് ഫോമിലായിരിക്കും അവിടെ ആ ഫോസ്ഫേറ്റ് ഇരിക്കുന്നത്. അവിടെ സ്പ്ലിറ്റിംഗ് നടത്തി ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് ന്യൂക്ലിയോടൈഡ്സ് ആണ് ആക്ച്വലി എന്താണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, യെസ്, ആധാർ അൻസാരി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഗുഡ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, assertion and reason kind of question. So the assertion, smoking leads to reduced oxygen availability in the blood. Okay, in the body. Smoking ചെയ്തിട്ടുണ്ടെങ്കിൽ oxygen availability കുറയും ബോഡിയിൽ. ഇനിയിപ്പോൾ smoking elevates the level of carbon monoxide in blood and increases the amount of oxygen bound to hemoglobin. സ്മോക്കിംഗ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്, ബ്ലഡിലുള്ള കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂട്ടും and increases the amount of oxygen bound to hemoglobin. ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന അളവ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. How can you answer for this question? Jidin. B. Yes. സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഓക്സിജൻ അവൈലബിലിറ്റി കുറയ്ക്കും. ദാറ്റ്സ് ട്രൂ. പക്ഷെ സ്മോക്കിംഗ് കാർബൺ മോണോക്സൈഡ് എലവേറ്റ് ചെയ്യും എന്നത് കറക്റ്റ് ആണ്. പക്ഷെ അമൗണ്ട് ഓഫ് ഓക്സിജൻ ബൗണ്ട് ടു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇൻക്രീസ് അല്ല.
decrease ആണ് ചെയ്യുക. So this part is wrong. So the right answer is option A is true, but R is false. Fine. Okay. അപ്പൊ അടുത്ത ചോദ്യം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ a type of granulocyte which constitute 60 to 65% of leukocytes are. അതായത് ഗ്രാനുലോസൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട്, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ്, ഏറ്റവും കൂടുതൽ അളവിൽ നിൽക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ അയാളെ നമുക്ക് ഈ ഫീച്ചേഴ്സിന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്, ഫാഗോസൈറ്റിക് സെൽസ് ആണ് വിച്ച് ഡിസ്ട്രോയ്സ് ഫോറിൻ ഓർഗാനിസംസ് എൻറ്ററിംഗ് ദ ബോഡി, ആർ ദ മോസ്റ്റ് അബൻഡന്റ് സെൽസ് ഓഫ് ദ ടോട്ടൽ RBC, both 2 and 3. Hi Achus, hello, hi. അപ്പൊ ഇത് പറയൂ, ആൻസർ പറയൂ. അപ്പം 60 to 65% ഓഫ് ദ ല്യൂക്കോസൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരെയും ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ ന്യൂട്രോഫിലിനെ ആണല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്. മോസ്റ്റ് അബൻഡന്റ് വൺ. ഓക്കെ, മോസ്റ്റ് അബൻഡന്റ് among the RBC അല്ല, among the WBC ആണ്. സോ ദിസ് ഇസ് റോങ്. ഓക്കെ, അപ്പൊ അത് റോങ് ആയതുകൊണ്ട് തന്നെ ഇതും റോങ്. അപ്പോൾ 2 and 3 ഇവിടെ വന്നിരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനിയിപ്പോ ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ കൂടുതലും നമ്മളുടെ ബേസോഫിൽസ് ഒക്കെയാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഫാഗോസൈറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതാണ് ന്യൂട്രോഫിലിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. Find how many spermatids are formed from 2 secondary spermatocyte and 4 primary spermatocyte. Okay, അപ്പം secondary spermatocyte ഉണ്ട്, primary spermatocyte ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പെർമാറ്റിഡ് ഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അപ്പം ഒരെണ്ണം ഡിവൈഡ് ചെയ്തിട്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് 2 സ്പെർമാറ്റിഡ് ഫോം ചെയ്യും. ഓക്കെ, അതേസമയം ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. അവർ ഓരോരുത്തരും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് എഗെയിൻ സ്പെർമാറ്റിഡ്സിനെ ഇങ്ങനെ ഫോം ചെയ്യും അല്ലെ. അപ്പം ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡും ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 സ്പെർമാറ്റിഡുമാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നു 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്നും അതേപോലെ 4 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നും എത്ര സ്പെർമാറ്റിഡാണ് റെസ്പെക്റ്റീവ്ലി ടോട്ടലി ഉണ്ടാകുക എന്നത് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ 2 into ഒരെണ്ണത്തുനിന്ന് 2 ആണെങ്കിൽ 2 2 into 2 ദാറ്റ് ഇസ് 4. ഓക്കെ, ഇപ്പൊ ഒരെണ്ണത്തുനിന്ന് 4 ആണ്, അങ്ങനെയാണെങ്കിൽ 4 4 into 4. Okay, 4 into 4 is equal to 16. Okay, so 4 and 16 an answer. Yes, so the right answer is option B, 4, 16. Clear? Yes. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ, the largest non-human gene dystrophin consists of. Largest non-human gene dystrophin, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ജീൻ എന്ന് പറയുന്നത് ഡിസ്ട്രോഫിൻ ആണ്. ഇതിന്റെ ഉള്ളിൽ എത്ര മില്യൺ ബേസസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്? 2.4 million bases, 3164.7 million bases, 30,000 bases, 1.4 million bases. Direct question from human genome project portion. Direct ആണ്. Okay. Yes. Yes, direct question ആണ്. 2.4 million bases ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. മാച്ച് വിത്ത് റെസ്പെക്ട് ടു thoracic chamber. അതായത് വെർട്ടിബ്രൽ കോളം ഉണ്ട്, ഡയഫ്രം ഉണ്ട്, സ്റ്റേർണം ഉണ്ട്, റിബ്സ് ഉണ്ട്. ഏത് സൈഡിലാണ്? ലോവർ സൈഡ്, അയ്യോ സൈഡിന്റെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്. ലോവർ സൈഡ്, ഡോർസൽ സൈഡ്, ലാറ്ററൽ സൈഡ്, വെൻട്രൽ സൈഡ്. ഓക്കെ, ഭയങ്കര ഈസിയാണ്. വെർട്ടിബ്രൽ കോളം ഡോർസൽ സൈഡില്, ഡയഫ്രം ലോവർ പാർട്ടില്, സ്റ്റേർണം വെൻട്രൽ ഇതില്, റിബ്സ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ അല്ലേ. ഭയങ്കര ഈസിയാണ്, ജസ്റ്റ് സിംപ്ലി മാച്ച് ചെയ്താൽ മതി. അപ്പൊ ഞാൻ വെർട്ടിബ്രൽ കോളം മാച്ച് ചെയ്യട്ടെ, ഡോർസൽ. ഓക്കെ, അപ്പൊ A3 വരുന്ന ഓപ്ഷൻ, ഓ മൈ ഗോഡ്, ഓപ്ഷൻസിൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ.
A3 അല്ല A2 ആണല്ലേ, ഞാൻ വായിച്ചതിന്റെ മിസ്റ്റേക്കാ. അപ്പൊ A2 ഓക്കെ. അപ്പൊ A2 വരുന്ന രണ്ടെണ്ണം ഡയഫ്രം ലോവർ സൈഡ് B1, രണ്ടും B1 ആണ്. സ്റ്റേണം എന്ന് പറയുന്നത് വെൻട്രൽ ആണ്. സോ C4. അയ്യോ, രണ്ടും C4 ആണല്ലോ. ഈ രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആണല്ലേ. ഓക്കെ. റിബ്സ് ലാറ്ററൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. 2 B1 C4 D3, ഇത് A3 ആയിക്കോട്ടെ. അപ്പൊ ഇത് കറക്റ്റ് ആവില്ലല്ലോ. അപ്പം നമുക്ക് C കൊടുക്കാം, റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ? Is this okay? ഓക്കെ, യെസ്. ഞാനിത് A3 എന്നാക്കി. അപ്പൊ നമുക്ക് ഇത് ഒഴിവാക്കാം, ഒരെണ്ണം മതി നമുക്ക്. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം again match the following questions ആണ്. സോ മാച്ച് ചെയ്തോളൂ. പെർമിയേസ്, ബീറ്റ ഗാലക്ടോസിഡേസ്, പ്രോട്ടിയേസ്, DNA dependent DNA polymerase. ഇപ്പുറത്ത് hydrolysis of lactose into glucose and galactose, breakdown of proteins, facilitates opening of DNA helix during transcription, increases permeability of cell to beta galactosides. Okay. So permease, beta galactosidase, protease, DNA dependent RNA polymerase. See, okay. അപ്പൊ ഞാൻ നോക്കട്ടെ. Permease increase permeability of cell to beta galactosides. Permeability of lactose increase ചെയ്യുന്നു. Beta galactosidase lactose glucose and galactose ആക്കി hydrolysis നടത്തുന്നു. പ്രോട്ടീസ് പറഞ്ഞാൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് എന്താണ് ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് ഈ ഒരു ഡബിൾ ഹെലിക്സ് പോളിമറേസ് തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ട് രണ്ടിനെയും സിംഗിൾ സ്റ്റാൻഡ് ആക്കുന്നത്. റൈറ്റ്. അപ്പം A4 ഉള്ള രണ്ട് ഓപ്ഷൻ, ഇത് രണ്ടും തെറ്റാണ്. B1 ഓക്കെ, രണ്ടും കറക്റ്റ് ആണ്. ഇത് അഗൈൻ അങ്ങനെയാണോ? C2 ഓക്കെ, C2 അല്ല C3. ഓക്കെ ഓക്കെ ഓക്കെ, എന്തൊക്കെയോ മണ്ടത്തരം ഞാൻ കാണിക്കുന്നുണ്ട്. C എന്ന് പറയുന്നത് 2 ആണല്ലേ. ഓക്കെ, C2 ഇവിടെയാണ്, ഇവിടെ C3 തെറ്റ്. D3 ഓക്കെ, D3. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ C. ഓക്കെ. Okay. So next question, അടുത്ത ചോദ്യം. Graphian follicle ruptures to release secondary oocyte. അതായത് ഗ്രാഫിയൻ ഫോളിക്കൽ ഓവുലേഷന്റെ സമയത്ത് റപ്ചർ ചെയ്തിട്ട് സെക്കൻഡറി oocyte സ്റ്റേജിലുള്ള ഓവമാണ് റിലീസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അസേർഷൻ പറയുന്നത്. ഇനി റീസൺ പറയുന്നു, പ്രൈമറി oocyte completes meiosis 2 before ovulation. പ്രൈമറി oocyte ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഓവുലേഷന് മുൻപ് കംപ്ലീറ്റ് ചെയ്യുന്നു. ബേസ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞോളൂ. You can say the answers here. ആൻസർ പറഞ്ഞോളൂ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് മാറിത്തരാം. ആൻസർ പറയൂ. ആൻസർ പറയൂ. ബി. യെസ്, അസേർഷൻ ട്രൂ ആണ്. ബട്ട് പ്രൈമറി oocyte മിയോസിസ് 2 അല്ല, മിയോസിസ് 1 ആണ് അണ്ടർഗോ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ തന്നെ ഓപ്ഷൻ തെറ്റിപ്പോയി. സോ ദ റൈറ്റ് ആൻസർ അസേർഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഫാൾസ്. ക്ലിയർ? യെസ്. അപ്പൊ അടുത്ത ചോദ്യമേ, അഡ്ഹറിംഗ് ജംഗ്ഷൻസ്. ഓക്കെ, രണ്ട് സെല്ലിന്റെ ഇടയിലുള്ള അഡ്ഹറിംഗ് ജംഗ്ഷൻസ് അല്ലെ, helps to stop substances from leaking across a tissue, performs cementing to keep neighboring cells together, facilitate the cells to communicate with each other, help to stop substances for rapid transfer of ions. Adhering junction ഇതിൽ എന്താണ് ചെയ്യുക? സബ്സ്റ്റൻസസിന്റെ ട്രാൻസ്ഫർ സ്റ്റോപ്പ് ചെയ്യുന്നു, സെൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, സിമെന്റിംഗ് ബിറ്റ്വീൻ നൈബറിംഗ് സെൽസ് ടുഗെദർ, ഹെൽപ്സ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ.
എന്ത് വരും? ആൻസർ ഏത് വരും? ബി. യെസ്, ഇവിടെ ടൈറ്റ് ജംഗ്ഷൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് അഡ്ഹറിംഗ് ജംഗ്ഷൻ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് ജംഗ്ഷൻ തെറ്റ്. ഹെൽപ്സ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ. എഗെയിൻ എന്താണ്? യെസ്, ടൈറ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ? യെസ്. അപ്പൊ അടുത്ത ചോദ്യമേ, HIV infection leads to increase in RBCs. RBCയുടെ അളവ് കൂടും. No effect on immunity. ഇമ്മ്യൂണിറ്റിയിൽ ഇഫക്റ്റ് ഇല്ല. Decrease in helper T cells. TH helper cellsന്റെ എണ്ണം കുറയും. Increase in helper T cells. TH helper cells, TH lymphocytesന്റെ അളവ് കൂടുവാണ് ചെയ്യുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ബട്ട് കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ രണ്ട് ഓപ്ഷൻസ് തമ്മിൽ. രണ്ട് ഓപ്ഷൻസ് തമ്മിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സി, യെസ്, ഹെൽപ്പർ T cells കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കും. ഇമ്മ്യൂണിറ്റി കുറയാണ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ, which of the following is correct regarding red versus white muscle fibers? റെഡ് ആൻഡ് വൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ്. വൈറ്റ് ഹാവ് മോർ മയോഗ്ലോബിൻ, റെഡ് ഫാറ്റീഗ് റാപ്പിഡ്ലി, വൈറ്റ് ആർ എയറോബിക്, റെഡ് ഫൈബേഴ്സ് ഹാവ് മോർ മൈറ്റോകോൺട്രിയ. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? CQT. ഏതാണ് റൈറ്റ് ആൻസർ? സോ ആക്ച്വലി ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. സോ വി ഹാവ് അനദർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ആൻസർ ചെയ്തോളൂ. ഡി ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, റെഡ് ഫൈബേഴ്സ് മോർ മൈറ്റോകോൺട്രിയ. ഓക്കെ 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 ഞാൻ ഇതിന്റെ ആൻസർ റിവീൽ ചെയ്യുന്നില്ല. അപ്പം നിങ്ങളവിടെ ആൻസർ റെഡി ഇട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഓക്കെ. ഇനി ഇതിന് ശേഷം ലൈവ് കാണുന്ന കുട്ടികളാണെങ്കിൽ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അറ്റ് ദ ടൈം ഐ വിൽ കറക്റ്റ്. ഓക്കെ, അപ്പം മുൻപൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. ഇതിൻ്റെതും കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്തോളൂ. ഫ്രം ദ ഐ വിൽ കറക്റ്റ്. സോ ദിസ് ഇസ് യുവർ സെക്കൻഡ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യേ, which of the following changes occurs during muscle relaxation? Muscle relaxation സമയത്ത് which of the following changes occurs during muscle relaxation? Muscle relaxation സമയത്ത് ഇതിൽ എന്താണ് സംഭവിക്കുക? അതായത് മസിൽ കൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് സ്കെലിറ്റൽ മസിൽസ് റിലാക്സ് ചെയ്യും അല്ലെ. അപ്പൊ റിലാക്സേഷൻ സമയത്ത് ഇതിൽ എന്താണ് സംഭവിക്കുക? മയോസിൻ ഹെഡ്സ് അറ്റാച്ച് സ്ട്രോങ്ലി ടു ആക്ടിൻ, troponin exposes binding sites on actin, Ca2+, calcium ions pumped back into sarcoplasmic reticulum, ATP is not required. Which of the following changes occurs during muscle relaxation? Muscle relaxation സമയത്ത് ഇതിൽ എന്താണ് സംഭവിക്കുക? CD ഒക്കെ ആൻസർ പറയുന്നുണ്ടല്ലോ. മയോസിൻ ഹെഡ്സ് അറ്റാച്ച് സ്ട്രോങ്ലി ടു ആക്ടിൻ. ഇല്ല, റിലാക്സേഷൻ ആകുമ്പോഴത്തേക്ക് അറ്റാച്ച്മെന്റ് അവിടെ ബ്രേക്ക് ആവും അല്ലെ. ട്രോപ്പോണിൻ എക്സ്പോസസ് ബൈൻഡിങ് സൈറ്റ്സ് ഓൺ ആക്ടിൻ. ട്രോപ്പോണിൻ ആക്ച്വലി ആ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് ക്ലോസ് ചെയ്യും. ഓക്കെ, കാൽഷ്യം പംപ്ഡ് ബാക്ക് ഇൻ ടു സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. യെസ്, നമ്മളുടെ TNCയിൽ ബൈൻഡ് ചെയ്തിരുന്ന ട്രോപ്പോണിൻ സിയിൽ ബൈൻഡ് ചെയ്തിരുന്ന കാൽഷ്യം എല്ലാം തിരിച്ച് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് പോകും റിലാക്സേഷൻ സമയത്ത്. ദാറ്റ്സ് ട്രൂ. ATP is not required. ATP is not required during muscle relaxation എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ 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 അപ്പൊ അടുത്ത ചോദ്യം, arrange in correct order with the increasing
ബ്രെയിൻ സൈസ്, അതായത് ചെറിയ ബ്രെയിൻ സൈസിൽ നിന്ന് വലിയ ബ്രെയിൻ സൈസിലേക്ക് ഇൻക്രീസിങ് ഓർഡറിൽ നിങ്ങൾ ബ്രെയിൻ സൈസ് അനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ഇൻ കറക്റ്റ് ഓർഡർ വിത്ത് ഇൻക്രീസിങ് ബ്രെയിൻ സൈസ്. നിയാണ്ടർതൽ മാൻ, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. അതായത് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ബ്രെയിൻ കപ്പാസിറ്റിയുടെ ഒരു എവല്യൂഷൻ ആണ് അല്ലെ. അപ്പൊ എവല്യൂഷൻ ഫോർവേഡ് ചെയ്യുന്നതിനനുസരിച്ച് ബ്രെയിൻ സൈസിലും ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. സോ ആ കറക്റ്റ് ഓർഡറിൽ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാം. നിയാണ്ടർതൽ, ഹാബിലിസ്, ഇറക്ടസ്, സാപ്പിയൻസ്. ഹാബിലിസ്, ഇറക്ടസ്, നിയാണ്ടർതൽ, സാപ്പിയൻസ്. ഇറക്ടസ്, ഹാബിലിസ്, നിയാണ്ടർതൽ, സാപ്പിയൻസ്. ഹാബിലിസ്, നിയാണ്ടർതൽ, ഇറക്ടസ്, സാപ്പിയൻസ്. സോ വി ഹാവ് ദ ഓർഡർ ആഹെൻസ് അല്ലെ. നമ്മൾ ആഹെൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേ ഓർഡറിൽ തന്നെയാണ്. ആദ്യം ഓസ്ട്രലോപിത്തസിൻസ്, പിന്നെ ഹാബിലിസ്, പിന്നെ റെക്ടസ്, പിന്നെ നിയാണ്ടർതൽ മാൻ, പിന്നെ സാപ്പിയൻസ്. ഇതേ ഓർഡറിൽ തന്നെയാണ് ബ്രെയിൻ കപ്പാസിറ്റിയും കൂടി വന്നിരിക്കുന്നത്. റൈറ്റ്. അപ്പം നിയാണ്ടർതൽ മാൻ, ഹബിലിസ്. ഓക്കെ, ആക്ച്വലി ഹബിലിസിന് ശേഷമാണ് നിയാണ്ടർതൽ. സോ ഇവിടെ തന്നെ ഇത് റോങ് ആണ്. അടുത്ത നോക്കിക്കോ. ഹബിലിസ്, ഇറക്ടസ്, നിയാണ്ടർതൽ, സാപ്പിയൻസ്. ട്രൂ. ഇറക്ടസ്, ഹബിലിസ്. നോ, ഹബിലിസിന് ശേഷമാണ് ഇറക്ടസ്. സോ ഇതും തെറ്റ്. ഹബിലിസിന് ശേഷം നിയാണ്ടർതൽ, നിയാണ്ടർതലിന് ശേഷം ഇറക്ടസ് അല്ല, നിയാണ്ടർതലിന് മുന്നാണ് ഇറക്ടസ്. സോ ദിസ് ഇസ് റോങ് ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിയർ. സോ അടുത്ത ഒരു ചോദ്യം. വെയിറ്റ്. അപ്പൊ ആക്ച്വലി നമുക്കിനി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നറിയോ? ഓൾമോസ്റ്റ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 6 27 28. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്കൊരു 30 ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഒരു ബ്രേക്കും കൂടി എടുക്കാം. ഒരൊറ്റ ബ്രേക്കും കൂടി എടുക്കാം കേട്ടോ. അപ്പം ഓക്കെ, വി ഹാവ് വൺ മോർ ബ്രേക്ക് ബിക്കോസ് ഐ നീഡ് റെസ്റ്റ് ഫോർ മൈ ത്രോട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോ വി ഹാവ് എ ബ്രേക്ക്. നൗ ഇറ്റ്സ് 12:34. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12:45 വരെ ബ്രേക്ക് അപ് ടു 12:45. okay, you have a 10 minutes break. clear? അതിനുശേഷം നമുക്ക് ബാക്കി റിമൈനിങ് 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
ഇവിടെ തന്നെ ഉണ്ട്. ഓക്കേ, റെഡി? ടൈം ആയില്ലേ? റെഡി റെഡി റെഡി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്താലോ? സോ അടുത്ത ചോദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താലോ? റെഡി ആണോ? ആർ യു റെഡി? നിങ്ങൾ തിരിച്ചെത്തിയില്ലേ? ഞാൻ തിരിച്ചെത്തി. വിശക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് യെസ് സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻ. നമുക്കൊരു 30 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഒരു അരമണിക്കൂറിലേക്ക് വിശപ്പൊന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു 30 മിനിറ്റ്സിൽ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് റിഗാർഡിംഗ് oogenesis. oogenesis ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, oogonia, secondary oocyte, primary oocyte, ovum. Secondary oocyte, primary oocyte plus first polar body, അത് ovum plus second polar body പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത ഓപ്ഷൻ, oogonia primary oocyte പ്രൊഡ്യൂസ് ചെയ്യുന്നു. primary oocyte secondary oocyte plus first polar body പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ovum plus second polar body പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത ഓപ്ഷൻ, primary oocyte secondary oocyte ആയിട്ട് മാറുന്നു. അത് first polar body ആയിട്ട് മാറുന്നു. അത് ovum ആയിട്ട് മാറുന്നു. which is the right statement. നമുക്ക് കറക്റ്റ് സീക്വൻസ് അറിയാം അല്ലേ? oogonia ആണ് primary oocyte ആയിട്ട് മാറുന്നത്. that will undergo first meiotic division, secondary oocyte plus first polar body produce ചെയ്യും. അതിൽ secondary oocyte second meiosis undergo ചെയ്യും. അവിടെ എന്താണ്? അതിനുശേഷം ovum plus second polar body produce ചെയ്യും അല്ലെ? ഓക്കെ, അപ്പം oogonia secondary oocyte primary oocyte ആവുന്നു എന്ന് പറയുമ്പോഴത്തേക്കും the option is wrong. അടുത്ത ഓപ്ഷൻ, secondary oocyte primary oocyte നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. wrong. oogonia primary oocyte, അത് secondary oocyte plus first polar body, secondary oocyte പിന്നീട് ovum plus second polar body. that makes sense. okay, ഇനിയിപ്പോ primary oocyte secondary oocyte ആയി മാറുന്നു എന്ന് പറയുമ്പോൾ again the option is wrong and the correct answer is option C. very good. okay, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ, which statement is correct? ഈ താഴെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ്? Analogous organs have similar origin. Analogous organs similar origin ആണ്. common ancestry ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Homologous organs have same function. Homologous organs പറയുമ്പോൾ ആ ഓർഗൻസ് എല്ലാം സെയിം ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു. Analogous organs common ancestry ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. Homologous organs indicate divergent evolution. ഇതിൽ ഏതാണ് കറക്റ്റ്? നമുക്കറിയാം homologous organs പറയുമ്പോൾ സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കും, ബട്ട് ഫംഗ്ഷൻ ഇസ് ഡിഫറെന്റ്. അവർ ഡൈവേർജന്റ് എവല്യൂഷൻ ആൻഡ് കോമൺ ആൻസെസ്റ്ററി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അനലോഗസ് ഓർഗൻസ് പറയുമ്പോൾ സ്ട്രക്ചറൽ ഒറിജിൻ ഡിഫറെന്റ് ആയിരിക്കും, ബട്ട് ദേ വിൽ ബി പെർഫോമിംഗ് സിമിലർ ഫംഗ്ഷൻ. കൺവേർജന്റ് എവല്യൂഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വൺ. ഹോമലോഗസ് ഓർഗൻസ് ആണ് ഡൈവേർജന്റ് എവല്യൂഷൻ കാണിക്കുന്നത്. അനലോഗസ് കോമൺ ആൻസെസ്റ്ററി കാണിക്കുന്നില്ല. ഹോമലോഗസിന് ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്, അനലോഗസിന് ഡിഫറെന്റ് ഒറിജിൻ ആണ്, സെയിം ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഇതെല്ലാം റോങ്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, യെസ്, ഹായ് ഹായ് ഓൾ, ഹായ് നിവേ, ഹായ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹായ് മാം എന്ന് പറഞ്ഞിട്ടുണ്ട്, നിവേ ഹലോ ട്ടോ. സോ അടുത്ത ചോദ്യം, which of the following is correct regarding basophil? basophil എന്ന് പറയുന്ന ഗ്രാനുലോസൈറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. they release histamine and perform phagocytosis. histamine റിലീസ് ചെയ്ത് phagocytosis നടത്തുന്നു basophil. they are least abundant WBCs and involved in inflammatory response. they are involved in inflammatory response and perform phagocytosis. they resist infection and are involved in allergic reactions. okay, ഏതാണ് റൈറ്റ് ആൻസർ? release histamine and perform phagocytosis. no, phagocytosis perform ചെയ്യുന്നില്ല. histamine ഒക്കെ റിലീസ് ചെയ്ത് ഒരു അലർജിക് റിയാക്ഷൻ ഒന്നും അവര് നടത്തുന്നില്ല. അതേപോലെ ഇൻവോൾവ് ഇൻ അലർജിക് റിയാക്ഷൻ, അത് ആക്ച്വലി ഈസിനോഫിൽ ആണ്. സോ ഇനി നമുക്ക് രണ്ടെണ്ണം ഡൗട്ട്. ദേ ആർ ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആൻഡ് പെർഫോം ഫാഗോസൈറ്റോസിസ്. അത് ആരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ന്യൂട്രോഫിൽ ആണ് അല്ലേ? ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ക്ലിയർ? ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ബി ആണ്
correct answer വരുന്നത്. Clear? B is the correct answer. Yes. Yes, B. അപ്പൊ അടുത്ത ചോദ്യമേ, which of the following is correctly matched? ഇവിടെ തന്നിരിക്കുന്ന correct match ഏതാണ്? Sedatives, increased alertness, cannabinoids, pain relief, opioids, hallucination, cocaine, central nervous system stimulant. Okay. Sedatives, increased alertness. Sedation കൊടുക്കുമ്പോൾ alertness കൂടുകയാണോ ചെയ്യുക? അല്ല, നമ്മൾ മയങ്ങിപ്പോവും. ഓക്കെ. Cannabinoids, pain relief. No, morphine ഒക്കെയാണ് pain relief കൊടുക്കുന്നത്. ഓക്കെ, sedatives pain relief കൊടുക്കും. Opioids, hallucination. No. Cocaine ആണെങ്കിൽ central nervous systemത്തിന്റെ stimulant എന്ന് പറയുമ്പോൾ correct ആണ്. The right answer is option D. Okay. Yes, very good. Nivem, Meetu, correct. Suresh, correct. Arya. അപ്പൊ അടുത്ത ചോദ്യമേ, next question. Prokaryotic ribosomes are 70S. Okay, 70S ആണ് prokaryotic ribosomes ന്റെ ഇത് പറയുന്നത്. Whereas its subunits are 30S and 50S. 30S and 50S ആണ് അതിന്റെ small and large subunit വരുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ? This is because it is difficult to separate them. They are smaller than ribosomes present in eukaryotes. Prokaryotes in the case ആണല്ലോ പറയുന്നത്. It is based on sedimentation rate influenced by shape and density. All of these. ഏതാണ് ആൻസർ വരിക? D. All of these are. No. Previous question ആൻസർ ആണോ പറയുന്നത്? D അല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ previous question ആൻസർ പറയുന്നതെന്ന് തോന്നുന്നു. എനിവേ ഈ ചോദ്യത്തിന്റെ ഉത്തരം D അല്ല കേട്ടോ. Can you answer for this question? ഒന്ന് ആലോചിച്ച് നോക്കൂ. It is difficult to separate them. No, നമ്മൾ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. Wrong. Smaller than ribosomes present in eukaryotes. കറക്റ്റ് ആണ്. പക്ഷെ എന്താണ്? പ്രോക്യാരിയോട്ടിക് മൊത്തത്തിൽ 70S സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സബ്യൂണിറ്റ്സ് 30 and 50 എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ല. S എന്ന് പറയുന്നത് എന്താ? Sedimentation rate influenced by shape and density. Swedberg യൂണിറ്റിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പം യെസ്, സെഡിമെന്റേഷൻ ആണ്. അതായത് നമ്മൾ ആക്ച്വലി ഈ സബ് യൂണിറ്റ് ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതിന്റെ ഒരു സർഫസ് ഏരിയ വെച്ചിട്ട്, ഈ സർഫസ് ഏരിയ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന അതിന്റെ ഷേപ്പ് ആൻഡ് ഡെൻസിറ്റി വെച്ചിട്ട് ഇവിടെ വരുന്ന യൂണിറ്റ് ആണ് 70 എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സർഫസ് ഏരിയ കൂടുകയാണ് അല്ലെ, ഈ സർഫസ് ഏരിയ കൂടുന്നു. അപ്പൊ അത് കൂടുകയാണ്. 30 + 50 80 വരും. അപ്പൊ ഈ ഒരു ഇത് ഒരുമിച്ചിരിക്കുമ്പോൾ ഇത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ ഇത്രയും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും സർഫസ് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. റൈറ്റ്? അതുകൊണ്ട് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ബിയും കറക്റ്റ് ആണ്. ബിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ വൈസ് ഓക്കെ, ഓപ്ഷൻ വൈസ് ബിയും കറക്റ്റ് ആണ്. കാരണം ഇവിടെ 70S ആണ്, അവിടെ ആക്ച്വലി നമുക്ക് അതിലും വലിയ സബ് യൂണിറ്റ് ആണ് യൂക്യാരിയോട്സിൽ വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോക്യാരിയോട്ടിക്സ് റൈബോസോംസ് 70S ആണ്, പക്ഷെ അതിന്റെ സബ് യൂണിറ്റ്സ് നോക്കുമ്പോൾ 30 and 50. അത് നമ്മൾ യൂക്യാരിയോട്ടിന്റെ ആയിട്ട് കമ്പയർ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സി ആൻസർ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്യുമ്പോൾ നമുക്ക് ബി കറക്റ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, സ്പെർമിയോജനസിസ് റിഫേഴ്സ് ടു. എന്താണ് സ്പെർമിയോജനസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പെർമിയോജനസിസ് അപ്പം സ്പെർമാറ്റോജനസിസ് ദ എൻറ്റയർ പ്രോസസ് ആണ് സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത്. ആ സ്പെർമാറ്റോജനസിസിൽ നമുക്ക് അതിന്റെ ഇടയിൽ നമ്മൾ സ്പെർമിയോജനസിസും അതേപോലെ
സ്പെർമിയേഷനും പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന് സ്പെർമിയോജനസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിലീസ് ഓഫ് സ്പേംസ് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിൽ സ്പേം റിലീസ് ചെയ്യുന്ന പ്രോസസ്. മെച്ചുറേഷൻ ഓഫ് സ്പേംസ് ഇൻ എപ്പിഡിഡൈമസ്. എപ്പിഡിഡൈമസ് വെച്ച് സ്പേമിന്റെ മെച്ചുറേഷൻ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ഇൻടു സ്പെർമാറ്റോസോവ. ആ ഒരു സ്പെർമാറ്റിഡ്സ് സ്പെർമാറ്റോസോവ ആയിട്ട് മാറുന്ന പ്രോസസ്. ഫോർമേഷൻ ഓഫ് സ്പേംസ് ഫ്രം സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയെന്ന് സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്. ഓക്കെ, യെസ്, ആ സ്പെർമാറ്റിഡ്സ് സ്പേം ആയിട്ട് മാറുന്ന പ്രോസസ്സിനാണ് നമ്മൾ സ്പെർമിയോജനസിസ് പറയുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമിയേഷൻ. ആൻഡ് ദ എൻറ്റയർ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻറ്റയർ പ്രോസസ്സിനാണ് നമ്മൾ സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെബെറോകാവോ എൻസൈം which helped in deciphering the genetic code was used by which scientist? Okay, ഏത് സയന്റിസ്റ്റ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്? ജനറ്റിക് കോഡ് ഡെസിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സെബെറോകാവോ എൻസൈം. ഹു യൂസ്ഡ് ദിസ്? ജോർജ് ക്യാമോ, മാർഷൽ നീഡൻബർഗ്, മീസൽസൺ ആൻഡ് സ്റ്റോൾ, വാട്സൺ ആൻഡ് ക്രിക്ക്. Who used this? Direct question, easy question. Yes, direct and easy question. ഇതിന്റെ ആൻസർ പറയൂ. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയൂ. യെസ്, സ്പെർമാറ്റോജനസിസ് അത് പഴയ ചോദ്യം. ഈസ്തെറ്റിക്, കറക്റ്റ്. ദിസ് വൺ. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയൂ. യെസ്, ബി, മാർഷൽ നീഡൻബർഗ് ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഫ്രോഗ് ഡൈജസ്റ്റീവ് സിസ്റ്റം? ഫ്രോഗിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ബേസ് ചെയ്തിട്ട്. ലിവർ സെക്രീറ്റ്സ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഡയറക്ട്ലി. ലിവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഡൈജസ്റ്റീവ് എൻസൈമിനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് സെക്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ക്ലോയേക്ക പെർഫോംസ് ഡൈജസ്റ്റീവ് ആൻഡ് അബ്സോർപ്ഷൻ. ഡൈജഷനും അബ്സോർപ്ഷനും ക്ലോയേക്കയാണ് ചെയ്യുന്നത്. സ്റ്റൊമക് സെക്രീറ്റ്സ് HCl ആൻഡ് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്. സ്റ്റൊമക്ക് HClഉം പ്രോട്ടിയോലൈറ്റിക് എൻസൈംസും റിലീസ് ചെയ്യുന്നു. ഡൈജഷൻ ബിഗിൻസ് ഇൻ ബക്കൽ ക്യാവിറ്റി വിത്ത് എൻസൈംസ്. നമ്മളുടെയൊക്കെ മൗത്തിലുള്ള പോലെ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതാണ് ഫ്രോഗിന്റെ കേസിൽ പറയുന്നത്. ഹൗ കെൻ യു ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ആൻസർ ചെയ്യൂ. ആൻസർ ചെയ്യൂ. സി, ലിവർ സെക്രീറ്റ്സ് ഡൈജസ്റ്റീവ് എൻസൈം ഡയറക്ട്ലി. അല്ല, ലിവർ ഗോൾ ബ്ലാഡറിലൊക്കെ കൊണ്ട് സൂക്ഷിച്ചു വെക്കും അല്ലെ. ക്ലോയേക്ക നോ. ക്ലോയേക്ക ഏറ്റവും ടിപ്പിലുള്ള പോർഷൻ ആണ്. ക്ലോയേക്ക സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അല്ലേ ചെയ്യുന്നത്, ഡൈജസ്റ്റീവ് വേസ്റ്റ്. സോ ഇറ്റ് സ്റ്റോപ്പ്. Stomach secretes HCl and proteolytic enzymes. True. Digestion buccal cavity begin ചെയ്യുന്നില്ല. കാരണം ഫ്രോഗിന്റെ കേസിൽ ഒരു ബൈലോബ്ഡ് ആയിട്ടുള്ള ബൈഫോക്കേറ്റഡ് ആയിട്ടുള്ള ടങ്ക് ഉണ്ട്. അത് ഉപയോഗിച്ച് പ്രേ ക്യാപ്ചർ ചെയ്യും. പക്ഷെ അവിടെ ഒരു സലൈവയോ ഒരു സലൈവറി അമിലേസോ ഒന്നും ഉള്ളതായിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മുടെ കേസിൽ സലൈവറി അമിലേസ് ഇൻ സലൈവ ഉള്ളത് കൊണ്ടാണ് ഡൈജഷൻ സ്റ്റാർട്ടിങ് ഫ്രം മൗത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് റോങ്. ആക്ച്വലി സ്റ്റോമക്കിൽ വെച്ചിട്ടാണ് ഇവരുടെയൊക്കെ കേസിൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓക്കെ, ഹോയ്സ് എന്ത് പറ്റി? HCl എന്നാണല്ലേ പറഞ്ഞു, ഞാൻ ഹോയ് എന്ന് പെട്ടെന്ന് വായിച്ചു പോയി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കനോട്ട് ഷോ എനി എക്സെപ്ഷൻ. അതായത് ഇതിൽ ഏത് കേസിലാണ് മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഒരു എക്സെപ്ഷൻ കാണിക്കാത്തത്? വെൻ ജീൻസ് ആർ ലിങ്ക്ഡ്. ഓക്കെ, വെൻ ജീൻസ് ആർ പ്രസന്റ് ഓൺ ഡിഫറെന്റ് chromosomes, when genes are present on same chromosome locate not far apart, when genes show 50% recombination. പറയുന്നു, അതായത് മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് cannot show any exception. അവർക്ക് എക്സെപ്ഷൻ കാണിക്കാൻ പറ്റാത്തത്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എപ്പോഴും ഒബേ ചെയ്യപ്പെടുന്നത് ഏത് കേസിലാണ്? വെൻ ജീൻസ് ആർ ലിങ്ക്ഡ്. ഈ രണ്ട് ജീൻസും ലിങ്ക്ഡ് ആണെങ്കിൽ ഇവിടെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കില്ല. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കണമെങ്കിൽ ദീസ് ടു ജീൻസ് ഷുഡ് ബി പ്രസന്റ് ഓൺ ടു ഡിഫറെന്റ് ക്രോമസോംസ്, റൈറ്റ്? ഇനി അതേപോലെ വെൻ ജീൻസ് ആർ പ്രസന്റ് ഓൺ ഡിഫറെന്റ് ക്രോമസോംസ്, ഇപ്പൊ പറഞ്ഞ പോലെ ജീൻസ് രണ്ട് ക്രോമസോമിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് സെക്കൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? വെൻ ജീൻസ് ആർ പ്രസന്റ് ഓൺ സെയിം ക്രോമസോം located not far apart. ജീൻസ് സെയിം ക്രോമസോമിൽ അധികം ദൂരത്തല്ലാതെ ഇരിക്കുന്നു. ഓക്കെ, വെൻ ജീൻസ് ഷോ 50% റീകോമ്പിനേഷൻ. 58% റീകോമ്പിനേഷൻ ഒക്കെ നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ട്? ലിങ്കേജ് ഉണ്ടായിരിക്കണം അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന് ഒരു എക്സെപ്ഷനും കാണിക്കാൻ പറ്റാത്തത് ഏത് കേസിലാണ്?
യെസ്, ഡിഫറെന്റ് ക്രോമസോംസിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഗുഡ്, ശ്വേത. അടുത്തത്, if Rana tigrina skin becomes dry and keratinized like reptiles, which function will be lost first? അതായത് Rana tigrina skin becomes dry and keratinized. Okay, അതായത് ഫ്രോഗിന്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആൻഡ് കെരാറ്റിനൈസ്ഡ് ആയി, ജസ്റ്റ് ലൈക്ക് റെപ്റ്റൈൽസ്. അങ്ങനെയാണെങ്കിൽ ഏത് ഫംഗ്ഷൻ ആണ് ഏറ്റവും ഫസ്റ്റ് ലോസ് ആവുക? ഫ്രോഗിന്റെ ഏത് ഫംഗ്ഷന് ലോസ് ആവുക? ഇത് ഭയങ്കര കെരാറ്റിനൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ലോക്കോമോഷൻ ലോസ് ആവോ, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ലോസ് ആവോ, ഡൈജഷൻ ലോസ് ആവോ, സർക്കുലേഷൻ ലോസ് ആവോ? യെസ്, സ്കിൻ വഴിയുള്ള റെസ്പിറേഷൻ, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. കാരണം ഫ്രോഗിന്റെ മോയിസ്റ്റ് സ്കിൻ ഉപയോഗിച്ചായിരുന്നു അവർ റെസ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യം, ദ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ. നമുക്ക് അറിയാം ട്രോഫോബ്ലാസ്റ്റ് ലെയർ അല്ലെ, നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ വരുന്ന ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഉണ്ട്, അതേപോലെ ഇന്നർ സെൽ മാസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ട്രോഫോബ്ലാസ്റ്റ് ലെയർ എന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത്? ഫോർമേഷൻ ഓഫ് ഇന്നർ സെൽ മാസ്, ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ്, ഇംപ്ലാന്റേഷൻ ആൻഡ് പ്ലാസിന്റ ഫോർമേഷൻ, ഫോർമേഷൻ ഓഫ് എംബ്രിയോ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഐ എം വിസിബിൾ എന്നോ? എനിക്ക് മനസ്സിലായില്ലല്ലോ എന്താ ഉദ്ദേശിച്ചത്. Okay, yes, implantation and placenta formation. Trophoblast എന്ന് കൊറിയോണിക് വില്ലയൊക്കെ വന്ന് മെറ്റേണൽ ടിഷ്യൂ ആയിട്ട് ഇന്റർഡിജിറ്റേറ്റ് ചെയ്ത് പ്ലാസന്റ ഫോം ചെയ്യും. ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടാണ് ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവൻ? ഇതിൽ ഒരു പ്രോട്ടോസോവ ഇൻഫെക്ഷൻ നടത്തുന്ന ഡിസീസ്, പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? അസ്കാരിയാസിസ്, ടൈഫോയിഡ്, ഫിലാരിയാസിസ്, അമീബിയാസിസ്. ഇതിലേതാണ് പ്രോട്ടോസോവൻ ഇൻഫെക്ഷൻ? പ്രോട്ടോസോവൻ ഇൻഫെക്ഷൻ, അസ്കാരിയാസിസ്, ടൈഫോയിഡ്, ഫിലാരിയാസിസ് ആൻഡ് അമീബിയാസിസ്. Easy question, very direct. Ascariasis, Ascaris lumbricoides, typhoid. Filariasis, filarial worm, amoebiasis, entamoeba histolytica, entamoeba histolytica, salmonella typhi, typhoid. Okay, ഇതിൽ ആയതാണ് പ്രോട്ടോസോവൻ? യെസ്, നമ്മുടെ അമീബ, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക് ആണ് പ്രോട്ടോസോവൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യമേ, ഹെട്രോക്രോമാറ്റിൻ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലെസ് ട്രാൻസ്ക്രിപ്ഷൻ ബിക്കോസ്. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുള്ളൂ. എന്തുകൊണ്ടാ? ഇറ്റ് ഇസ് ലൂസ്ലി പാക്ഡ് ഫോം ഓഫ് DNA. ഇങ്ങനെ ലൂസായി പാക്ക് ചെയ്ത DNA റീജിയൻ ആണ്. ഇറ്റ് ഇസ് ലെസ് കണ്ടൻസ്ഡ്. സെയിം കാര്യം, അത്ര കണ്ടൻസ്ഡ് അല്ല. ഡെൻസ്ലി പാക്ഡ് ഫോം ഓഫ് DNA ആണ് ബോത്ത് 1 and 2. ഏതാണ് ആൻസർ വരുന്നത്? ഇതിൽ ഏത് റീസൺ കാരണമാണ്? ഇതിങ്ങനെ ലൂസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണോ, അത്ര കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഇരിക്കുന്നതുകൊണ്ടാണോ, ഭയങ്കര ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണോ ലെസ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്? യെസ്, ഡെൻസ്ലി പാക്ഡ് വൺ ആണ് ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. ഗുഡ്. അടുത്ത ചോദ്യം, മാച്ച് ഫോളോയിങ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, അഡിനിൻ, യുറാസിൽ, അഡിനോസിൻ, അഡിനിലിക് ആസിഡ്. ഇപ്പോഴത്തെ പിരിമിഡിൻ, പ്യൂരിൻ, ന്യൂക്ലിയോടൈഡ് ആൻഡ് ന്യൂക്ലിയോസൈഡ്. ഹൗ ക്യാൻ വി മാച്ച് ദിസ്? അഡിനിൻ, യുറാസിൽ, അഡിനോസിൻ, അഡിനിലിക് ആസിഡ്. ഓക്കെ, മാച്ച് ചെയ്തോളൂ, മാച്ച് ചെയ്തോളൂ, മാച്ച് ചെയ്തോളൂ. ഇതിൽ അഡിനിൻ ഇസ് ദ പ്യൂരിൻ, യുറാസിൽ ഇസ് ദ പിരമിഡിൻ, അഡിനോസിൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡ്, അഡിനിലിക് ആസിഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്. റൈറ്റ്? അപ്പൊ ഏത് ആൻസർ വരാ? A2. യെസ്, A2 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ തന്നെ നമുക്ക് ആൻസർ കിട്ടിയ, ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ വെച്ച് എലിമിനേറ്റ് ചെയ്യാം. B1, C4, D3. Okay, so the right answer is option B. Okay, good, good, very good, very good. അപ്പൊ അടുത്ത ചോദ്യം assertion and reason ആണ്. In tailing,
Adenylate residues are added at the 3' end of HNRNA in a template independent manner. Okay. Tailing occurs in both prokaryotes and eukaryotes. Okay. Tailing എന്ന് പറയുമ്പോൾ 3' end of the HNRNA 5' 3' ഇവിടെ എന്താ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനറിൽ അഡിനിലേറ്റ് റെസിഡ്യൂസ് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ടെയിലിംഗ് എന്ന് പറയുന്നത്. ടെയിലിംഗ് ഒക്കേഴ്സ് ഇൻ ബോത്ത് പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. പ്രൊക്കാരിയോട്സിലും യൂക്കാരിയോട്സിലും ടെയിലിംഗ് നടക്കുന്നു. അഡിനോസിൻ ആൻഡ് അഡെനിലിക് ആസിഡ് ഡിഫറൻസോ? അഡിനോസിൻ ന്യൂക്ലിയോസൈഡ് ആണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിൽ ആഡഡ് അല്ല. അഡെനിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ അത് ന്യൂക്ലിയോടൈഡ് ആണ്, ഫോസ്ഫേറ്റ് അവിടെ ആഡഡ് ആണ്. ഓക്കെ ശ്വേത, യെസ്. പ്രോക്യാരിയോട്സിൽ ടെയിലിംഗ് നടക്കുന്നില്ല, യൂക്യാരിയോട്സിൽ മാത്രമേ നടക്കുന്നുള്ളൂ. സോ ദിസ് ഇസ് റോങ്. അപ്പൊ എന്താണ്? എ ഇസ് കറക്റ്റ് ബട്ട് ആർ ഇസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി. വെരി ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യം, സെബേഷ്യസ് ഗ്ലാൻഡ്സ് eliminate certain substances like sterols, hydrocarbons and waxes through sebum. Sebaceous gland, sweat and sebaceous gland അല്ലേ, അതിൽ sebaceous gland സ്റ്റിറോൾസും ഹൈഡ്രോകാർബൺസും വാക്സസും എല്ലാം സെബം എന്ന രൂപത്തിൽ എലിമിനേറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് 2, the process of release of urine is called micturition reflex and the neural mechanism causing it is called micturition. നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾ ആൻസർ ചെയ്യാട്ടോ ഈ ചോദ്യം. Okay. Please answer. Yes. No, both are true അല്ല. ഇത് ഓക്കെ. പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ നമ്മൾ എന്ത് പറയും? മിക്ട്യൂറേഷൻ എന്ന് പറയും. അതിൽ ഇൻവോൾവ് ചെയ്തേക്കുന്ന ന്യൂറൽ മെക്കാനിസത്തിനാണ് നമ്മൾ മിക്ട്യൂറേഷൻ റിഫ്ലെക്സ് എന്ന് പറയുക. സോ ദിസ് ഇസ് റോങ്. ആൻസർ എന്താ? ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, അപ്പൊ ബി ആണ് ആൻസർ ആയിട്ട് വരാം. സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റ് അല്ല, രണ്ടും കറക്റ്റ് അല്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, സെക്സ് ഓഫ് ഓഫ്സ്പ്രിംഗ് ഇൻ ബേർഡ്സ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ. നിങ്ങളത് ചെയ്തോ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. സെക്സ് ഓഫ് ഓഫ്സ്പ്രിംഗ് ഇൻ ബേർഡ്സ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ. യെസ്, ബേർഡ്സ് W മെക്കാനിസം ആണ്. അത് മാത്രമല്ല അവിടെ ഫീമെയിൽ ഹെറ്ററോഗെമീറ്റി ആണ് അല്ലെ. അപ്പൊ അവിടെ യെസ്, അപ്പൊ അവിടെ ഫീമെയിൽ ഗമീറ്റ് ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ഔട്ട് ഓഫ് 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് സെലക്ടഡ് ബൈ മെൻഡൽ, how many of them are related to either shape and color? ഷേപ്പും കളറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, എത്ര ട്രേറ്റ്സ് ഉണ്ട്? അപ്പൊ നമുക്കറിയാം, സീഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സീഡ്, ഷേപ്പ് ആൻഡ് കളർ അല്ലെ. സീഡ്, ഷേപ്പ് ആൻഡ് കളർ. അതേപോലെ പോഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പോഡ്, ഷേപ്പ് ആൻഡ് കളർ. അതേപോലെ ഫ്ലവറിന്റെ നോക്കുകയാണെങ്കിൽ ഫ്ലവർ, കളർ ആൻഡ് പൊസിഷൻ. അതേപോലെ സ്റ്റെം, ഹൈറ്റ്. ഇതായിരുന്നു അല്ലെ മെന്റലിന്റെ ക്യാരക്ടേഴ്സ്. മെന്റൽ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ് 1, 2, 3, 4, 5, 6, 7 റൈറ്റ്. ടോട്ടലി 14 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. ഇതിൽ എത്രയെണ്ണം ഷേപ്പ് ആൻഡ് കളറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? യെസ്, 1, 2, 3, 4, 5 റൈറ്റ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, 5. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? Is this clear? Is this clear for you? Yes, A ആണ്. അപ്പൊ അടുത്ത ചോദ്യം, which of the following is used in detergent formulations and are helpful in removing oily stains from the laundry? അപ്പൊ ഇതില് ഏതാണ് ഡിറ്റർജന്റ് ഫോർമുലേഷൻസിൽ യൂസ് ചെയ്യുന്നു? ഓയിലി സ്റ്റെയിൻസ് ഫ്രം ലോണ്ടറി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഏതാണ്? സ്റ്റാറ്റിൻ, പ്രോട്ടിയേസ്, പെക്ടിനേസ്, ലിപ്പേസ്. ഏതാണ്? 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 ഡി. യെസ്, ലിപ്പേസ് ആണ് ലിപ്പിഡ്സിനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ലൈക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അടുത്തത്, when shape of the RBC changes from biconcave disc to elongated sickle shape. അതായത് ഈ ബൈകോൺകേവ് ഷേപ്പ് എന്തായി മാറുന്നു? ബൈകോൺകേവ് ഷേപ്പ് എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പം 6th codon of beta globin gene show change in sequence. 6ാമത്തെ കോഡോണില് ചേഞ്ച് വരും. എന്ത് സീക്വൻസ് ചേഞ്ച് ആണ്? GUG GAG ആയി മാറുന്നു, GAG GAA ആയിട്ട് മാറുന്നു, GAG GUG ആയി മാറുന്നു, GUG GTC ആയിട്ട് മാറുന്നു. ഓക്കെ, കോഡോൺ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ജീൻ ഷോസ് ചേഞ്ച് ഇൻ സീക്വൻസ്. ഓപ്ഷൻ യെസ് സി, GAG GUG ആയി മാറുന്നതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഒക്കർ ഇഫ് ന്യൂമോടാക്സിക് സെന്റർ ആക്ടിവിറ്റി ഇൻക്രീസസ്? നമ്മുടെ റെസ്പിറേഷനുമായി റിലേറ്റ് ചെയ്താണ് ന്യൂമോടാക്സിക് സെന്റർ പ്രസന്റ് ഇൻ പോൺസ് റീജിയൻ അല്ലെ. അപ്പം ഇത് ന്യൂമോടാക്സിക് സെന്റർ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ഔട്ട്പുട്ട് ആണ്, എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക എന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്, പ്രൊലോങ്ഡ് ഇൻസ്പിറേഷൻ, ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്, നോ ഇഫക്റ്റ് ഓൺ ബ്രീത്തിങ്. റെസ്പിറേറ്ററി റേറ്റ് ഡിക്രീസ് ചെയ്യോ, പ്രൊലോങ്ഡ് ഇൻസ്പിറേഷൻ ആണോ നടക്കുക, ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് ആണോ, നോ ഇഫക്റ്റ് ഓൺ ബ്രീത്തിങ് ആണോ? ആൻസർ ഇസ് ഓപ്ഷൻ സി, ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്. കറക്റ്റ്. ഞാൻ ആക്ച്വലി നിങ്ങളുടെ എല്ലാവരുടെയും ആൻസേഴ്സ് കാണുന്നൊരു പേരെടുത്ത് വിളിച്ച് കറക്റ്റ് എന്ന് പറയുന്നില്ല എന്നുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യമേ, which of the following combination is incorrect? ഇതിൽ incorrect combination select ചെയ്യുക. Incorrect combination. Cerebellum posture balance coordination, medulla oblongata regulation of heart rate and breathing, cerebrum intelligence memory voluntary action, thalamus direct control of voluntary movement. അയ്യാ, ഇതിൽ ഇൻകറക്റ്റ് കോമ്പിനേഷൻ ബി. ഇൻകറക്റ്റ് കോമ്പിനേഷൻ ആണ് സെറിബെല്ലം പോസ്ചർ ബാലൻസ് കോർഡിനേഷൻ. കറക്റ്റ്. മെഡുല്ല റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്രീതിങ്, മെഡുലയ്ക്ക് റോൾ ഉണ്ടല്ലോ. Cerebrum intelligence memory voluntary action. Okay. Thalamus direct control of voluntary movement. Yes. Option D ആണ് correct answer എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യമേ, how many red colored flowers are produced in a cross between red and white colored flowers of Mirabilis jalapa if total 380 plants are produced in F2 generation? F2 ല് മൊത്തം 380 പ്ലാന്റ്സ് ആണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ എത്ര റെഡ്, ഹൗ മെനി റെഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ക്രോസ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ്? ഓക്കെ, മിറാബിലിസ് ജലാപ്പയാണ്. അപ്പൊ ഇവിടെ ഏത് കൈൻഡ് ഓഫ് ഏത് കൈൻഡ് ഓഫ് ക്രോസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഏത് കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആ ഇവിടെ? ഇൻകംപ്ലീറ്റ് ഇൻഹെറിറ്റൻസ് ആണല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ റേഷ്യോ എന്താ? 1 ക്യാപിറ്റൽ ആർ ഈസ് ടു 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഈസ് ടു 1 സ്മോൾ ആർ, റൈറ്റ്? അപ്പൊ ഇവിടെ റെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത് 1/4 വരും. സോ 380/4 ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? 380/4 ചെയ്യുമ്പോൾ ആൻസർ എന്താണ് വരിക? 380/4 വരുമ്പോൾ ആൻസർ വിൽ ബി ഓൾമോസ്റ്റ് ഓപ്ഷൻ ഡി 95, റൈറ്റ്? യെസ്, ഡി. വെരി ഗുഡ്. അടുത്ത ചോദ്യം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഇമേജ് നോക്കുക. 1, 2, 3 അല്ലെ? നമ്മളുടെ ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് 1 എന്താണ്, 2 എന്താണ്, 3 എന്താണ്? 1 ഏതാണ് പ്രോസസ്, 2 ഏതാണ് പ്രോസസ്, 3 ഏതാണ് പ്രോസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം അതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്, ഇത് ഇൻഫെക്ഷൻ, ഇവിടെ ബ്ലെൻഡിങ്, ഇവിടെ സെൻട്രിഫ്യൂഗേഷൻ അല്ലെ? അങ്ങനെയല്ലേ ഓർഡർ വരിക. അപ്പം ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ വരുന്നത് ഏത് ആൻസർ? നിങ്ങൾ പറഞ്ഞോളൂ. You can answer. This is the second last question. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ. പിങ്ക് എന്ന് ചോദിച്ചാൽ 190 വരും. പിങ്ക് എന്ന് ചോദിച്ചാൽ യെസ് 190. യെസ് അതെ. യെസ്, ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ് ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ഗുഡ്. സോ മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അല്ലോലാക്ടോസിസ്
Inducer of lacoperon, inductive repressor, form of lactose that bind with the productive repressor mRNA and inhibit transcription of structural gene, all of these. Allolactose. Allolactose. Allolactose is. Allolactose എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ലാക്ടോസിന്റെ വേറെ ഫോമാ. നമ്മൾക്കറിയാം ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ എന്നറിയാം. പക്ഷെ ശരിക്കും ലാക്കോപ്രോണില് അല്ലോലാക്ടോസ് ആണ് ഇൻഡ്യൂസർ എന്ന് പറയുന്നത്. ലാക്ടോസ് അല്ലോലാക്ടോസ് ഫോമിലാണ് ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ്? റിപ്രസർ ആണോ അല്ലോലാക്ടോസ്? അല്ല, ഇതുമല്ല, ഇൻഡ്യൂസർ ആണ്. ലാക്കോപ്രോണിന്റെ ഇൻഡ്യൂസർ ആണ്. നമ്മൾ ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലോലാക്ടോസ് ഫോമിലുള്ള ലാക്ടോസ് ആണ് അവിടെ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത് അറിയില്ലാത്ത ആളുകൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. അല്ലോലാക്ടോസ് ഫോമിലുള്ള ലാക്ടോസ് ആണ് ഇവിടെ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഡി അല്ല, പഴയ ക്വസ്റ്റ്യൻ ഞാൻ തോന്നുന്നു ഡി സ്പാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആൻസർ എ ആണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് എവറിത്തിങ് ഇസ് ക്ലിയർ ഫോർ യു. നമ്മൾ ഇനി വീണ്ടും വരും ഇതേപോലെ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് നേരം എൻ്റെ കൂടെ ഈ ഒരു എൻ്റെ ത്രോട്ടിന്റെ സ്ട്രെയിൻ ഒക്കെ സഹിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള കഫ് ഡിസ്റ്റർബൻസ് ഒക്കെ സഹിച്ച് നിന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ. അപ്പൊ എനിവേ, ബൈ.